ആരാധ്യനായ ഈ ക്ഷേത്രത്തിലെ തന്ത്രി അവറുകളെ, ബഹുമാന്യനായ യജ്ഞാചാര്യൻ, ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, ഈ ക്ഷേത്രം വിട്ട് തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ ദൂരെ ഇരുന്ന് എന്നെ കേൾക്കുന്ന, ഒരുപക്ഷെ റെക്കോർഡഡ് ഫോമിൽ കേൾക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, കൊല്ലത്ത് നിന്ന് ഇവിടെ വരാനും നിങ്ങളുടെ ഈ ക്ഷേത്രത്തിൽ പ്രസംഗിക്കാനും കഴിയുന്നത് വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതട്ടെ. 5-6 മാസമായി ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി എന്നെ തുടർച്ചയായി ട്രാക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുവാനുള്ള അവസരം ഉണ്ടായത്. കേരളത്തിൽ ഏറ്റവും പഴക്കമായി മനുഷ്യർ വന്ന് താമസിച്ചത് 3 സ്ഥലത്താണ്. 1 കൊല്ലത്തെ മങ്ങാടെന്ന സ്ഥലം, 2 നിലമ്പൂരിലെ പഴയ താവളം, പിന്നെ വയനാട്ടിലുള്ള അമ്പലവയലിലെ എടകൽ ഗുഹയുടെ സ്ഥലങ്ങൾ. ഈ 3 സ്ഥലങ്ങളിലാണ് 5000 കൊല്ലത്തിന് മുമ്പ് മനുഷ്യർ വന്ന് താമസിച്ചത്. കൊല്ലത്ത് മനുഷ്യർ താമസിച്ച മങ്ങാട് പ്രദേശത്തിനടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. രണ്ടാമത് 5000 കൊല്ലം പഴക്കമുള്ള മനുഷ്യവാസമുള്ള സ്ഥലമാണ് നിലമ്പൂർ. അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇത്ര പ്രാചീനമായ ഒരു സ്ഥലത്ത് താമസിക്കാനും ജീവിക്കാനും കഴിയുന്നത് വലിയൊരു ഭാഗ്യം എന്ന് കരുതട്ടെ. നിലമ്പൂർ ദേശത്ത് നിന്ന് 3000-ലേറെ വർഷം പഴക്കമുള്ള പരമശിവന്റെ വിഗ്രഹം കണ്ടെടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് നിലമ്പൂരിന്. ആ പേര് വന്നു തന്നെ പരമശിവന്റെ പര്യായപദമാണ് നീലകണ്ഠൻ. നീലൻ എന്ന് പറയുന്നത് പരമശിവന്റെ പര്യായപദമാണ്. നീലന്റെ ഊരായതുകൊണ്ടാണ് നിലമ്പൂർ ഈ സ്ഥലത്തിന് പേര് വന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് പേര് കൊടുക്കാൻ കാരണഭൂതനായ പരമശിവന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ രാവിലെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ പ്രസംഗത്തിൽ ഞാൻ 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 1, എന്താണ് ക്ഷേത്രങ്ങളുടെ ചരിത്രം? 2, ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? 3, ക്ഷേത്ര സങ്കല്പത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്? 4, ഒരു പ്രതിഷ്ഠയിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ്. ഈ ഒരു പ്രതിഷ്ഠ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പ്രതിഷ്ഠ എന്ന് മനസ്സിലാക്കാനുള്ളത്? 5-മതായി, ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ശാസ്ത്രീയ വശം എന്താണ്? ഈ 5 കാര്യങ്ങളെപ്പറ്റി നിങ്ങളോട് സൂചിപ്പിക്കാം എന്നാഗ്രഹിക്കുന്നു. ക്ഷേത്രങ്ങളുടെ ചരിത്രം തുടങ്ങുന്നത് ഒരു 6000 വർഷം മുമ്പാണ്. റഷ്യയുടെയും യുക്രൈൻ്റെയും ബോർഡറിലുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ആ മഞ്ഞെല്ലാം മാറ്റി ചെന്നപ്പോൾ ആ മഞ്ഞിനടിയിൽ കണ്ടെത്തിയത് 6000 കൊല്ലം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ്. ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രം. റഷ്യയുടെ യുക്രൈൻ്റെയും ബോർഡറിൽ എങ്ങനെയാണ് ഈ ശിവക്ഷേത്രം എത്തിയത്? അവിടെയായിരുന്നു കശ്യപ് മുനി താമസിച്ചിരുന്നത്. ഇന്ന് നമ്മൾ റഷ്യയുടെയും യുക്രൈൻ്റെയും തെക്കുള്ള കടലിനെ കാസ്പിയൻ കടൽ എന്ന് വിളിക്കും. കാസ്പിയൻ കടലിൻ്റെ പേര് കശ്യപ്യ സാഗരം. കശ്യപ്യൻ താമസിച്ചിരുന്ന കടൽ തീരം, അതുകൊണ്ടാണ് കശ്യപ്യ സാഗരം. അത് കാസ്പിയൻ കടലായി മാറുകയാണ്. കസാഖിസ്ഥാൻ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. താജിക്കിസ്ഥാൻ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. കിർഗിസ്ഥാൻ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. ഇങ്ങനെ വളരെ പ്രസിദ്ധമായ 5 ടർക്ക്മെനിസ്ഥാൻ ഉൾപ്പെടെ പഴയ ഹൈന്ദവ സംസ്കാരം, സനാതന സംസ്കാരം നിലനിന്ന പ്രദേശങ്ങളാണ്. ഈ 5 രാജ്യങ്ങളിലായി ഏതാണ്ട് 5000-ഓളം സനാതന ധർമ്മത്തിന് ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് കശ്യപ് മുനി തൻ്റെ മക്കളായ ദേവന്മാരെയും അസുരന്മാരെയും കൂട്ടി കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ക്രോസ് ചെയ്ത് കാശ്മീരിലൊന്ന് താമസിച്ചു. കാശ്മീർ എന്ന വാക്ക് വരുന്നത് തന്നെ കശ്യപ് മീർ, കശ്യപ്യൻ താമസിക്കുന്ന മലനിരകൾ. മുസ്ലിങ്ങളുമായിട്ട് കാശ്മീരിൽ ഒരു ബന്ധവുമില്ല. കശ്യപ്യൻ വന്ന് താമസിച്ച മലനിരകൾ, അതാണ് കശ്യപ് മീർ. അതിന്ന് കാശ്മീറായി മാറുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ സനാതനധർമ്മത്തിന് വലിയ ഈറ്റില്ലമായിരുന്നു. അവിടെ സംസ്കൃതമായിരുന്നു സംസാര ഭാഷ. മഹാഭാരതത്തിലെ
ദുര്യോധനൻ്റെ അമ്മ ഗാന്ധാരി, ഗാന്ധാര ദേശത്ത് നിന്ന് വരുന്നതാണ്. ഗാന്ധാര എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കാണ്ഡഹാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗാന്ധാര. അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയായിരുന്നു ഗാന്ധാരി. ഗാന്ധാരയുടെ സഹോദരനായ ശകുനി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കാൻ വന്ന ആളാണ്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾ. അഫ്ഗാനിസ്ഥാനിൽ മാത്രം 4000-ഓളം ഹിന്ദു മതക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ബുദ്ധമതത്തിന് ഇടയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായി കനിഷ്കന്റെ കാലത്ത്. അവിടുത്തെ ബാമിയാൻ ബുദ്ധൻ 66 അടി പൊക്കമുള്ള ബുദ്ധമത വിഗ്രഹങ്ങൾ ഒരു 10 കൊല്ലത്തിന് മുമ്പ് തകർത്തതൊക്കെ നമ്മൾ ന്യൂസിൽ വായിച്ചിട്ടുള്ള സംഭവമാണ്. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ ഇറാൻ എന്ന രാജ്യമാണ്. ഇറാൻ എന്ന വാക്കിൻ്റെ പേര് തന്നെ ആര്യാന വാസോ, ആര്യന്മാർ താമസിക്കുന്ന സ്ഥലം. ആര്യാന എന്ന വാക്കാണ് ഇറാനായി മാറിയത്. ഇറാനിലെ രാജാക്കന്മാരെല്ലാം സംസ്കൃതം സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ സനാതനധർമ്മത്തിൻ്റെ വലിയ പ്രോക്താക്കളായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം 2500 വർഷത്തിന് മുമ്പ് സ്ഥാപിച്ച മഹാനായ ചക്രവർത്തിയായിരുന്നു സൈറസ് ചക്രവർത്തി. സൈറസ് അത് സംസ്കൃത വാക്കാണ്. സരസ എന്നായിരുന്നു രാജാവിൻ്റെ പേര്. നമ്മൾ മലയാളത്തിൽ സരസൻ എന്ന് പറയുന്ന വാക്ക്. അതാണ് ഗ്രീക്കുകാരുടെ വായിൽ കൊള്ളാതെ സൈറസ് എന്നാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിരുന്നു സക്സസ്. പേർഷ്യൻ സാമ്രാജ്യത്തെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തിച്ച ചക്രവർത്തിയാണ്. സക്സസ് എന്ന വാക്ക് സംസ്കൃതത്തിലെ സഹർഷ എന്ന വാക്കാണ്. അയാളുടെ പേര് സഹർഷൻ എന്നായിരുന്നു. എപ്പോഴും സന്തോഷമുള്ളവൻ സംസ്കൃതത്തിൽ. സഹർഷ എന്നുള്ള വാക്ക് ഗ്രീക്കുകാരുടെ വായിൽ കൊള്ളാതെ അതിനെ സക്സസ് എന്നാക്കി മാറ്റിക്കളഞ്ഞു. സക്സസിൻ്റെ മകനായിരുന്നു അർട്ടാസക്സസ്. ഞങ്ങളുടെ വേദപുസ്തകത്തിലെ എസ്തർ രാജ്ഞിയെ വിവാഹം കഴിച്ചിരുന്ന രാജാവ്. അർട്ടാസക്സസ് എന്ന് പറഞ്ഞാൽ അർത്ഥസഹർഷൻ എന്നാണ്, സംസ്കൃത വാക്കാണ്. പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ സംസ്കൃതം സംസാരിച്ചിരുന്നു. സനാതനധർമ്മത്തിന് ഈറ്റിലമായിരുന്നു. രാജ്യത്തിന് ഇറാൻ എന്ന വാക്ക് വരുന്നത് തന്നെ ആര്യപുത്രന്മാർ താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. ഇറാൻ കഴിഞ്ഞ് വീണ്ടും പടിഞ്ഞാട്ട് പോയാൽ ഇറാഖാണ്. ഇറാഖ് പ്രസിദ്ധമായ സനാതനധർമ്മത്തിൻ്റെ ഈറ്റിലായിരുന്നു. ഇറാഖിലെ പ്രസിദ്ധമായ രാജവംശമായിരുന്നു അക്കാഡിയൻസിൻ്റെ ദേവന്മാർ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ. ഋഗ്വേദത്തിലെ ദേവന്മാരായിരുന്നു ഇറാഖുകാരുടെ ദൈവങ്ങൾ മുഴുവൻ. ഇറാഖ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ തുർക്കിയാണ്. തുർക്കി എന്നൊരു മുസ്ലിം രാഷ്ട്രമാണ്. പക്ഷെ തുർക്കി ഒരു കാലത്ത് ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. തുർക്കിയിലെ പ്രസിദ്ധമായ രാജവംശമായിരുന്നു ഹിറ്റൈറ്റുകൾ. അവരുടെ തലസ്ഥാനമാണ് ഹത്തൂസ. 3500 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പ്രസിദ്ധമായ ഹത്തൂസയിലെ ലിഖിതങ്ങളെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഹത്തൂസയിലെ രാജാവും ഇറാഖിലെ തെക്കെയുള്ള രാജാവും മിട്ടാനികൾ അവർ രണ്ടുകൂടി ചേർന്നൊരു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നു, നിങ്ങളുടെയും ഞങ്ങളുടെയും ദേവന്മാരായ ഇന്ദ്രനെയും മിത്രനെയും വരുണനെയും സാക്ഷി നിർത്തി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ഋഗ്വേദത്തിലെ ദേവന്മാരാണ് തുർക്കിയിലെ രാജാവിൻ്റെ നേതാവ്, ഇറാഖിലെ രാജാവിൻ്റെ ദൈവസങ്കല്പം. തുർക്കിയിൽ നിന്ന് നമ്മൾ തെക്കോട്ട് പോയാൽ ഈജിപ്റ്റാണ്. ഈജിപ്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈജിപ്തിൽ നിന്ന് 24 ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 18 ബുദ്ധമത ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ ദൈവസങ്കല്പങ്ങൾ മുഴുവൻ ഹിന്ദുമത ദൈവസങ്കല്പങ്ങളുടെ പേര് മാറ്റി പ്രയോഗിക്കുകയാണ്. അവരുടെ പ്രസിദ്ധനായ ദൈവങ്ങളുടെ തലവനുണ്ട്. ആ തലവൻ്റെ പേര് ആമൂൻ രാജാവ്. അദ്ദേഹം യാമുൻ നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ആളാണ്. കാർമുകിൽ വർണ്ണനാണ്. ഇത് നിങ്ങളിപ്പോൾ 7 ദിവസമായിട്ട് ഭാഗവത സപ്താഹം കേട്ടിട്ടിരിക്കുകയല്ലേ. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ യമുനാ നദിയുടെ തീരത്ത്, അവരുടെ ആമൂൻ യാമുൻ നദിയുടെ തീരത്ത്. അവരുടെ അമൂൻ കാർമുകിൽ വർണ്ണൻ, നമ്മുടെ കൃഷ്ണൻ കാർമുകിൽ വർണ്ണൻ. വളരെ രസകരമായ പരിണാമങ്ങളാണ്. നമുക്കൊരു ഗരുഡദേവനുണ്ട്. ഈജിപ്തുകാരുടെ ഗരുഡദേവനുണ്ട്, ഹോറസ്, പരുന്തിൻ്റെ തലയുള്ള ഹോറസ് ദേവൻ. നമ്മുടെ ഹനുമാനുണ്ട്. ഹനുമാനെ പോലെ അവർക്ക് ഈജിപ്തിലൊരു ദേവനുണ്ട്, അങ്കുദേവൻ. മങ്കി ഷേപ്പുള്ള ദേവനാണ്. മുതലദേവനുണ്ട്. ഹിന്ദുക്കളുടെ ദൈവസങ്കല്പങ്ങളെല്ലാം ഈജിപ്തുകാരുടെ ദൈവസങ്കല്പം, പേര് മാറും എന്നുള്ളതേ ഉള്ളൂ. ഈജിപ്തുകാരുടെ ഏറ്റവും വലിയ ഒരു വിഗ്രഹം അല്ലെങ്കിൽ മൂർത്തിയാണ് സ്ഫിങ്സ്. 66 അടി പൊക്കമുള്ള സ്ഫിങ്സ്, മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ഒരു വിഗ്രഹം. ഈജിപ്തിന് പുറത്ത് ഈ വിഗ്രഹം കാണുന്നത് സനാതനധർമ്മത്തിന് ശക്തിയുള്ള രാജ്യങ്ങളിലാണ്. അഫ്ഗാനിസ്ഥാനിലാണ് 68 അടി പൊക്കമുള്ള സ്ഫിങ്സ്. അവിടെ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും. അഫ്ഗാനിസ്ഥാൻകാരനെ വിളിച്ച പേര് സിംഹപുരുഷൻ. സിംഹവും പുരുഷനും കൂടെ ചേർന്നുള്ള സംഭവമാണ്.
അത് ഇന്ത്യയിലെത്തുമ്പോഴേക്കും അത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ട ഭാഗവതത്തിലെ പ്രസിദ്ധമായ നരസിംഹമായി മാറുകയാണ്. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള സംഭവം. അപ്പോൾ 66 സ്ഫിങ്സ് അല്ലെങ്കിൽ നരസിംഹ വിഗ്രഹങ്ങളാണ്. അത് ഈജിപ്തിനോട് അടുത്ത സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമാണ്. പക്ഷേ ഇറാനും അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ് പിന്നെ വരുന്നതൊക്കെ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലും. ഈജിപ്തിൽ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും, അത്രയുള്ള വ്യത്യാസം വരുന്നത്. അപ്പം ഇങ്ങനെ ഈജിപ്തിലെ സംസ്കാരം സനാതനധർമ്മത്തിൻ്റെ ഈറ്റിലങ്ങളായിരുന്നു. ഇനി കാശ്മീർ കഴിഞ്ഞ് ഇന്ത്യയിലോട്ട് പ്രവേശിക്കുമ്പോൾ തെക്കനേഷ്യയിലെ 7 രാജ്യങ്ങളും സനാതനധർമ്മത്തിൻ്റെ രാജ്യങ്ങളായിരുന്നു. നമ്മൾ ഹിമാലയം കടന്ന് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൻ്റെ ഒരു 100 കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തെക്കൻ ചൈനയിൽ മാത്രം 4000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. ചൈനയിലെ പ്രസിദ്ധമായ സനാതനധർമ്മത്തിൻ്റെ ഈറ്റിലം ബവോദേയ്, അവിടെ പോയി ക്ഷേത്രം പണിഞ്ഞത് തമിഴ്നാട്ടിലെ 18 സിദ്ധന്മാർ ഒരാളായ ഹോഗർ. അദ്ദേഹമാണ് ചൈനയിൽ പോയി ആ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന്. ഇനി അവിടെ പോയി ഹിന്ദുമത വിശ്വാസങ്ങൾ പ്രഗത്ഭനായ മനുഷ്യൻ മലയാളിയാണ്. ധർമ്മദേവ എന്ന് പറയുന്ന മലയാളിയാണ് ചൈനയിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളുടെയും സ്ഥാപകൻ. ഇനി ഇന്ത്യയിൽ നിന്ന് കിഴക്കോട്ട് പോയാലോ ബർമ്മ ഹിന്ദുമത രാജ്യമായിരുന്നു, മലേഷ്യ ഹിന്ദുമത രാജ്യമായിരുന്നു. അതിനപ്പുറത്ത് എന്നാൽ തായ്ലൻഡാണ്. തായ്ലൻഡ് അന്നും ഹിന്ദുമത ഭൂരിപക്ഷമാണ്, ഇപ്പോഴും ഹിന്ദുമത ഭൂരിപക്ഷമാണ്. രാജാവിൻ്റെ പേര് അതുല്യ തേജസ്, സംസ്കൃത പേരല്ല. തായ്ലൻഡിൻ്റെ പഴയ പേരുകൾ തന്നെ സംസ്കൃത ഭാഷയിൽ നിന്നുണ്ടാകുന്ന പേരുകളാണ്. തായ്ലൻഡ് ശരിയായ പേര് സയാം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. ശ്യാമദേശം, ശ്യാമം എന്ന വാക്കാണ് സയാം എന്ന് പ്രയോഗിക്കുന്നത്. തായ്ലൻഡിന് തൊട്ടപ്പുറത്ത് കംബോഡിയ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലാണ്. കംബോഡിയയിൽ അങ്കോർ വാറ്റ് എന്ന ക്ഷേത്രം 10 ചതുരശ്ര കിലോമീറ്ററാണ് എൻ്റെ വിസ്തൃതി. 5500 ഏക്കറിലാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഒരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഒരു ക്ഷേത്രമില്ല, ഒരു ആരാധനാലയമില്ല. ഞങ്ങളുടെ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയ്ക്ക് 40 ഏക്കറിലൊരു ക്ഷേത്രമാണ്, ഒരു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കാണ്. ബാക്കി ലോകത്തിൽ ഒരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം കാണാൻ ഒക്കെയില്ല. അങ്കോർ വാറ്റിൽ പോയ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയില്ല. നമ്മളൊരു ഹെലികോപ്റ്റർ കയറി മേളിൽ ചെന്നിട്ട് താപ്പോട്ട് നോക്കിയാൽ ഈ 10 ചതുരശ്ര കിലോമീറ്ററുള്ള അങ്കോർ വാട്ട് എന്ന ക്ഷേത്രം കാണാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് രാമായണം, കംപ്ലീറ്റ് മഹാഭാരതം അതിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ. അത് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയ പ്രസിദ്ധരായ രാജാക്കന്മാർ പണിഞ്ഞതാണ്. അങ്കോർ വാറ്റ് പണിഞ്ഞുണ്ടാക്കിയത് നമ്മുടെ വർമ്മൻ രാജാക്കന്മാർ 2 തൊട്ട് 7 വരെ രാജാക്കന്മാർ അങ്കോർ വാറ്റ് പണിഞ്ഞത്. ഇനി കംബോഡിയയിൽ നമ്മളങ്ങോട്ട് ലാവോസിലും വിയറ്റ്നാമിലും കയറി കഴിഞ്ഞാൽ അത് ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. 250 വർഷത്തിന് മുമ്പാണ് വിയറ്റ്കോങ്ങുകൾ വന്ന് വിയറ്റ്നാം പിടിച്ചടക്കുന്നത്. അതിനു മുമ്പ് ബർമ്മ തൊട്ട് അങ്ങോട്ടുള്ള രാജ്യങ്ങൾ പ്രസിദ്ധമായ 3 രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങൾ ഏറ്റവും പ്രസിദ്ധമായ ചമ്പ എന്ന രാജ്യമാണ് വിയറ്റ്നാമും ലാവോസും ഉൾപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ ബർമ്മ ഉൾപ്പെട്ട സ്ഥലം ജയ, അതിനപ്പുറത്തുള്ള മലേഷ്യ ഉൾപ്പെട്ട സ്ഥലം ശ്രീവിജയ. വിയറ്റ്നാമിൽ ചെന്ന് കഴിയുമ്പോൾ അത് ചമ്പ. ഇനി തെക്കോട്ടിറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപ് സമൂഹങ്ങളുടെ പേര് ശൈലേന്ദ്ര രാജാവ്. ശിലയിൽ മുകളിലിരിക്കുന്ന പരമശിവൻ്റെ പേരിലാണ് ഇന്തോനേഷ്യയുടെ പഴയ പേര്. അപ്പോൾ ഇതെല്ലാം ഹിന്ദു രാജ്യങ്ങളായിരുന്നു, ഈ രാജ്യങ്ങൾ മുഴുവൻ. ഇനി നമ്മൾ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ പേരിലാണ് 14 ദ്വീപുകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇനി പസഫിക് വടക്കേ നിന്ന് കഴിഞ്ഞാൽ സൈന്ധവ നദീര സംസ്കാരത്തിൻ്റെ ലിപി ഇന്ത്യക്ക് പുറത്ത് കണ്ടെത്തിയിട്ടുള്ളത് ഏക സ്ഥലം പസഫിക് സമുദ്രത്തിന് വടക്കുള്ള ഈസ്റ്റർ ഐലൻഡാണ്. നമ്മുടെ സൈന്ധവ നദീര സംസ്കാരം സനാതന സംസ്കാരത്തിൻ്റെ ഒറിജിനൽ ഫോം ഇൻഡസ് വാലി തീരത്ത് മാത്രമല്ലായിരുന്നു, ഇന്ത്യ മുഴുവൻ കറങ്ങി, സൗത്ത് ഈസ്റ്റ് ഏഷ്യ കറങ്ങി, പസഫിക് സമുദ്രത്തിൻ്റെ വടക്ക് വരെയാണ് നമ്മുടെ സംസ്കാരം നിലനിന്നത്. ഇൻഡസ് വാലി സ്ക്രിപ്റ്റിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഇന്ത്യക്ക് പുറത്ത് കിട്ടിയിട്ടുള്ളത് ഈസ്റ്റർ ഐലൻഡിൽ നിന്നാണ്. ഇനി പസഫിക് സമുദ്രം തെക്കോട്ടെത്തിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യ എന്ന ദ്വീപസമൂഹമാണ്. ഇന്തോനേഷ്യ അതൊരു കാലത്ത് ഹിന്ദുമത രാഷ്ട്രമായിരുന്നു, ശൈലേന്ദ്ര രാജാവിൻ്റെ രാജ്യമായിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം
എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം ഇന്തോനേഷ്യയിലാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനത്ത് നിന്ന് ഒരു 150 കിലോമീറ്റർ പടിഞ്ഞാറാണ് ബോറോബുദൂർ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റിൽ കൂടെ കയറിയാൽ 1.5 കിലോമീറ്ററാണ് ക്ഷേത്രത്തിൻ്റെ നീളം. 1.5 കിലോമീറ്റർ. ആ ക്ഷേത്രത്തിനകത്തൂടെ നമ്മൾ പോയി 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങളെ ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആ ക്ഷേത്രം ഒരു 450 വർഷത്തിന് മുമ്പ് ബുദ്ധമത ക്ഷേത്രമായിട്ട് മാറി. എന്നാൽ ഇപ്പോഴും രാമായണവും മഹാഭാരതവും ഒക്കെ അതിൻ്റെ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയം. ലോകത്തിൽ ഒരു മതത്തിനുമില്ല, ഹിന്ദു മതത്തിനല്ലാതെ വേറെ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയം ഇല്ല. ഇന്തോനേഷ്യയിലെ ദ്വീപസമൂഹങ്ങളിൽ ഒരു ദ്വീപ് ബാലിദ്വീപാണ്. ബാലിദ്വീപിൽ 95% പേർ ഹിന്ദുക്കളാണ് ഇപ്പോഴും. കാര്യം അവിടെ ഇസ്ലാം മതം പ്രചരിച്ച് കയറിയില്ല. SK പൊറ്റക്കാട് ബാലിദ്വീപിൽ പോയി നടന്ന് ഹൃദയത്തിന് പട്ടണം നടുക്കെത്തിയപ്പം SK പൊറ്റക്കാട് ചോദിക്കുകയാണ്, നടന്ന് ഞാനങ്ങ് കോഴിക്കോട് ചേവായിലെത്തിയൊന്ന് സംശയിച്ചു പോയി. കാര്യം കോഴിക്കോട് പട്ടണം പോലെയാണ് ഈ ബാലിദ്വീപിൻ്റെ പ്രധാന ഭാഗം. അവിടുത്തെ ക്ഷേത്രം മുഴുവൻ പണിഞ്ഞത് കേരളത്തിൽ നിന്ന് പോയ ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനുമാണ്. അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രവും ബാലിദ്വീപിലെ ക്ഷേത്രം കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ബാലിദ്വീപക്കാരനെ കണ്ടാൽ മലയാളിയാണോന്നും സംശയിച്ചു പോയി. അത്ര കൊണ്ട് നമ്മുടെ മിക്സർ അവരുമായിട്ട് ബാലിദ്വീപ്. അവിടുന്ന് നമ്മളങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ നമ്മൾ ഫിജിയിലെത്തിച്ചേരും. ഫിജി ഇപ്പോഴും ഹിന്ദു പുരുഷാണ്. 65% ഹിന്ദുക്കൾ പുരുഷ രാജ്യമാണ് ഫിജി. ഫിജിയിൽ ഒരു രമണക ദ്വീപുണ്ട്. ആ രമണക ദ്വീപിൽ ആളുകൾ പറയുന്നു, ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദി തീർത്ത് ഓടിച്ചാണ്, ഞങ്ങൾ കാളിയന്മാരാണ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഈ ബാലിദ്വീപിലെ ആളുകൾ, നമ്മുടെ ഫിജിയിലെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ, നിങ്ങൾ ഭാഗവത സപ്താഹം യജ്ഞാചാര്യൻ വിവരിക്കുന്നത് കേട്ടിട്ട് കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ? യമുനാ നദിയെ, കാളന്തി നദിയെ വശലിപ്തമാക്കുന്നു കാളിയൻ. ഭഗവാൻ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ നേരത്തെ ചാടി കാളിയനെ ചവിട്ടി ഒരു പരുവാക്കി. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാർ ഓടി വന്നത്, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ 4 കൂടെ ഓടി ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ അച്ഛനെ കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഈ കാളി നിന്ന് വിഷം ഉണ്ടാക്കാൻ പറ്റിയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, കടൽ കടന്ന് രമണക ദ്വീപിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു ഭഗവാൻ പറയുന്നതനുസരിച്ച് കാളിയനും മക്കളും ഭാര്യമാരും കടലിൽ കടന്ന് രമണക ദ്വീപിൽ പോയി താമസിച്ചു എന്ന് ഭാഗവതത്തിൻ്റെ 10ാം സ്കന്ധത്തിൽ നമ്മൾ വായിക്കാണ്. ഇതാ 4000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു രമണക ദ്വീപ്. അവിടുത്തെ ജനങ്ങൾ പറയും, ഞങ്ങൾ കാളിയന്മാരാണ്. അവർ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ ഞങ്ങളെ യമുനാനദി തീർന്ന് ഓടിച്ചാണ്. അപ്പോഴാണ് ഈ അർത്ഥം മനസ്സിലാവുന്നത്. നമ്മുടെ സനാതനധർമ്മം കാളിയൻ എവിടം വരെ ചെന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നപ്പോഴാണ്. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഹിന്ദുമതവും സനാതനധർമ്മം എന്നൊക്കെ കേട്ടാൽ ഇന്ത്യയിലുള്ള എന്തോ ഒരു കുന്തമാണെന്ന് വിചാരിച്ച് ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. 46 രാജ്യങ്ങളിൽ പരന്ന് കടന്ന ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ ഉൾപ്പെട്ട 46 രാജ്യങ്ങളിൽ പരന്ന് കടന്ന 6000 കൊല്ലം പഴക്കമുള്ള ഒന്നാണ് സനാതനധർമ്മവും അതിൻ്റെ ക്ഷേത്രങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തുമ്പോൾ 6000 കൊല്ലം പഴക്കമുള്ള 46 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന വിശാലമായൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടന്ന പ്രതിഷ്ഠ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സനാതനധർമ്മം ഒരു 700 വർഷം മുമ്പ് വിദേശാധിപത്യത്തിൽപ്പെട്ടു. ഒരു 500 കൊല്ലം മുസ്ലിങ്ങൾ, പിന്നീട് 200 കൊല്ലം ക്രിസ്ത്യാനികൾ ഇന്ത്യ ഭരിച്ചു. പക്ഷേ 700 കൊല്ലം കഴിഞ്ഞ് സനാതനധർമ്മം സാടകുടഞ്ഞ് എഴുന്നേറ്റ് 1947 ഇന്ത്യ സ്വതന്ത്രമായി ഹിന്ദുമത ഭൂരിപക്ഷ രാജ്യമായി മാറി. ലോകത്തിൽ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ഒരു സംസ്കാരം വേറൊരു സംസ്കാരത്തിന് കീഴ്പ്പെട്ടാൽ 300 വർഷം കഴിഞ്ഞ് ആ സംസ്കാരത്തിൻ്റെ പൊടി പോലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. സുമേറിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ബാബലോണിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, അസീറിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ഈജിപ്ഷ്യൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ഗ്രീക്ക് സംസ്കാരം രക്ഷപ്പെട്ടില്ല, റോമൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, പേർഷ്യൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, സൈന്ധവ നദീയ സംസ്കാരം രക്ഷപ്പെട്ടില്ല. ലോകത്തിൽ ഒരു സംസ്കാരവും വേറൊരു സംസ്കാരം കീഴടക്കിയാൽ 300 കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ സനാതന സംസ്കാരം ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് 700 വർഷം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു.
ഇന്ന് സനാതന സംസ്കാരം 3.5 കോടി പേരാണ് ഇന്ത്യക്ക് പുറത്തുള്ളവർ. ഇന്ത്യക്ക് അകത്തുള്ളവർ 138 കോടി. ഇന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് തമിഴ്നാട്ടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച പെൺകൊച്ച. ബിഡന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ആള് കമല ഹാരിസ് സനാതനധർമ്മ സംസ്കാരിയാണ്. നമ്മൾ 200 കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരെ ഇപ്പം ബ്രിട്ടീഷുകാരനെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഹിന്ദുവാണ്. വൈകിട്ട് 6 മണിക്ക് വിളക്ക് കത്തിച്ച് രാമരാമ രാമ ഭാഗ്യമ പാടുന്ന ആളാണ്. അദ്ദേഹം അഗ്നിയെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. ഋഷിപോക്ത പരമ്പരയുടെ പേരുള്ള മനുഷ്യനാണ് ഋഷി സുനാക്. ഒരു ഹിന്ദു ഇന്ന് ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രിയാണ്. നമ്മളെ 200 കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരൻ്റെ പ്രധാനമന്ത്രി ഒരു ഹിന്ദുവാണ്. മൊറീഷ്യസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ഹിന്ദുവാണ്. സിംഗപ്പൂർ അവരുടെ പ്രസിഡന്റ്, സിംഗപ്പൂരിനെ സിംഗപ്പൂറാക്കിയ ലീ ക്വാൻ യു ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാജൻ ദേവൻ നായർ. പാറശാലയിൽ നിന്ന് നവറൂരിൽ പോകുന്ന വഴിക്കാണ് ഈ രാജൻ ദേവൻ നായരുടെ വീട്. ആ നായർ അവരുടെ പ്രസിഡന്റായി. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് ആരാണ്? മധുരക്കാരൻ, ഒരു ധർമ്മലിംഗം, ഹിന്ദുവാണ് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ്. ഇന്തോനേഷ്യ ചെന്നാൽ ആരാണ് ഫോറിൻ മിനിസ്റ്റർ? സരസ്വതി, ഒരു ബ്രാഹ്മണ സ്ത്രീ ആണ് ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ. ന്യൂസിലൻഡിൽ പോയാൽ ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആരാണ്? പ്രിയങ്ക നായർ, അങ്കമാലിക്കാരിയായ നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിൻ്റെ പ്രസിഡന്റ്. വേൾഡ് ബാങ്കിൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യക്കാരൻ. വളരെ ശ്രദ്ധേയമായി നമ്മൾ IMFൻ്റെ ചെയർമാൻ ഇന്ത്യക്കാരൻ, ഹിന്ദുവാണ് ചെയർമാൻ. അമേരിക്കയിലെ 100 പ്രസിദ്ധരായ എക്കണോമിസ്റ്റുകൾ എടുത്താൽ 5 പേര് ഹിന്ദുക്കളാണ്. സിലിക്കോൺ വാലി പോയ 40% ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ്, മെജോറിറ്റി ഹിന്ദുക്കളാണ്. നാസയിലെ റോക്കറ്റ് വിക്ഷേപണത്തിൽ പോയാൽ 35% പേര് ഇന്ത്യക്കാരാണ്, 25% ഹിന്ദുക്കളാണ്. അമേരിക്കയുടെ റോക്കറ്റ് വിടുന്നവർ. ഗൂഗിളിൻ്റെ ഇന്റർനാഷണൽ ചെയർമാൻ, ഒരു ദിവസം 1 കോടി രൂപ ശമ്പളമുള്ള മനുഷ്യൻ ഹിന്ദുവാണ്. നമ്മുടെ പാറശാല നാഗർകോവിലിൽ പോകുന്നിടത്താണ് അയാളുടെ വീട്. സുന്ദർ പിച്ച ശൈവാരാധനക്കാരനാണ്. ദിവസവും വീട്ടിൽ ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ആളാണ് ഈ സുന്ദർ പിച്ചൈ. ഇന്ന് 13 രാജ്യങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോ ഒരുമിച്ചോ ഹിന്ദുക്കളാണ് 13 രാജ്യങ്ങളെ. അവിടെയാണ് സനാതനം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രതിഷ്ഠാ ദിനം നടത്തുമ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ 6000 കൊല്ലം പഴക്കമുള്ള 46 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന, ഇപ്പോൾ 13 രാജ്യങ്ങളിൽ പ്രസിഡന്റിന് പ്രധാനമന്ത്രി 2 കൂടി കൊടുക്കുന്നൊരു സംസ്കാരമാണ് സനാതനധർമ്മമെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞത്. രണ്ടാമതായി, ഒരു ക്ഷേത്രം നമ്മൾ കാണുമ്പോൾ ആ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. ക്ഷേത്രങ്ങൾക്ക് 4 ഘട്ടമായിട്ടാണ് ക്ഷേത്രമാവുന്നത്. ആദ്യം അത് കാവായി, പിന്നെ അത് കോവിലായി, പിന്നെ അത് അമ്പലമായി, പിന്നെ അത് ക്ഷേത്രമായി മാറി. ആദ്യം കാവുകളായി. കാവെന്ന് പറഞ്ഞാൽ വൃക്ഷത്തിനോ വനത്തിനോ നാടിനോ പ്രകൃതിക്കോ ഒരു കുഴപ്പവും വരുത്താതെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിച്ചു, എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചു. ആ വനവും ആ കാടും ഒരു ക്ഷേത്രമായിരുന്നു. അതിൻ്റെ പേരാണ് കാവ്. ആ കാവ് പിന്നെ കോവിലായി. ആ പ്രതിഷ്ഠയ്ക്ക് വെയിലും മഴയും നനയാതിരിക്കാൻ, ആ പ്രതിഷ്ഠയെ മൃഗങ്ങളൊക്കെ ആക്രമിക്കാതിരിക്കാൻ. പട്ടിക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും പൊങ്ങിയിരിക്കുന്ന കണ്ടാൽ അപ്പം കയറി മൂത്രമൊഴിച്ചളയും. അതുകൊണ്ട് മൃഗങ്ങളൊന്നും ശല്യം ചെയ്യാതിരിക്കാൻ ആ പ്രതിഷ്ഠയ്ക്ക് മേളിലൊരു മേൽക്കൂര ഉണ്ടാക്കി, വെയിലും മഴയും കൊള്ളാതിരിക്കാൻ, മൃഗങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ ചുറ്റും ഒരു മതിൽ പണിഞ്ഞു. അപ്പോൾ കാവ് കോവിലായി. അടുത്ത സ്റ്റേജിൽ കോവ് അമ്പലമായി. ഈശ്വരൻ മനുഷ്യനെ പോലെ ഒരു വീട്ടിൽ ജീവിക്കുന്ന ആളാണെന്ന് നമ്മൾ സങ്കല്പിച്ചു. അങ്ങനെ ആ ഈശ്വരൻ ഒരു വീടുണ്ടാക്കി, മെയിൻ ഹാളിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. ആ അമ്പലത്തിന് അടുക്കളയുണ്ട്, വരാന്തയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് അതിനു ചുറ്റൊരു മതിൽ പണിഞ്ഞു. എന്നിട്ട് ആ അമ്പലത്തിൻ്റെ വസ്തുക്കൾ ആരും കയ്യേറാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ വസ്തുവിന് ചുറ്റൊരു മതിൽ പണിഞ്ഞു. അപ്പോൾ കോവിൽ അമ്പലമായി. ഒരു 1500 കൊല്ലത്തിന് മുമ്പ് അമ്പലം ക്ഷേത്രമായി മാറി. മധുരൈ മീനാക്ഷി ക്ഷേത്രവും
തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ വരുന്നത് 1500 കൊല്ലം മുതലാണ്. ക്ഷേത്രം വരുമ്പോൾ അതിനൊരു ഗർഭഗൃഹം ഉണ്ടാവണം, അതിനൊരു ഗോപുരം ഉണ്ടാവണം, അതിനൊരു കൊടിമരം ഉണ്ടാവണം, അതിനൊരു കൊടി ഉണ്ടാവണം, അവിടെ ഒരു ബലിത്തറ ഉണ്ടാവണം, അവിടെ ഒരു 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 ഉപദേവതമാരുണ്ടാവും. ഒരു വിഗ്രഹം മാത്രമല്ല, ദേവനും ദേവതമാർ 9 ഉപദേവതമാർ, 7-9 ഉപദേവതമാർ എല്ലാം കൂടെ ചേർന്ന് ക്ഷേത്ര സമുച്ചയം. അങ്ങനെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ക്ഷേത്രം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രസിദ്ധമായ പല ക്ഷേത്രം ചെന്നാൽ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം ചെന്നാൽ അവിടുണ്ട് കാവ്, അവിടുണ്ട് കോവിൽ, അതിനകത്തുണ്ട് അമ്പലം, അതിനകത്ത് ക്ഷേത്രവും. പ്രസിദ്ധമായ ക്ഷേത്രങ്ങളൊക്കെ ഈ 4 ഘട്ടവും കാണാൻ പറ്റും. അപ്പോൾ കാവ് എങ്ങനെ കോവിലായെന്നും കോവിലെങ്ങനെ അമ്പലമായെന്നും അമ്പലം എങ്ങനെ ക്ഷേത്രമായെന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മനസ്സിലായി വേണം. ഓരോ ക്ഷേത്രത്തിനും അതിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകളില്ല. നിങ്ങളുടെ ഈ നിലമ്പൂർ ക്ഷേത്രത്തെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഉദാഹരണത്തിന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ഞാനൊക്കെ കളിച്ച് വളർന്ന വീടിനടുത്ത് ആ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലായിക്കോണം. പത്മനാഭസ്വാമി ക്ഷേത്രം വിഷുവിൻ്റെ അന്ന് രാവിലെ ഉത്തരത്തിൽ നിന്ന് ഒരു സൂര്യകിരണം നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ അനന്തശയനിക്കുന്ന പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് വലത്തെ തള്ളവിലൊന്ന് മുട്ടി നിൽക്കും 1 മണിക്കൂർ. എന്താണ് സങ്കല്പം? സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങുന്നു. പകൽ നമ്മൾ നോക്കിയാൽ ദ്വാരം കാണുമോ? ഇല്ല. മഴ പെയ്തതിനകത്തൊരു വെള്ളം വരുമോ? ഇല്ല. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ ശാസ്ത്രം, അസ്ട്രോണമി അത്രമാത്രം വളർന്നിരുന്നു. അവർക്ക് കറക്റ്റ് വിഷുവിൻ്റെ രാവിലെ സൂര്യൻ എവിടെ നിൽക്കും, ആ സൂര്യരശ്മി അകത്ത് കയറി കറക്റ്റ് പത്മനാഭസ്വാമിയുടെ വലത്തെ തലവുള്ള മുട്ടത്തക്കവണ്ണം അവർ അറേഞ്ച് ചെയ്ത് വെച്ചു. വിഷുവിൻ്റെ രാവിലെ 1000 കണക്കിന് ആളുകളെത്തും. BBC വേൾഡ് സർവീസ്, വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് എത്തും. എന്തിനാണെന്നറിയാമോ? ഈ ഫിനോമിനൻ കാണിക്കാൻ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഹിന്ദു ആയിരിക്കണം. വിദേശത്തുള്ള സാഹിബ്മാരെല്ലാം നേരെ RSS ഓഫീസിൽ പോയി 2500-3000 രൂപയുടെ ശുദ്ധി കലശം ചെയ്ത് ഹിന്ദുവായി അവൻ ക്ഷേത്രത്തിൽ കയറി ഇത് ഫോട്ടോ എടുക്കും. തിരിച്ചാൻ അമേരിക്ക ചെന്ന് വീണ്ടും ക്രിസ്ത്യാനിയോ അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവൻ ഹിന്ദു ആവുകയാണ്, ഈ വിഷുവിൻ്റെ ഫിനോമിനൻ ഉണ്ടാക്കാൻ വേണ്ടി. ഏതായാലും മലയാളി അവിടെ കാണുമോ? ഇത് കാണാൻ മലയാളിക്ക് അത്രയും പോരാ. അപ്പോൾ 1000 കൊല്ലത്തിന് മുമ്പ് വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ പത്മനാഭസ്വാമി വണങ്ങുന്നു ആ ക്ഷേത്രത്തിൽ. അതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, സമ്മർ ഇക്വിനോക്സിനും വിൻ്റർ ഇക്വിനോക്സിനും ജൂൺ 21-നും ഡിസംബർ 22-നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 7 നിലയുള്ള ഗോപുരമാണ്. അതിൻ്റെ മുകളിൽ 7 സ്വർണ്ണ താഴിക്കുടം വെച്ചിരിക്കുകയാണ്. 7 സ്വർണ്ണ താഴിക്കുടം. വലിഞ്ഞു കയറിയത് മോഷ്ടിക്കാൻ പോയാൽ തെന്നിയടിച്ച് അപ്പോഴെ താഴെ വീഴും. അത് മോഷ്ടിക്കാൻ ശ്രമിച്ച് 2 എണ്ണവും പോലീസ് ചരിത്രത്തിൽ താഴെ വീണ് ചത്തിട്ടുണ്ട്. എന്തോ തെന്നാനുള്ള എന്തോ പശ വെച്ചിട്ട് പറ്റിയിരിക്കുക, എനിക്ക് അറിഞ്ഞത് എന്തോ സംഭവം. പക്ഷേ ജൂൺ 21-നും ഡിസംബർ 21-നും രാവിലെ 7:30 മണിയാവുമ്പോൾ ഈ ഗോപുരത്തിന് നേരെ നടുക്ക് ചതുരത്തിൽ ദ്വാരമാണ്. രാവിലെ 7:30 മണിയാവുമ്പോൾ സൂര്യഭഗവാൻ വന്ന് ആദ്യത്തെ ചതുരം നിറയും. 9 മണിയാകുമ്പോൾ 2-ാം ചതുരം നിറയും. 10:30 മണിയാകുമ്പോൾ 3-ാം ചതുരം നിറയും. അങ്ങനെ 7 ചതുരങ്ങളും സൂര്യഭഗവാൻ അനുക്രമമായി നിറഞ്ഞ് സൂര്യഭഗവാൻ അങ്ങ് യാത്രയാവും. ഞാനിത് കേട്ടിട്ട് വിശ്വസിച്ചില്ല. ഇങ്ങനെ സാധ്യമാണ്. എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ കിഴക്കോട്ടെ SIയോട് പറഞ്ഞിട്ടോ എനിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 7 മണിയായപ്പോൾ ചെന്നു. അപ്പോൾ SI എനിക്കൊരു കസേരയൊക്കെ കൊണ്ടുവന്നിട്ട്, കാര്യം 7 മണിക്കൂർ നിൽക്കണ്ട, എന്നിട്ട് എനിക്ക് വെയിലടിക്കാതിരിക്കാൻ മേളിലൊരു കൊട അവൻ ഫിറ്റ് ചെയ്ത് തന്നു. ഞാൻ അവിടെ നിന്ന് രാവിലെ ഇട്ട് നോക്കി. എന്തൊരു അത്ഭുതമാണ്. രാവിലെ 7:30 മണിയാകുമ്പോൾ ആദ്യത്തെ ചതുരം നിറയുന്നു, 1.5 മണിക്കൂർ കഴിയുമ്പോൾ 2-ാം ചതുരം നിറയും, പിന്നെ 1.5 മണിക്കൂർ 3-ാം ചതുരം നിറയും. അങ്ങനെ 7 ചതുരം അനുക്രമമായി നിറഞ്ഞ് സൂര്യൻ ഡിസപ്പിയർ ചെയ്യാണ്. 1000 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ രാജാവും നമ്മുടെ തന്ത്രിയും നമ്മുടെ വിശ്വകർമ്മചര്യം കൂടി ഒപ്പിച്ചിരിക്കുന്ന അത്ഭുതം. ഒരു വർഷം 365 ദിവസമാണെന്ന് സായിപ്പിന് മനസ്സിലായത് 1584 AD ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ്, 1584. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് പണിഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര
അതിൻ്റെ ഭാരം പ്ലേസ് ചെയ്തിരിക്കുന്നത് 365 തൂണ് കഴിഞ്ഞ് അടുത്ത തൂൺ 4-1 പൊക്കേ ഉള്ളൂ. ജനുവരി 1 സൂര്യൻ നിൽക്കുന്നത് ആദ്യത്തെ തൂൺ, ജനുവരി 2 നിൽക്കുന്നത് രണ്ടാമത്തെ തൂൺ, ജനുവരി 3 നിൽക്കുന്നത് മൂന്നാമത്തെ തൂൺ. 365 തൂണിലാണ് പത്മനാഭ സ്വാമിക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ വെയിറ്റ് വെച്ചിരിക്കുന്നത്. 1000 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ തന്ത്രിക്കും നമ്മുടെ രാജാവിന് അറിയാമായിരുന്നു ഒരു സൗരവർഷം 365 ദിവസമാണ്. സായിപ്പിനത് മനസ്സിലായത് 1584 പരിപാടി. പത്മനാഭ സ്വാമിയെ തൊഴാൻ കയറിയാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം. അത് കഴിഞ്ഞ് പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കണം, സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കണം. തറയിൽ മുട്ടിച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖത്ത് കടൽ തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും. ഭക്തന്റെ ചെവി. കാരണം ആണ്ടിൽ 2 തവണയാണ് പത്മനാഭ സ്വാമിയെ ശംഖുമുഖത്ത് ആറാട്ടിന് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഉപ്പുവെള്ളത്തിൽ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും. അന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയില്ല. കാരണം വിമാനത്താവളത്തിന്റെ ടാർമാക്കിലൂടെയാണ് ഈ പത്മനാഭ സ്വാമി എഴുന്നള്ളിച്ച് ശംഖുമുഖത്ത് കൊണ്ടുവന്നത്. ഭക്തൻ അനന്തശയനത്തിൽ കിടക്കുന്ന പത്മനാഭ സ്വാമി മുമ്പിൽ ചെന്നിട്ട് സാഷ്ടാംഗം ചെയ്ത് ചെവി തറയെ മുട്ടിക്കുമ്പം 5 കിലോമീറ്റർ അപ്പുറത്ത് പത്മനാഭ സ്വാമിയെ കുളിപ്പിക്കുന്ന ആ ശംഖുവും കടപ്പുറത്ത് തിരമാലയുടെ ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും. സാഹിബിനെ കൊണ്ട് പറ്റും 5 കിലോമീറ്റർ ഭൂമി കാട്ടിക്കൂടെ ശബ്ദം കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ 1000 വർഷം മുമ്പ് നമ്മുടെ രാജാവും തന്ത്രിയും ആശാരി ഭഗവാനെ കുളിപ്പിക്കുന്ന ആറാട്ടിലെ ആ ശംഖുവും കടപ്പുറത്ത് തിരമാലടിക്കുന്ന ശബ്ദം ഭക്തന് ചെവി വരും. സാഷ്ടാംഗം ചെയ്യും. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളാണ് കുത്തിവെച്ചത്. 2000 യക്ഷികൾ. പക്ഷെ ഒന്നാമത്തെ യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ യക്ഷി, രണ്ടാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് മൂന്നാമത്തെ യക്ഷി, മൂന്നാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് നാലാമത്തെ യക്ഷി. ഒരു യക്ഷിയുടെ മൂക്കിന് നീളം കൊള്ളായിരിക്കും, മറ്റേ യക്ഷിയുടെ ചെവി വലുതായിരിക്കും, അടുത്ത യക്ഷിയുടെ കമ്മൽ വ്യത്യസ്തമാണ്. ഒരു യക്ഷിയുടെ കൈക്ക് വണ്ണം കൂടുതലായിരിക്കും, വലത്തെ കൈക്ക്, മറ്റേ യക്ഷിയുടെ ഇടത്തെ കാലിന് വണ്ണം കൂടുതലായിരിക്കും. 2000 യക്ഷി, 2000 ഡിഫറന്റ് യക്ഷികളാണ്. ഞാൻ ഉദാഹരണത്തിന് പത്മനാഭ സ്വാമിയുടെ അടുത്താണ് 6 പ്രത്യേകത മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെ എത്രയോ പ്രത്യേകത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് ഗംഭീരമായ സങ്കല്പത്തിലാണ്. എനിക്ക് ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനി, എനിക്ക് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ഞാൻ കോട്ടയം SP ആയിരുന്നു. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവം. 7:30 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. എല്ലാവർക്കും ഉത്സവം കാണാൻ. ഞങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല 2-3 ദിവസം. കാരണം ഈ 7:30 പൊന്നാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പം 750 പവനാണ്. 750 പവൻ 4 കോടി രൂപയുടെ സാധനമാണ്. വല്ല ഇന്റർനാഷണൽ ടെററിസ്റ്റോ കൊള്ളക്കാരോ വന്ന് വെടിയും വെച്ചിട്ട് പൊന്നാന അടിച്ചോട്ട് പോയാൽ പറ്റുമോ? 50 പോലീസുകാർക്ക് പിസ്റ്റള കൊടുക്കും. എന്നിട്ട് റിട്ടേൺ ഉത്തരവ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. If anybody attempt to take away പൊന്നാന, shoot him dead on the spot. വേറെ ഉത്തരവൊന്നും വേണ്ട, അവനെ അങ്ങ് വെടിവെച്ച് കൊന്നേക്കാൻ റിട്ടേൺ ഉത്തരവ് കൊടുത്തിരിക്കുക. ഉത്തരവാദിത്തം എനിക്കാ. ഇപ്പൊ പൊന്നാനെ എഴുന്നള്ളിക്കുമ്പോണെങ്കിൽ SP പോയി അവിടെ നിൽക്കണം. ഞാൻ പിസ്റ്റലിനകത്ത് ഉണ്ടയൊക്കെ നിറച്ച് ഉടുപ്പിനകത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ ഈ പൂജാരി എൻ്റെ അടുത്ത് വന്നു, സാറേ, ഒന്നാമത്തെ പൊന്നാനേന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ പൊന്നാന, രണ്ടാമത്തെ പൊന്നാനേന് വ്യത്യസ്തമാണ് മൂന്നാമത്തെ പൊന്നാന, മൂന്നാമത്തെ വ്യത്യസ്തമാണ് നാലാമത്തെ പൊന്നാന. 7:30 പൊന്നാന 8 ഡിഫറെന്റ് ആനകളാണ് സാറേ എന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ഞാൻ വിചാരിച്ചു ഒരേ ആനയുടെ കോപ്പിയാണ് 7 ഈ പൂജാരി പറഞ്ഞത് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 8 ആന 8 ഡിഫറെന്റ് ആനയാണ്. കണ്ടാ ഒരുപോലെ ഇരിക്കും. 8 ഡിഫറെന്റ് ആന. അതിൻ്റെ ആ ശില്പി കാണിച്ചിരിക്കുന്ന പണി 750 പവൻ അവനെ കൊത്തി ഉണ്ടാക്കുന്ന പണി ഗംഭീരം. കേരളത്തിലെ ഏറ്റവും ഭയങ്കര കള്ളന്മാർ 3 എണ്ണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കയറി പൊന്നാനെ അടിച്ചുകൊണ്ടാൻ ശ്രമിച്ചു, സ്റ്റീഫൻ ഉൾപ്പെടെ. പക്ഷെ ഒറ്റ ഒരുത്തനും ഈ പൊന്നാന ഇരിക്കുന്ന ആറെ തുറക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ അമ്പലത് എന്താടാ കളി. അപ്പൊ ഈ പൊന്നാനെ എടുക്കാൻ വേണ്ടി ഞാൻ ചെന്ന് അവിടെ നിൽക്കണം. അവിടെ നിൽക്കുമ്പോൾ 7 ഡിഫറെന്റ് താക്കോലാണ്. ആദ്യം മെയിൻ പൂജാരി കറക്കം, പിന്നെ രണ്ടാമത്തെ പൂജാരി കറക്കം,
പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കാം, പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കറക്കാം, പിന്നെ ദേവസ്വം ബോർഡ് ട്രഷറർ കറക്കാം. ഇങ്ങനെ 7 പേര് അനുക്രമമായി താക്കോലിട്ട് കറക്കെങ്കിലേ അറ തുറക്കും. രണ്ടാമത്തവൻ കറക്കിയിട്ട് നാലാമത്തവൻ കറക്കിയ അറ തുറക്കുകയാണ്. ഈ 7 പേര് ഈ താക്കോൽ 7 ഇടത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കള്ളനും 7 ഇടത്ത് ഈ താക്കോൽ മോഷിച്ചുകൊണ്ട് അനുക്രമമായി തുറക്കാൻ പറ്റിയ. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരു കള്ളനും 7 പൊന്നാനി എടുക്കാൻ പറ്റാത്തത്. ഞാൻ കോട്ടയം SP ആയിട്ട് മാത്രം ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത്. ലോകത്തിലെ ഓരോ ക്ഷേത്രവും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മനസ്സിലായിക്കോളാം. ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്, ഗ്രേറ്റ് ടെമ്പിൾസ് ഓഫ് കേരള. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 108 ക്ഷേത്രങ്ങൾ, ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണ്? 800 പേജുള്ള ഉഗ്ഗുന്നൊരു പുസ്തകമാണ്. യുണീക്ക് ഇന്ത്യ വോളിയം 2, ഇന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ആചാരങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഉഗ്രം ബുക്ക്. CS മേനോൻ എഴുതിയ പ്രസിദ്ധമായ പുസ്തകം ഹിസ്റ്ററി ഓഫ് സനാതനധർമ്മ. അതിനകത്തൊരു അധ്യായം മുഴുവൻ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെ പറ്റിയാണ്. തിരുവിതാംകൂർ രാജകുമാര അശ്വതിനാഥ് തമ്പ്രാട്ടി തുളസി കാൽ എന്നൊരു പുസ്തകം എഴുതി. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 21 ക്ഷേത്രങ്ങളുടെ പ്രത്യേകത. ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചൊരു ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയുള്ള എല്ലാ പുസ്തകം ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ക്ഷേത്രവും എന്തൊരു അത്ഭുതമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് പ്രത്യേകതയില്ലേ, അത്ഭുതമാണത്, മനസ്സിലാക്കണത്. അപ്പോൾ നിങ്ങളുടെ ക്ഷേത്രത്തിലെ പ്രത്യേകത നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ഓരോ ക്ഷേത്രത്തിലും പ്രത്യേകത, ആ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്, അപാരമായ മഹത്വം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ക്ഷേത്രത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കണം. മൂന്നാമതായി, ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിന് പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ ഈശ്വര സങ്കല്പത്തിന് അതിൻ്റെ മഹത്വമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ. മുസ്ലിങ്ങൾക്കൊരു ഈശ്വര സങ്കല്പമുണ്ട്, അതിൻ്റെ മഹത്വമുണ്ട്. മുസ്ലിം വിശ്വസിക്കുന്ന ഈശ്വരൻ അതിൻ്റെ മഹത്വമുണ്ട്. ഒരു മതം വേറൊരു മതത്തെ കളിയാക്കാൻ പോകല്ല. അപ്പോൾ ഒരു ഹിന്ദു വിശ്വാസി നിലമ്പൂർ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരികയാണ്. ആ വിശ്വാസിക്ക് അവൻ വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഞാൻ ചിലത് മാത്രം പറയാം. ഞങ്ങളുടെയൊക്കെ ഈശ്വര സങ്കല്പം വരുന്നത് 3300 വർഷത്തിന് മുമ്പ് മോശ സീനായി മരുഭൂമിയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് മലമുകളിൽ ചെന്നപ്പോൾ ഒരു മരം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നു, ചാമ്പലുണ്ടാവുന്നില്ല. മോശയ്ക്ക് മനസ്സിലായി ഈ അഗ്നിക്ക് എന്തോ പ്രത്യേകത ഉണ്ട്, ഈശ്വര സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. അഗ്നിയോട് ദൈവം മോശ സംസാരിച്ചു. ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിദേവനായിട്ടാണ്. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിദേവനായിട്ടാണ്. അഗ്നിദേവനോട് ഇദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ് മോശ ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേരെന്താ? ഞങ്ങളുടെ ദൈവം ദേഷ്യപ്പെട്ടു. നീ എൻ്റെ പേര് ചോദിക്കുന്നടാ. ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നു, എൻ്റെ പേരെന്ന് ചോദിച്ചേക്കാൻ പാടില്ല. യഹൂദന് ആണ്ടിൽ ഒരു ദിവസം പെസഹ ഇടന്നെ ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റും, യാവേ എന്ന് പേര് പറയാൻ പറ്റും. വേറെ 364 ദിവസം ദൈവത്തിൻ്റെ പേരൊന്നും പറയാൻ പറ്റിയ. ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനൊക്കെ ഒരു ദൈവമുണ്ട്, അത്രേ ഉള്ളൂ. ഹിന്ദുക്കൊക്കെ പരമശിവന്റെ ക്ഷേത്രത്തിൽ പോയി നിലമ്പൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് നിന്ന്, മഹാദേവ എന്താ അങ്ങയുടെ പേര് എന്ന് ചോദിച്ചാൽ ശിവ സഹസ്രനാമ സ്തോത്രം. പരമശിവന്റെ 1000 പേര് ഒരൊറ്റ വരവാണ്. പരമശിവൻ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷന്റെ വായി എന്നാണ് ഈ ശിവസഹസ്രനാമം വരുന്നത്. 1000 പേര്. ത്രീസാംഗ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം അങ്ങോട്ട് തുടങ്ങിയ 1000 പേരാ. ഇനി ഒരു ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്രത്തിലോട്ട് പോയി, ഭഗവാനെ എന്താ പേര്? വിഷ്ണു സഹസ്രനാമ സ്തോത്രം. കഴിഞ്ഞ 7 ദിവസം ഭാഗവത സപ്താഹം നടക്കുമ്പോൾ യജ്ഞാചാരം എന്നൊക്കെ പറഞ്ഞു വന്നു വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ശരശൈ കിടക്കുകയായിരുന്നു ഭീഷ്മൻ. അദ്ദേഹത്തിന് ഉത്തരായനകാലത്തെ മരിക്കാൻ പറ്റും. ഉത്തരായനകാലം തുടങ്ങാൻ പോവാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ ഭഗവാൻ വന്നു ഭീഷ്മരുടെ അടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി. ഭഗവാനെ കണ്ടുടനെ ഭീഷ്മർ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാന്റെ 1000 പേര് ഒരൊറ്റ
ഒരൊറ്റ വരവാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഇനിയൊരു ദേവീക്ഷേത്രത്തിൽ പോയി, ഭഗവതിയെ എന്താ പേരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വരവാണ് ലളിത സഹസ്രനാമ സ്തോത്രം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 7-ാം അധ്യായത്തിൽ ഭഗവതിയുടെ 1000 പേർ ഒരൊറ്റ വരവാണ്. ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, ഹനുമാൻ സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്. 10 ദൈവങ്ങൾക്ക് 1000 പേര് വെച്ച്. ലോകത്തിൽ ഏതെങ്കിലും മതത്തിനുണ്ടോ? ലോകത്തിലെ എല്ലാ മതത്തിനും 1 പേര് അല്ല 2 പേരേ ഉള്ളൂ. ഹിന്ദു മതത്തിന് 33 കോടി ദേവന്മാര്, അതിൽ 10 ദൈവങ്ങൾക്ക് 1000 പേർ ഒരൊറ്റ വരവാണ്. അപ്പൊ ഈ സഹസ്രനാമം ഒരു ഭക്തന് നമ്മുടെ നിലമ്പൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വന്നിട്ട് ശിവസഹസ്രനാമം ഇങ്ങനെ ചൊല്ലുകയാണ്, മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുകയാണ്. അപ്പൊ ഈ സഹസ്രനാമം ചൊല്ലിയാൽ എന്താണ് ഗുണം? സഹസ്രനാമം ചൊല്ലിയാലുള്ള ആദ്യത്തെ ഗുണം, ആ ഭക്തൻ ഭാഷ പഠിക്കാൻ അപാര കഴിവുള്ള വ്യക്തിയായിരിക്കും. കൊച്ചുകുട്ടി 10 വയസ്സിൽ ശിവസഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ സംസ്കൃത സാഹിത്യത്തിന്റെ അപാരമായ കഴിവുകളെടുത്ത് പ്രയോഗിച്ചിട്ടാണ് ഈ സഹസ്രനാമം എഴുതിയിരിക്കുന്നത്. 10 സഹസ്രനാമത്തിൽ 9 എഴുതി വേദവ്യാസനാണ് സങ്കല്പം. അയ്യപ്പ സഹസ്രനാമം മാത്രം ഭഗവന്റെ വേദവ്യാസനല്ല. കാര്യം വേദവ്യാസൻ അയ്യപ്പൻ എന്നൊരു പേര് കേട്ടിട്ടില്ല. ബാക്കി 9 എണ്ണം വേദവ്യാസൻ എഴുതാണ് സങ്കല്പം. അപ്പൊ സഹസ്രനാമം ചൊല്ലുന്ന കുട്ടിക്ക് ആ സംസ്കൃത സാഹിത്യത്തിലൂടെ കിട്ടുന്ന അറിവ്, അവൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ പോയാലും തമിഴ് സാഹിത്യം പഠിക്കാൻ പോയാലും അവൻ ഫസ്റ്റ് ട്രാക്ക് ആയിരിക്കും. ഈ സാഹിത്യത്തിന്റെ കഴിവ്. രണ്ടാമത് സംഭവിക്കും, വ്യാകരണം പഠിക്കാൻ ആ കുട്ടി അപാര കഴിവുള്ള കുട്ടിയായിരിക്കും. 2700 വർഷത്തിന് മുമ്പ് പാണിനി അഷ്ടാധ്യായി എന്ന പ്രസിദ്ധമായ സംസ്കൃത വ്യാകരണം എഴുതി. അഷ്ടാധ്യായി. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ ഒരു 75 കിലോമീറ്റർ മടക്ക് അംഫി മലനിരകളിലായിരുന്നു തക്ഷശില യൂണിവേഴ്സിറ്റി. ആ തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു പാണിനി. അദ്ദേഹം 8 അധ്യായങ്ങളിലായി ഉഗ്രനൊരു വ്യാകരണം എഴുതി വെച്ചു. ഒരു 100 വർഷത്തിന് മുമ്പ് ചോംസ്കി ആൻഡ് ബ്ലൂംഫീൽഡ് അവരുടെ ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചു. അവന്മാര് ഞങ്ങളാണ് ഗ്രാമറിന്റെ തലത്തൊട്ടപ്പന്മാരെന്ന് അഹങ്കരിച്ച് നടക്കുക. അപ്പോഴാണ് ലണ്ടനിൽ വെച്ച് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് അരങ്ങേറുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോയ സംസ്കൃത പണ്ഡിതൻ ഏഷ്യാറ്റിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്ത പാണിനി അഷ്ടാധ്യായിയുടെ 2 ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 2 കോപ്പി കൊണ്ടുപോയി. ഒരെണ്ണം ചോംസ്കി കൊണ്ട് കൊടുത്തു, ഒരെണ്ണം ബ്ലൂംഫീൽഡിനും കൊടുത്തു. അമ്മ 2 ദിവസം ഇരുന്ന് വായിച്ചു. 3-ാം ദിവസം ഉദ്ഘാടന ദിവസമാണ്. ചോംസ്കി ഒന്ന് പ്രസംഗം തുടങ്ങുകയാണ്. പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോനുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. മനുഷ്യന് എത്ര ബുദ്ധി ഉണ്ടാവാം ഈ ഭൂമിയിൽ എന്നറിയണമെങ്കിൽ ഈ പാണിനിയുടെ അഷ്ടാധ്യായി വായിച്ചാൽ മതി. ഗ്രാമറിന്റെ തലത്തട്ടപ്പനായ ബ്ലൂംഫീൽഡ് മൈക്ക് പ്രസംഗിക്കാൻ വന്നു. ബ്ലൂംഫീൽഡ് പറഞ്ഞു, വാട്ട് എവർ വി ഇൻവെന്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദിസ് ഗ്രേറ്റ് വർക്ക്. ഞങ്ങൾ കണ്ടുപിടിച്ച ഗ്രാമറൊക്കെ ഈ പാണിനി അഷ്ടാധ്യായിയുടെ പേജിനടിയിലുള്ള അടിക്കുറിപ്പ് മാത്രമേ ഉള്ളേ. ബ്ലൂംഫീൽഡ് സില്ലിട്ട് പോയി. ഈ അഷ്ടാധ്യായം ഉപയോഗിച്ചിട്ടാണ് സഹസ്രനാമം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് ഭാഷയുടെ വ്യാകരണവും അതിഗംഭീരമായിട്ട് മനസ്സിലാവും. മൂന്നാമത് സംഭവിക്കും, മൂന്നാമത് ഓർമ്മശക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ കുട്ടിക്കൊരു ഡോക്ടറാവണം. കുട്ടി നീറ്റ് പരീക്ഷ കയറിയിരിക്കും. 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. 1 മിനിറ്റ്. ചോദ്യം വായിക്കാൻ 35 സെക്കൻഡ് പോകും. ആ OMR ഷീറ്റ് കറപ്പിക്കാൻ 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. ആ 15 സെക്കൻഡ് കൊണ്ട് ഉത്തരം തലച്ചോളം ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഭൂമി ഡോക്ടറാവില്ല. IIT പഠിക്കാൻ പോകണം, JEE പരീക്ഷ 15 സെക്കൻഡ് കിട്ടത്തുള്ളൂ. എൻ്റെ കൂടെ IAS പരീക്ഷയ്ക്ക് പോകണം. IAS പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം. അവിടെ 15 സെക്കൻഡ് കിട്ടുള്ളൂ ചിന്തിക്കാൻ. അപ്പോൾ 15 സെക്കൻഡ് കൊണ്ട് ഒരു ഉത്തരം ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒന്നും ഈ ഭൂമി ആവാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കുട്ടി സഹസ്രനാമം ചൊല്ലി പഠിച്ച 1000 പേര് ഇങ്ങനെ തുടർച്ചയായി ഓർത്തിരിക്കുന്ന ഓർമ്മശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കുട്ടി ഡോക്ടർ അല്ല, എഞ്ചിനീയർ അല്ല, IAS അല്ല, ഏത് പരീക്ഷ പാസ്സാവും.
സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന ഒരു കുട്ടിക്ക്. ലോകത്തിൽ ഏതെങ്കിലും വേറെ മതത്തിലുണ്ടോ ഇങ്ങനൊരു ആരാധന? ഇല്ല, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി നാലാമതായി, ഈ സഹസ്രനാമം ചൊല്ലണമെങ്കിൽ നമ്മുടെ ശബ്ദ പേടകം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കണം. ഓരോ പാരഗ്രാഫ് അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് തുറന്ന് ഓം, എന്നെക്കൊണ്ടൊന്നും ഓംകാരം പറയാൻ ഒക്കത്തില്ല, ഓംകാര മന്ത്രം. ലോകത്തിലെ മറ്റ് ഭാഷകളിൽ വാക്കുണ്ട്, 2 or 3 സ്വരങ്ങൾ വൗവൽ ചേർത്ത വാക്കുണ്ട്. പക്ഷേ ഓംകാര മന്ത്രം ചൊല്ലണമെങ്കിൽ അ അ ഇ ഇ ഉ ഉ തൊട്ട് അം വരെയുള്ള 16 സ്വരവും ചേർത്ത് ഭൂമിയിൽ 7462 ഭാഷകളിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഓംകാര മന്ത്രം. അതങ്ങോട്ട് ചൊല്ലി സഹസ്രനാമം ചൊല്ലുന്ന കുട്ടിയുടെ വോക്കൽ കോഡ്സിന്റെ എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടും. ആ കുട്ടിക്ക് ശബ്ദസ്ഫുടത ഉണ്ടാവും, ഏത് ഭാഷ പറഞ്ഞാലും ഉച്ചാരണം കറക്റ്റ് ആയിരിക്കും. ആ കുട്ടിക്ക് ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും, മൈക്ക് കിട്ടിയ ആ കുട്ടി ആടിച്ച് പുറത്ത് പ്രസംഗിക്കും. ആ കുട്ടിക്ക് ശബ്ദ മധുരമയുണ്ടാവും. കുട്ടി കർണാടക സംഗീതം പാടിയാൽ ഗംഭീരമായിരിക്കും അത് പാട്ട്. അവൻ ഹിന്ദുസ്ഥാനി സംഗീതം പാടിയാൽ ഗംഭീരമായിരിക്കും. അവൻ പാശ്ചാത്യ സംസ്കാരം പഠിക്കാൻ പോയി ഡോം റെമി ഫസ ലാത്തോദ പാടണമെങ്കിൽ ആ കുട്ടിക്ക് ഗംഭീര പാട്ടാണ്. കാരണം ഈ സഹസ്രനാമം ചൊല്ലുന്ന പഠിക്കുന്ന കുട്ടിയുടെ എല്ലാ ടെൻഡൻസിനും എക്സസൈസ് കിട്ടി. അതുകൊണ്ടാണ് ശബ്ദസ്ഫുടതയും ഗാംഭീര്യവും മാധുര്യവും ഒക്കെ ഉണ്ടാകുന്നത്. 5ാമത് സംഭവിക്കുന്നത്, 5ാമത്, ലോകത്തിൽ വലിയ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ അവൻ തലച്ചോറിനൊരു കഴിവ് വേണം. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ, ഒന്നിനെയും ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റിയിരിക്കുക. ഒരാൾ ഡോക്ടറായി, ഒരു പേഷ്യൻ്റ് വന്ന്, ഡോക്ടറെ എനിക്കൊരു തലവേദന. ഡോക്ടറുടെ തലച്ചോറ് വർക്ക് ചെയ്യും, ഏതൊക്കെ രോഗത്തിനാണ് തലവേദന സിംറ്റം, ഏതൊക്കെ രോഗത്തിനാണ് ഈ മനുഷ്യൻ്റെ രോഗം എന്തായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ രോഗി വന്ന് ഡോക്ടറോട് പറയും, ഡോക്ടറെ എനിക്ക് ഡയബറ്റീസ് ഉണ്ട് കേട്ടോ. ഡോക്ടറെ തലച്ചോറ് എപ്പോഴും വർക്ക് ചെയ്യും, ഓ ഡയബറ്റീസ് ഉണ്ട്, പിന്നെ എന്നെ സിംറ്റം കാണാൻ വഴിയുണ്ട്, ഇവൻ്റെ രോഗം എവിടം വരെയായി, ഇനി എങ്ങോട്ട് പോ, അസസ് ചെയ്യും മനുഷ്യൻ. എന്നെ പോലെ IAS പാസ്സായ ഒരു കളക്ടർ SP ആയിട്ട് വരികയാണ്. ഒരു ജില്ലയിൽ 160 ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിലെ ജനസംഖ്യ എത്ര, ഓരോ ഗ്രാമത്തിലെ ഏത് മതത്തിനാണ് ഭൂരിപക്ഷം, ഏത് ജാതിക്കാണ് ഭൂരിപക്ഷം, അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ള ഗ്രാമമാണോ, ഇത് ഓർത്തിരിക്കാൻ പറ്റാതെ കളക്ടർ SP ഇരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പം ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ കുട്ടിക്കുണ്ടാവാൻ സഹസ്രനാമം വളരെ സഹായകരമാണ്. കുട്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കും. അപ്പോൾ കേശവ, ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടം പോലെ തലമുടി ഉണ്ടായിരുന്നു, കേശവ എന്ന് വിളിക്കും. ഇനി ശിവസഹസ്രനാമമാണ് ചൊല്ലുന്നത്. കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കും. ഗംഗാധര, തലയിൽ ഗംഗാനദി വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രകല ഉള്ളവനെ എന്നും കുട്ടി വായി. ഇനി കുട്ടി കയ്യിലോട്ടാണ് നോക്കുന്നത്. വിഷ്ണു സഹസ്രനാമാണെങ്കിൽ മുരളീധര, കയ്യിൽ മുരളി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ. ഗദാചക്രവാണി, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രവാണി, ഗദയും ചക്രവും പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവാനെ. ലളിത സഹസ്രനാമമാണ് ചൊല്ലുന്നത് ചോദിച്ചാൽ ഭഗവതിയാണ് ചൊല്ലുന്നത്. ഭഗവതിയുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ എന്താണ്? വീണ പുസ്തക ധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകം പിടിച്ചോണ്ടിരിക്കുന്ന ഭഗവതിയെ. കൃത്യമാണ്, ഭയങ്കര കൃത്യമാണ്. ശിവസഹസ്രനാമത്തിന്റെ, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചൊല്ലുന്ന ശിവസഹസ്രനാമത്തിന്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണമേനോൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തു. പൊട്ടാക്കി പാല വട്ടത്തിരിമിഴി ജടയെ കാറൊടിച്ചാരു കൂന്തൽ കെട്ടാക്കി കേതകിപ്പൂവതിനൊരു വടിവാക്കിപ്പരം ചന്ദ്രകണ്ഠ മട്ടൊക്കെ തന്നെ മാറി പ്രഥയോടസ്ഥനായി കാട്ടിൽ ഉൾപ്പൊക്കുവൈരി വെട്ടാക്കാട്ടാളനെ കൈതൊഴുന്നേൻ. കുട്ടി ആ പാരഗ്രാഫ് മനസ്സിലാക്കണമെങ്കിൽ 14 കാര്യങ്ങൾ തലച്ചോറ് കമ്പയർ ചെയ്യാൻ പറ്റുക. അപ്പൊ സഹസ്രനാമം ചൊല്ലുന്നൊരു കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റി പവർ കിട്ടും. ആ കുട്ടിക്ക് ഡോക്ടറോ IIT MB IAS എന്തുകൂടെ പാസ്സാകാൻ പറ്റും. ഈശ്വരന്റെ നാമം ഉച്ചരിക്കുമ്പോൾ മറ്റൊരു മതത്തിനും ഇല്ലാത്ത 5 കഴിവ് നമ്മുടെ ഒരു ഭക്തനായ ഒരു കുട്ടി കിട്ടാണ്. ഇനി 6ാമതായി, മോശ ദൈവത്തെ കണ്ടു. പോരാൻ നേരം ദൈവം 10 കൽപ്പന എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. 10 കൽപ്പന. 1ാം കൽപ്പന, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാവരുത്. മോശേന്റെ വേദോസ്തത്തിൽ പറയുകയാണ്, മൈ ഗോഡ് ഈസ് എ ജലസ് ഗോഡ്. ദൈവത്തിന് ഭയങ്കര അസൂയ. ഹിന്ദുക്കൊക്കെ ഈ കുഴപ്പമില്ല. ഗുരുവായൂരപ്പനെ തൊഴാൻ ചെന്നാൽ, എടാ ഭക്ത, നീ ഗുരുവായൂരല്ലാതെ ഓരിടത്തും പോയേക്കരുതെന്ന് ഗുരുവായൂരപ്പൻ പറയുമോ?
ഇല്ല. ഇവിടെ തൊഴുതോ സന്തോഷം. നിനക്ക് 500 ക്ഷേത്രത്തിൽ പോകണോ, 500 ക്ഷേത്രത്തിൽ പൊക്കോ. ഏത് ദൈവനെ തൊഴണോ തൊഴുതോ, ഏത് ദൈവത്തെ തൊഴണോ തൊഴുതോ. തിരിച്ച് നീ ഗുരുവായൂർ വന്നോ സന്തോഷം, ഗുരുവായൂർ വന്നില്ലയോ അതും സന്തോഷം. ഹിന്ദു ദൈവങ്ങൾക്ക് അസൂയയില്ല. ഏത് ദേവനെ ഏത് ദേവിയും പ്രാർത്ഥിക്കാം. ലോകത്തിലൊരു മൊത്തം സംഭവിച്ചിരുന്നില്ല. എല്ലാ ദൈവവും ഭയങ്കര അസൂയ, വേറെ ഒരു ദൈവത്തെ അംഗീകരിക്കത്തില്ല, സ്വാർത്ഥനാണ്. ഹിന്ദുക്കളുടെ ദൈവത്തിന് സാധ്യതയില്ല. വർഷിപ്പ് എനിബഡി അക്കോർഡിംഗ് ടു യുവർ വിൽ. അത് ഹിന്ദുമത്തിൻ്റെ 6ാമത്തെ പ്രത്യേകതയാണ്. 7ാമത്തെ പ്രത്യേകത, ഞങ്ങളുടെയൊക്കെ മതത്തിൽ ഈശ്വരൻ ഇരിക്കുന്നത് ആകാശമേഘങ്ങളുടെ അപ്പുറത്തൊരു സ്വർഗമുണ്ട്, അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അതിന് പൂട്ടുതാക്കലൊക്കെ ഉണ്ട്, വളരെ ഗാവലും ബഹളമാണ്. ഹിന്ദുക്കളുടെ ദൈവവും ഹിന്ദുക്കളുടെ 1108 ഉപനിഷത്തുണ്ട്. 1ാമത്തെ ഉപനിഷത്ത് ഈശോവാസ്യ ഉപനിഷത്താണ്. തുറക്കുന്നത് എങ്ങനെയാണ്? ഈശോവാസ്യമിതം സർവം. ഈശ്വരൻ സ്വർഗത്തിൽ പൂട്ടിയിരിക്കുന്ന ആളല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ്. കഴിഞ്ഞ ആഴ്ച യജ്ഞാചാര്യൻ നിങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തന്നു. അതിലെ പ്രഹ്ലാദ സ്തുതി യജ്ഞാചാര്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രഹ്ലാദനോട് അപ്പം ഹിരണ്യവശി ചോദിച്ചു, എവിടാ നിന്റെ ദൈവം? പ്രഹ്ലാദന്റെ മറുപടി, മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു. സ്വർഗത്തിൽ പൊട്ടിരിക്കുന്ന ദൈവമല്ല, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ. അത് ഹിന്ദുമതത്തിലെ ഈശ്വര സംഘത്തിന് വലിയ പ്രത്യേകതയാണ്. സ്വർഗവും നരകത്തിലൊന്നും പൂട്ടിയിരിക്കുന്ന ഈശ്വരനല്ല. വളരെ ക്ലിയറായിട്ടുള്ള 7ാമത്തെ പ്രത്യേകതയാണ്. 8ാമത്തെ പ്രത്യേകത, ഞങ്ങളുടെ ഈശ്വര സങ്കല്പത്തിൽ വളരെ പ്രത്യേകമായി മനുഷ്യൻ വേറെ ദൈവം വേറെ, ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹിന്ദുക്കൾക്കോ ഋഗ്വേദത്തിൽ ആരംഭിച്ച് മഹാഭാരതത്തിലെ വേദവ്യാസൻ വ്യാഖ്യാനിച്ച് മലയാളിയായ ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു തന്നു, അദ്വൈതം. ഈശ്വരനും മനുഷ്യനും ഒന്നാണ്. പരമാത്മാവ് ഈശ്വരൻ എന്നൊരു ഭാഗം ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവായിരിക്കും. നമ്മൾ ജീവിതം കഴിഞ്ഞ് മരിക്കുമ്പോൾ നമ്മുടെ ജീവാത്മാവ് തിരിച്ചുപോയി ഭഗവാനിലേക്ക്. ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന് ഭൂമിയിൽ വേറെ ഒരു മതവും പറഞ്ഞില്ല. എല്ലാ മതത്തിലും ഈശ്വരൻ വേറെ മനുഷ്യൻ വേറെ, പക്ഷെ ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന് കൃത്യമായി പറഞ്ഞ മതം, അദ്വൈത സിദ്ധാന്തം പറഞ്ഞ ഹിന്ദുമതമാണ്. വേറെ ഒരു മതത്തിനും പറ്റിയില്ല. 9ാമതായി, മറ്റെല്ലാ മതങ്ങളും മെറ്റീരിയലിസ്റ്റിക്കാണ്. ഹിന്ദുമതം മഹത്തായ മായാ സിദ്ധാന്തത്തിൽ പറഞ്ഞു, നമ്മളീ കാണുന്നതൊക്കെ മായയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ആത്യന്തികമായി ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ. ജഗത്തൊരു മിഥ്യ. ഞാനിപ്പോൾ കസേരയിരുന്ന് മൈക്ക് പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് തോന്നും, പക്ഷേ ഞാനിരിക്കുന്ന കസേര എൻ്റെ ശരീരവും മൈക്കും 99.99% ശൂന്യമാണ്. ഒരാറ്റത്തിൻ്റെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ചേർന്നാൽ 0.01% ഉള്ളൂ. സോളാർ സിസ്റ്റത്തിൽ സൂര്യനും 9 ഗ്രഹം കൂടെ ചേർന്നാൽ 99.99% ശൂന്യമാണ്. 0.01% ഉള്ളൂ മാറ്റർ. പ്രപഞ്ചം എടുത്താലോ 99.9999 12 ഇടുന്നൊരു ശൂന്യമാണ് പ്രപഞ്ചം. ഇനി നമ്മളിവിടെ മാറ്റർ എന്ന് കാണുന്ന സാധനം ഏത് സമയത്ത് എനർജിയായി മാറും. ഐൻസ്റ്റൈൻ്റെ E=mc² അനുസരിച്ച് അത് എനർജി ആയിട്ടങ്ങ് പോകും. ഇപ്പൊ പ്രകാശവും ചൂടായി കാണുന്ന ഒരു എനർജി നാളെ ഡി ബ്രോഗ്ലിസ് ഇക്വേഷൻ അനുസരിച്ച്, ഷ്രോഡിംഗേഴ്സ് തിയറി അനുസരിച്ച് മാറ്ററായി മാറാം. കഴിഞ്ഞ കൊല്ലം ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടി നോർവേയിലെ 3 ശാസ്ത്രജ്ഞന്മാർക്ക്. എന്താണ് അവരുടെ നോബൽ സമ്മാനം കൊടുത്ത തിയറി? യൂണിവേഴ്സ് ഈസ് അൺറിയൽ. ശങ്കരാചാര്യർ പറഞ്ഞ പ്രപഞ്ചം മായയാണെന്നുള്ള തിയറിക്കാണ് കഴിഞ്ഞ കൊല്ലം നോബൽ സമ്മാനം കിട്ടിയത്, ഫിസിക്സിൽ നോബൽ സമ്മാനം. ഇതാണ് ഹിന്ദുമതത്തിൽ പ്രത്യേകത, വളരെ വലിയ പ്രത്യേകതയാണ്. ഈ 10ാമതായി, ഞങ്ങളുടെയൊക്കെ മതത്തിൽ ദൈവം സന്തോഷിക്കണമെങ്കിൽ മക്കളെ ബലി കൊടുക്കണം. എൻ്റെ മോനെ ബലി കൊടുത്തിട്ട് വാ, ഈശ്വരൻ സന്തോഷിക്കാം. ഗ്രീക്കുകാരുടെ പ്രസിദ്ധമായ ഇതിഹാസമുണ്ട്, ഇലിയഡ്. ഹെലനോ ട്രോയ് ആരാണ്ട് അടിച്ചോണ്ട് പോയി, സുന്ദരി അടിച്ചോണ്ട് പൊക്കളൻ. അപ്പോഴ് തിരിച്ചുകൊണ്ടുവരണം.
1000 കപ്പൽ സൈന്യം കയറിയിരുന്നു. ആ സൈന്യത്തിന് പോകാൻ വയ്യ. ക്ഷേത്രത്തിൽ പൂജാരി ഇറങ്ങുമെന്ന് പറഞ്ഞു. 13 വയസ്സ് താഴെ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം, കഴുത്തറുത്ത് ബലി കൊടുക്കണം, എങ്കിലേ യുദ്ധം ചെയ്യിക്കും. അഗമനോ രാജാവ് പ്രഖ്യാപിച്ചു, 13 വയസ്സ് താഴെ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ തന്നാൽ ആ അമ്മയ്ക്ക് 1000 സ്വർണ്ണാണയം കൊടുക്കുന്നതാണ്. ഇന്നലത്തെ സ്വർണ്ണത്തിൻ്റെ വിലയ്ക്ക് 5,30,00,000 രൂപ. പക്ഷെ ഒരു പെറ്റമ്മയും മോളെ ബലി കൊടുത്തില്ല. അഗമനോ രാജാവ് വീട്ടിൽ വന്നു. അയാളുടെ മൂത്ത മോക്ക്, രാജാവിൻ്റെ മൂത്ത മോക്ക് 13 വയസ്സേ ഉള്ളൂ. എന്തോ മുട്ടായി കൊടുത്ത് ഈ മോളെ മിറ്റത്തിറക്കി നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് ബലി കൊടുത്തു. സ്വന്തം മകളെ ഇഫിജീനിയായി ഹൈഡ്രായി ബലി കൊടുത്തു. യുദ്ധം ജയിച്ചോ? തിരിച്ചു വന്നു. അന്ന് രാത്രി ഭാര്യ ക്ലിറ്റനസ്ട്ര ഒരു മഴ കരുതി വെച്ചിരുന്നു. അഗമനോൻ കിടന്ന് ഉറങ്ങിയപ്പോൾ മഴ കൊടുത്ത് ഒറ്റ വെട്ട് കൊടുത്തു. എൻ്റെ മോളെ നീ കൊല്ലുമല്ലോടാ, നിന്നെ ഞാൻ തട്ടും. ഷേക്സ്പിയർ അദ്ദേഹത്തിന് കിങ് ലിയർ എന്ന നാടകത്തിൽ പറയുകയാണ്, ലൈക്ക് ഫ്ലൈസ് ടു വാൻഡൻ ബോയ്സ് ആർ വി ടു ദ ഗോഡ്സ്, ദ കില്ലസ് ഫോർ ദർ സ്പോട്ട്. കൊച്ചുകുട്ടികളുടെ ചിത്രശലഭത്തെ കിട്ടിയ പെച്ച് ചെയ്യുന്ന പോലെ ദൈവങ്ങൾ മനുഷ്യരെ കൊന്നു രസിക്കുന്നു. ഹിന്ദുമതത്തിൽ മനുഷ്യരെ കൊന്നു രസിക്കുന്ന ഈശ്വരനല്ല, മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്ന ഈശ്വരനാണ് ഹിന്ദുമതത്തിലെ ഈശ്വരൻ. കഴിഞ്ഞ 7 ദിവസം നിങ്ങൾ ഭാഗവത സപ്താഹം കേൾക്കുകയായിരുന്നു. ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതരിക്കുന്ന ദശാവതാരത്തിന്റെ കഥയാണ് നിങ്ങളെ കേൾപ്പിച്ചത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ചരാമ, കൃഷ്ണ, കൽക്കി, ദശാവതാരം. ഇനി ദേവീഭാഗവതം വായിച്ചാൽ ഭൂമിയിൽ മനുഷ്യൻ അപകടത്തിലാവുമ്പോൾ ഭഗവതി 10 അവതാരമാണ്. ഭഗവതി ഭൂമിയിലേക്ക് അവതരിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു, ഭഗവതിയെ, ഞാൻ ഈ ഭൂമിയിൽ ആമയും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷെ നീ അങ്ങനെ പോകരുത്, നീ ഒരു സ്ത്രീയാണ്, നീ ഒരിക്കലും മൃഗമായിട്ട് പൊക്കളയരുത്, നീ പോകുമ്പോൾ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ഭഗവതി എഗ്രി ചെയ്തു. അങ്ങനെ ഭഗവതിയുടെ ദശാവതാരങ്ങൾ മനുഷ്യ സ്ത്രീയുടെ രൂപത്തിലാണ്. ആദ്യം ജ്ഞാനേശ്വരിയായി വന്നു. ഭൂമിയിലെ ഏത് പണ്ഡിതനാണേലും അവൻ്റെ തലച്ചോറിന് അറിവ് ആദ്യം നിറയ്ക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് നല്ല അറിവുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടി, അമ്മമാരെ ജ്ഞാനേശ്വരിയാക്കാൻ വേണ്ടി ഭഗവതി ജ്ഞാനേശ്വരിയായിട്ട് വന്നു. പിന്നെ ഭഗവതി ദുർഗാ ഭഗവതിയായിട്ട് വന്നു, ശക്തന്മാരായ അസുരന്മാരെയൊക്കെ അമർച്ച ചെയ്യാൻ. പിന്നെ ഭഗവതി പാർവതി ഭഗവതിയായിട്ട് വന്നു. പരമശിവന്റെ ഓരോ അവതാരത്തിലും കൂട്ടുവന്നു. പരമശിവൻ രൂപം മാറുമ്പോൾ പാർവതി രൂപം മാറും. പരമശിവൻ ഭൈരവനാകുമ്പോൾ പാർവതി മുത്താരമ്മയാവും. ഇങ്ങനെ നല്ല രസമാണ് വായിക്കാം. 4ാമതായി ഭഗവതി കാളി ഭഗവതിയെ ഭൂമിയിലേക്ക് വന്നു. കാളി എന്താണ്? ക്ഷിപ്രസാദ്യ. വേദത്തിൽ ഏത് ദേവനോടും പ്രാർത്ഥിച്ച ദേവനോട് ആലോചിക്കും, ഭക്തൻ ഇങ്ങനെ ചോദിക്കുന്നു, കൊടുക്കണോ വേണ്ടയോ? കാളി ഭഗവതി ക്ഷിപ്രസാദ്യ. ഭക്തൻ പ്രാർത്ഥിച്ച് തീരും, അപ്പം കൊടുക്കുന്ന ആള് ഒറ്റ ദേവതയേ ഉള്ളൂ. അതാണ് കാളി ഭഗവതി. 5ാമത് മനുഷ്യരോട് പണം ഉണ്ടായി. ആ പണത്തിനോട് ദേവസങ്കല്പം വേണം. ഭഗവതി ലക്ഷ്മി ഭഗവതിയായി വന്നു. 6ാമത് മനുഷ്യരോട് അറിവുണ്ടായി. അവൻ പുസ്തകം എഴുതി, ലൈബ്രറി ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അറിവിനൊരു ദേവദാസങ്കല്പം വന്നു, സരസ്വതി. 7ാമത് ഭഗവാൻ കൃഷ്ണൻ ഭൂമി വന്ന് കൂട്ടുവേണം. ഭഗവതി രാധയായ ഭൂമിയിൽ വന്നു. ഭഗവതി രുക്മിണിയായിട്ടല്ല വന്നേ, ഭഗവതി സത്യഭാമയായിട്ടല്ല വന്നേ, രാധയായി വന്നു. എന്തിനാണ് രാധയായി വന്നത്? രാധയ്ക്ക് ഒരിക്കലും ഭഗവാനെ കല്യാണം കഴിക്കാൻ പറ്റിയല്ല, മുനീശാപമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായി ലൈംഗിക വീഴ്ചയില്ലാതെ, വിവാഹബന്ധമില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാധയെ വന്നത്. കഴിഞ്ഞ 7 ദിവസത്തെ ഭാഗവത സപ്താഹ യജ്ഞാചാരം എന്നൊക്കെ പറഞ്ഞു കാണും രാധാ ശ്രീകൃഷ്ണ ബന്ധത്തെ പറ്റിയുള്ള വലിയ പ്രത്യേകത. 8ാമത് ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. ഭഗവതി ഭഗവാൻ പറഞ്ഞു, ഭഗവാനെ, ആ ഗായത്രി എന്നുള്ള പേര് തന്നെ ശ്രീലിംഗമല്ലേ, ഞാൻ പൊക്കോളാം. അങ്ങനെ ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ വന്ന് ഗായത്രി മന്ത്രം ചൊല്ലി കേൾപ്പിച്ചു. MS സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം ചൊല്ലുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പണ്ട് ഭഗവതി ചൊല്ലിയത് ഏതാണ്ട് ഇങ്ങനെയാണ്. 9ാമത് ഭഗവതി ശക്തീശ്വരിയെ വന്നു. കലിയുഗം ആരംഭിക്കുന്നു. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഞാൻ കലിയുഗത്തിന്റെ അന്ത്യത്തിലാണ് എൻ്റെ 10ാമത്തെ അവതാരം. കലി നമ്മുടെ ഇതായിട്ട് കൽക്കിയായിട്ട്. പക്ഷെ നീ അവസാനം വരെ വെയിറ്റ് ചെയ്യണ്ട, നീ നേരത്തെ പൊക്കോളാം. ഭഗവതി ചോദിച്ചു, 10ാമത്തെ അവതാരം എന്തുവാണ്? ഭഗവതി പറഞ്ഞു, കലിയുഗത്തിലെ മനുഷ്യന് നാക്കിന് മധുരവും തലച്ചോറിന് ബുദ്ധിയും കൊടുക്കുന്ന സാധനം തേനാണ്. ആ തേനിയുടെ ദേവതയെ ഞാൻ പോവാണ്. അതാണ് ഭ്രമരി. ഭ്രമരോ എന്ന് പറഞ്ഞാൽ തേനീച്ചാണ്. ഭ്രമരിയായി പോയി ഭൂമി വന്നു.
ഭഗവതിയുടെ ദശാവതാരം കലിയുഗത്തിന് മുമ്പാണ്. വിഷ്ണു ഭഗവാന്റെ ദശാവതാരം കലിയുഗത്തിന്റെ അന്ത്യത്തിലാണ്. ഇനി ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ സാധാരണ ഭാഗവതം എന്ന് വിളിക്കപ്പെടുന്ന ശിവപുരാണം പറഞ്ഞു കൊടുക്കും. 24,000 ശ്ലോകമുള്ള ശിവപുരാണം. അതിൽ പരമശിവന് അഷ്ടദശാവതാരങ്ങൾ, 18 അവതാരമാണ്. 12 മനുഷ്യരൂപം, 6 മൃഗരൂപം. അപ്പോ ശ്രീമദ് ഭാഗവതമാണേലും ശിവഭാഗവതമാണേലും നമ്മൾ ഈ ദശാവതാരത്തെ ഈ സപ്താഹത്തിൽ അല്ലെങ്കിൽ നവാഹത്തിൽ കേൾക്കുന്ന എന്താണ്? മനുഷ്യന് അപകടത്തിലാവുമ്പോൾ അവനെ രക്ഷിക്കാൻ അവതരിക്കുന്ന ഈശ്വര സങ്കല്പം. അത് ഈ ഹിന്ദുമതത്തിന്റെ പ്രത്യേകതയാണ്. മറ്റെല്ലാ മതത്തിനും അവതാരമില്ല. മറ്റെല്ലാ മതത്തിനും മനുഷ്യരെ കൊന്ന് രസിക്കുകയാണ്, പീഡിപ്പിച്ച് രസിക്കുകയാണ് ദൈവം. യൂറോപ്പിന്റെ പേര് വന്നു. എങ്ങനെയാണ്? യൂറോപ്പ എന്നൊരു സ്ത്രീയിൽ നിന്ന്. അവരുടെ ദേവൻ ജൂപ്പിറ്റർ ആകാശത്ത് പറന്നു പോകാൻ സുന്ദരി ഭൂമി കൂടെ പോന്നു. ജൂപ്പിറ്റർ താഴെ വന്നു യൂറോപ്പായി കൊണ്ട് ബലാത്സംഗം ചെയ്ത് അവിടെ പേരില്ല. ഞാൻ ഈ സാഹിബ്മാരെ വരുമ്പോൾ ചോദിക്കും, നിനക്കൊന്നും ഒരു പേരും കിട്ടിയില്ലോടാ, ഈ ദേവൻ ബലാത്സംഗം ചെയ്ത പെണ്ണിന്റെ പേരിലാണ് നീ ഈ ഭൂഖണ്ഡത്തിന് പേരിടുന്നത്, വേറെ എന്തെല്ലാം നിനക്കുണ്ട് ഈ ഭൂമി പേരിടാൻ? ഇങ്ങനെയാണ് ദൈവങ്ങൾ മറ്റു മതങ്ങളിൽ. ഹിന്ദുമതത്തിൽ ഈശ്വരൻ മനുഷ്യന് അപകടത്തിലാവുമ്പോൾ അവനെ രക്ഷിച്ച് ഭഗവാൻ പറയുന്ന ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ പരിത്രാണയ സാധൂന, സാധുക്കളായ ആളുകളെ രക്ഷിക്കും. വിനാശയ ദുഷ്കൃത ക്രിമിനൽസിനെ അമർച്ചയും ധർമ്മ സംസ്ഥാപനാർത്ഥായ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കും. അങ്ങനെ അവതരിക്കുന്ന ഈശ്വര സങ്കല്പം ഹിന്ദുമതത്തിലുള്ളതാണ്. നിങ്ങളുടെ ഹിന്ദുമതത്തിൽ ഞങ്ങൾ കടമെടുത്തതാണ് യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള സങ്കല്പം. വേറെ ഒരു മതത്തിന് ഈ പരിപാടിയില്ല. 11-ാമതായി വയലാർ രാമവർമ്മ സിനിമയിൽ പാട്ടെഴുതി, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കുമ്പോൾ ദൈവം പറയും, മനുഷ്യ നീയാണടാ എൻ്റെ ദൈവം. ഇത് കമ്മ്യൂണിസമാണ്. മനുഷ്യൻ്റെ കഷ്ടപ്പാട് കണ്ട ദൈവം പോലും സുല്യൂട്ട് പോകുന്നുള്ള കമ്മ്യൂണിസമാണ് ഈ വയലാർ പാടുന്നത്. പക്ഷേ ഹിന്ദുമതത്തിൽ എന്ത് സംഭവിച്ചു? വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. 5 മനുഷ്യരൂപമാണ്. വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. ഭഗവതി 10 അവതാരം മനുഷ്യ രൂപത്തിലാണ്, മനുഷ്യ സ്ത്രീയായിട്ടാണ്. പരമശിവൻ ഭൂമി വന്നു. 18 അവതാരത്തിൽ 12 മനുഷ്യരൂപമാണ്. ശ്രീരാമൻ അനുഭവിച്ചാൽ 100 നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭഗവാൻ കൃഷ്ണൻ അനുഭവിച്ചതിന് 1000 നിങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഈശ്വരൻ ഹിന്ദുമതത്തിൽ തിരിച്ചു പോകും പറഞ്ഞു, മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ്. 1000 മൈലുകൾ താണ്ടി കരിമല കയറ്റം കഠിനമൻ അയ്യപ്പ കയറി ശരം കുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി ഭക്തൻ അയ്യപ്പ ഭഗവാന്റെ ഫ്രണ്ടിലോട്ട് ചെല്ലും. മേൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി. 1000 കിലോമീറ്റർ താണ്ടി കരിമല കയറ്റം കഠിനപ്പൻ അയ്യപ്പ കയറി ശരം കുത്തി കയറി ഇറങ്ങി 18-ാം പടി കയറി വരുന്ന ഭക്ത, നീയും അകത്തിരിക്കുന്ന അയ്യപ്പനായ ഞാനും ഒന്നാണ്, നീ മനസ്സിലായിക്കോ. അല്ലാതെ നീയാണടാ എൻ്റെ ദൈവം എന്നല്ല ഹിന്ദുമതത്തിലെ ദൈവം പറഞ്ഞേ. വയലാറ് പാടിയ പോലെ നീയും എന്നെ പോലെ ദൈവമാണെന്നാണ് പറഞ്ഞേ. അവിടെയാണ് ഹിന്ദുമതത്തിലെ ഈശ്വര സങ്കല്പം. ഹിന്ദുമതത്തിലെ ഈശ്വര സങ്കല്പം 24 പ്രത്യേകം. നമുക്ക് സമയമില്ലാത്ത ഞാൻ ബാക്കി പറയുന്നില്ല. ഈ 11 മാത്രം ശ്രദ്ധിക്കുക. ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഇല്ലാത്ത വളരെ വലിയ ഒരു ഈശ്വര സങ്കല്പത്തിന് മഹത്വം ഹിന്ദുമതത്തിനുണ്ട്. അപ്പോൾ നിലമ്പൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുടെ മുമ്പിൽ നമ്മൾ തൊഴാൻ ചെല്ലുമ്പോൾ എന്താണ് ഇവിടെ ഇരിക്കുന്ന ഈശ്വരൻ, ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പത്തിന് മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തൊഴാൻ. എങ്കിലേ ആ തൊഴിലിന് അതിൻ്റെ മഹത്വം ഉണ്ടാവുള്ളൂ. ഇനി 4-മത്തത് പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ്. ഓരോ ക്ഷേത്രത്തിലും പ്രതിഷ്ഠയുണ്ട്. ക്രിസ്ത്യാനിക്കോ മുസ്ലിമിന് പ്രതിഷ്ഠയില്ല, യഹൂദന് പ്രതിഷ്ഠയില്ല. അപ്പോൾ ഒരു പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ പ്രതിഷ്ഠയുടെ മഹത്വം മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അപ്പോൾ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ കല്ലിനകത്തല്ല ഈശ്വരൻ. ശങ്കരാചാര്യർ ശാരദാപീഠത്തിന് മുമ്പിൽ ചെന്ന് അവിടെയുള്ള പരമശിവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് ചോദിക്കുന്ന 9 മാപ്പുകളുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഈശ്വര, നീ ശിവലിംഗത്തിലാണെന്ന് വിചാരിച്ച് ഇതിന് പ്രതിഷ്ഠ ചെയ്ത എന്നോട് ക്ഷമിക്കണം. ക്ഷേത്രത്തിന് 3 വലം വെച്ചു. ശങ്കരാചാര്യർ പറഞ്ഞു, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വര, നീ ഈ ക്ഷേത്രത്തിനകത്തിരിക്കാന്ന് വിചാരിച്ച് നിന്നെ ചുറ്റും ഞാൻ കടന്ന് ചുറ്റിയില്ലേ, എന്നോട് ക്ഷമിക്കണം. ശങ്കരാചാര്യരുടെ 9 ക്ഷമയാണ്. ആദ്യത്തെ 2 ഞാൻ പറഞ്ഞത്.
ആ 9 ക്ഷമ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ ഇരിക്കുന്ന കല്ലിനകത്തോ മണ്ണിനകത്തോ അല്ല ഈശ്വരൻ. അത് നമ്മളിൽ ഈശ്വരൻ്റെ അംശം ജനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ആ പ്രതിഷ്ഠ. ആ കല്ലിനകത്ത് നമ്മൾ കാണുന്ന ഈശ്വരൻ, പ്രപഞ്ചം നടക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ തൊഴുന്നത്, അല്ലാതെ ആ കല്ലിനെ അല്ല, ആ മണ്ണുണ്ടാക്കിയ പ്രതിമയല്ല. അപ്പം അങ്ങനെ തൊഴുമ്പോൾ ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത മനസ്സിലാകണം. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകും. അവിടെ മഹാദേവന്റെ കുടുംബം ഇങ്ങനെ കൊത്തി വച്ചിരിക്കുകയാണ്. മഹാദേവന്റെ കുടുംബം പരമശിവനൊരു കാളപ്പുറത്ത് ഇങ്ങനെ ഇരിക്കും, തൊട്ടപ്പുറത്ത് പാർവതി ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കും. പല പിള്ളേരും ചോദിക്കും, ഇതെന്ത് പരിപാടി? പരമശിവനല്ലേ സിംഹത്തിന് പുറത്തിരിക്കണ്ടേ, പാർവതി ഒരു കാളെ കൊടുത്താൽ പോരെ? അങ്ങനെയല്ല. പരമശിവന്റെ ഐഡന്റിറ്റി വാഹനത്തിലല്ല. പരമശിവൻ പരമശിവനാണ്. ഏത് വാഹനത്തിരുന്നാലും പരമശിവൻ പരമശിവനാണ്. പക്ഷെ പരമശിവൻ തീരുമാനിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു സ്റ്റാറ്റസ് വേണം. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു സിംഹത്തിൻ്റെ പുറത്ത് ഇരുത്തി കൊടുത്തു. ഭർത്താവ് അംബാസഡർ കാറി പോയാലും കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്ക് മിനിമം ഒരു ഇന്നോവ കൊടുക്കണം. അടിച്ച് പറത്തി ഭാര്യ നടക്കണം ഇന്നോവയിൽ, എങ്കിലല്ലേ രസമുള്ളൂ. ഭാര്യയ്ക്ക് നല്ല വാഹനം ഭർത്താവ് കൊടുത്തു. ഇത് ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടതാണ്. പാർവതിയുടെ വാഹനമായ സിംഹം ഇടയ്ക്കിടയ്ക്ക് ഈ പരമശിവന്റെ വാഹനത്തെ നോക്കും. തിന്നാൻ ബെസ്റ്റ് സാധനം. സിംഹത്തിന് വലിയ ഇഷ്ടമായി കാളയുടെ ഇറച്ചി. കിട്ടിയിരുന്ന ഒരു നല്ല ഒരു ലഞ്ച് അടിച്ചതിനായിരുന്നു വിചാരിക്കും. പക്ഷെ പാർവതിയുടെ സിംഹം ഒരിക്കലും പരമശിവനെ കാളെ പിടിക്കാൻ പോവോ? ഇല്ല. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി മൂത്ത മോൻ മയിലിന്റെ പുറത്തിരിക്കുകയാണ്. മയിലിന്റെ പുറത്ത് എന്താ കാര്യം? സുബ്രഹ്മണ്യ സ്വാമിക്ക് ചില വരങ്ങളുണ്ട്. എന്താണ്? ഭൂതപ്രേത പിശാചുക്കളെ കൺട്രോൾ ചെയ്യാൻ അധികാരം സുബ്രഹ്മണ്യ സ്വാമിക്ക് പരമശിവൻ കൊടുത്തേ. അപ്പൊ ഭൂതപ്രേതത്തെ ഓടിച്ചിട്ട് പഠിക്കണമെങ്കിൽ തറയിൽ നടക്കുന്ന ഒരു കാളയോ സിംഹമൊന്നും പറ്റിയില്ല. പറന്ന് പോയി അതിനെ പിടിക്കാൻ പറ്റിയ ഒരു മാന്യം അങ്ങോട്ട് കൊടുത്തു. പാർവതി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു വരം കൊടുത്തു. സുബ്രഹ്മണ്യ, ആരും കണ്ടാൽ കൊതിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ ആക്കി തീർക്കാൻ, സൗന്ദര്യമുള്ളവളാക്കി തീർക്കാൻ, സൗന്ദര്യമില്ലെങ്കിൽ ആകർഷണം ഉണ്ടാക്കാൻ നിനക്ക് ഞാൻ വരം തരുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ ജനിച്ചാൽ ഉടനെ അമ്മമാരെന്ത് ചെയ്യും? സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. ആ പെൺകുട്ടി ആര് കണ്ടാലും കൊതിക്കുന്നൊരു പെൺകുട്ടിയാവും. അതുകൊണ്ട് പെൺകുട്ടികളെ സുന്ദരമാക്കാൻ പര്യാപ്തനായ ഈ ഭഗവാന് സൗന്ദര്യമുള്ളൊരു ഒരു മയിലിനെ ഞങ്ങൾ കൊടുക്കുകയാണ്. ആ മയിൽപ്പീലി വിടർത്തി ആടുമ്പോൾ ലോകത്തിലെല്ലാവരും കണ്ടു, ഭയങ്കര സൗന്ദര്യം. ആ മയിലിനെ കണ്ട് സൗന്ദര്യം മനസ്സിലാക്കുന്ന പോലെ ഓരോ പെൺകുട്ടിയും ഏത് പുരുഷൻ കണ്ടാലും പ്രേമിക്കാൻ തോന്നുന്ന പെൺകുട്ടിയെ മാറ്റാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് മയിലിന്റെ പ്രത്യേകത ഇരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഒരു കുട്ടി ഗർഭത്തിലുണ്ടായാൽ ആരോഗ്യവാനായ കുട്ടിയായി മാറാൻ സുബ്രഹ്മണ്യ സ്വാമിക്കാണ് ഭഗവാൻ പരമശിവൻ വരം കൊടുത്തത്. അതുകൊണ്ട് ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പളനിമല. 18 സിദ്ധന്മാരിലെ പ്രസിദ്ധനായ ഭോഗർ എന്ന ശിഷ്യനാണ് പളനിമല ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ആൾ. അവിടെ കാവടിയാട്ടം രാവിലെ മയിൽപ്പീലി കൊണ്ട് കാവടിയാണ്. വെളുപ്പാങ്കാലം സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിലിൻ്റെ പീലിയാണ്. 8 മണിയാവുമ്പോൾ സ്ത്രീകൾ പശുവിനെയൊക്കെ കറന്ന് വീട്ടിലുള്ള ആവശ്യമൊക്കെ എടുത്തിട്ട് ശകലം പാല് ക്ഷേത്രത്തിൽ കൊണ്ടുവരും. അത് ഈ കാവടിയിൽ ഒഴിച്ചിട്ടാണ് പാൽ കാവടി. 10 മണി കഴിയുമ്പോൾ കർഷകർ അവിടെ ശർക്കര, ഷുഗർ കെയിൻ ഫീൽഡുണ്ട്, അവിടെ ശർക്കരയൊക്കെ എടുത്തിട്ട് ശർക്കര കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. അതാണ് ശർക്കര കാവടി. വൈകിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് 4 മണി ആകുമ്പോഴേക്കും മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഭർത്താവും ഭാര്യയും ആളുകളൊക്കെ വന്നിട്ട്, പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ വന്നിട്ട് പനിനീർ കൊടുക്കും. അതാണ് പനിനീർ കാവടി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭസ്മക്കാവടി, മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്ത് യമൻ വരുന്ന സമയമാണ് ഭസ്മക്കാവടി. അപ്പോൾ ഒരേ സുബ്രഹ്മണ്യ സ്വാമിയാണ്. 6 തരം കാവടിയാണ്. പളനിമല കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. അപ്പൊ എന്തിനാണ് ഈ 6 കാവടി? അവിടെ വരുന്ന ഭക്തർക്ക് 6 തരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി. അതിനെല്ലാം പുരാണ കഥയുണ്ട്. പുരാണ കഥ പറയുന്ന സമയമില്ല, കൊടുക്കുകയാണ്. അപ്പൊ ഈ പാർവതിയുടെ വാഹനമായ സിംഹം ഇടക്കിടയ്ക്ക് ഈ
സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനമായ മയിലിനെ നോക്കും. മയിലിൻ്റെ ഇറച്ചി ഉഗ്രനാണ് തിന്നാൻ. സിംഹം ഓടി വന്ന് ഈ മയിലിൻ്റെ കഴുത്തി പിടിച്ചൊരു കുടയും മയിൽ എത്തുമോ, എന്നിട്ടാണ് മയിലിനെ ഭക്ഷിക്കുന്നത്. പക്ഷേ പാർവതിയുടെ വാഹനമായ സിംഹം ഒരിക്കലും സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിനെ ആക്രമിക്കില്ല. ഇനി സുബ്രഹ്മണ്യ വാഹനമായ മയിൽ ഇടയ്ക്കിടയ്ക്ക് പരമശിവന്റെ കഴുത്തിലോട്ട് നോക്കും. അവിടെ ശങ്കരാഭരണം ഇങ്ങനെ കിടക്കുകയാണ്. മയിലിന് വളരെ ഇഷ്ടമാണ് ഈ പാമ്പിൻ്റെ ഇറച്ചി. അപ്പോൾ ഈ പാമ്പിനെ കിട്ടിയ ബെസ്റ്റ് സാധനം. പരമശിവൻ ഇങ്ങനെ ഈ വാസുകി കഴുത്തിലിട്ടിരിക്കുകയാണ്. ആ വാസുകി പരമശിവന് ആഭരണമായി കിടക്കുന്നുകൊണ്ടാണ് വാസുകിയെ ശങ്കരാഭരണം എന്ന് വിളിക്കുന്നത്. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ പാമ്പ് പത്തി മേപ്പോട്ടും കീപ്പോട്ടും ഇങ്ങനെ കൊണ്ടുപോകും. അതിനെ ആരോഹണവും അവരോഹണവുമാക്കി കർണാടക സംഗീതത്തിലെ പ്രസിദ്ധമായ കർണാടക സംഗീത രാഗമായി മാറി. ശങ്കരാഭരണം എന്ന രാഗം, മുറുക്കമ്പാമ്പിൻ്റെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും വന്ന് ആരോഹണം അവരോഹണം ചേർത്താണ് രാഗം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പാമ്പിനെ മയിലിന് വലിയ ഇഷ്ടമാണ്. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിൽ ഒരിക്കലും ഈ പാമ്പിനെ തിന്നാൻ പോയില്ല. പരമശിവന്റെ കഴുത്തിൽ പാമ്പിനെ തിന്നാൻ പോയില്ല. അതിനപ്പുറത്ത് ഒരു ഗണപതി ഇരിക്കുകയാണ് ഒരു എലിയുടെ പുറത്ത്. കുട്ടികൾ അയ്യോ ഈ ആന ഇരുന്ന എലി ചതഞ്ഞു പോകത്തില്ലേ? എലി ചതയത്തില്ല. കാര്യം എന്താണ്? ഗണപതി വിഘ്നേശ്വരനാണ്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ വിഘ്നം ഗണപതിക്ക് പിടിക്കുകയില്ല. നമ്മളൊക്കെ വീണ ഗുരുത്വാകർഷണം കാരണം പടവും താഴെ വീണു പോകും. രണ്ടാം നില നമ്മളെടുത്ത് ചാടിയ ചത്തു. പക്ഷേ ഗണപതി വിഘ്നേശ്വരനാണ്. ഈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം വിഘ്നം ഗണപതിക്ക് ബാധകമല്ല. അതുകൊണ്ട് ഗണപതിക്ക് ഭാരമില്ല. ഗണപതിക്ക് ഭാരമില്ലാത്തതുകൊണ്ട് എലിക്കൊന്നും പറ്റിയല്ല. പക്ഷേ ഗണപതി എപ്പോഴും എലിപ്പുറത്താണോ ഇരിക്കുന്നത്? ഇന്ത്യയിലെ 100 ക്ഷേത്രം എടുത്താൽ അതിൽ 60 ക്ഷേത്രത്തിലും ഗണപതി ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ്. ഗണപതി എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മയുടെ വണ്ടി ഞാൻ കൊണ്ട് പോകട്ടോ, കൊണ്ടുപോടാന്ന്. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവസാനമായി ഗർഭപാത്രം തുറന്നുപോയ കുട്ടി, ആണായാലും പെണ്ണായാലും, ആ ഇളയ കുട്ടിയുടെ അപ്പുറത്ത് ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഒരാളും ബാക്കിയില്ല. ഇനി അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടി ഒരാൺകുട്ടി ആയി തീർന്നാലുണ്ടല്ലോ, മലയാളത്തിൽ പറഞ്ഞാൽ പോക്ക് കേസാണ്. അവന് എന്ത് തെറ്റ് ചെയ്താലും ഈ അമ്മ പിടിക്കുകയില്ല. അതാണ് ഈ അമ്മമാരുടെ കുഴപ്പം. അപ്പം ഇവിടെ ഈ പാർവതിയുടെ ഏറ്റവും ഇളയ മോനാണ്. അതുകൊണ്ട് പാർവതിക്ക് നോ പറയാൻ പറ്റിയല്ല, കൊണ്ടുപോക്കടാന്ന് പറയും. പക്ഷെ അപ്പന്മാർക്കോ, ഭൂമിയിലെല്ലാ അപ്പന്മാർക്കും ഏറ്റവും ഈ ഭൂമിയിൽ ഇഷ്ടം മൂത്ത മോളാണ്. മൂത്ത മോളൊരു കാര്യം പറഞ്ഞാൽ ഒരപ്പനും നോ പറയല. അമ്മയോട് നോ പറയും, ഭാര്യയോട് നോ പറയും. പക്ഷെ മൂത്ത മോളൊന്നും അപ്പാ നാളെ ഇന്ന സിനിമ കാണാൻ പറയും, പൊക്കളയാൻ പറയും, ഉടനെ പൊക്കളാൻ പറയും. അതാണ് മനഃശാസ്ത്രം. ഞാൻ പറയുന്നല്ല കേട്ടോ, മനഃശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ വാഹനം എടുത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ 100 ഗണപതി ക്ഷേത്രത്തിൽ 60 എണ്ണത്തിലും ഗണപതി ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ്. ഇനി ഒരു 30ഓളം ക്ഷേത്രങ്ങളിൽ ഗണപതി ഇരിക്കുന്ന എവിടെയാണ്? മയിലിൻ്റെ പുറത്താണ്. അമ്മയുടെ വാഹനം കിട്ടിയില്ല. ചേട്ടൻ്റെ മയിലിനെ കൊണ്ട് ഞാൻ പോകാം കേട്ടോ. നീ പോക്കോടാന്ന്. മയിലിൻ്റെ പുറത്ത് അങ്ങ് പോകും. ഒരു 9% ക്ഷേത്രത്തിൽ അമ്മയുടെ സിംഹവും കിട്ടിയില്ല, ചേട്ടനെ മയിലിനെയും കിട്ടിയില്ല. ഗണപതി എന്തെന്നറിയാമോ? വാസുകിയെ ഇറങ്ങി വാടാ. പരമശിവന്റെ കഴുത്തിൽ നിന്ന് വാസുകി ഇറക്കി കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇറങ്ങി പോകും. അപ്പം എയർ ട്രാവൽ ചെയ്യേണ്ട സമയത്ത്, പറന്നു പോകേണ്ട സ്ഥലത്തെല്ലാം മയിലിനെയും കൊണ്ടുപോകും. ഭൂമിയിലെവിടെങ്കിലും പോകുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കണം. മൃഗങ്ങൾ, മനുഷ്യരൊന്ന് പേടിക്കണം. അതിന് സിംഹത്തിന് അമ്മയുടെ വാഹനത്തിൽ കയറി ഇങ്ങ് പോകും. എന്നാൽ ഭൂമി കൂടെ എവിടെയെങ്കിലും പോകണം, വാസുകിയുടെ പുറത്ത് പോകും. ഇന്ത്യയിലെ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ അതിൽ ഒരൊറ്റ ക്ഷേത്രത്തിലുള്ളൂ ഗണപതി എലിയുടെ പുറത്തിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ പരമശിവന്റെ കുടുംബം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒരു കുടുംബത്തിൽ അച്ഛനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അനിയനൊരു സ്വഭാവം. ആ സ്വഭാവത്തെ സമഞ്ജസ സമ്മേളനമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ല കുടുംബം സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പരമശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയും അതിന് ഓരോ വാഹനവും കറക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പോയി തൊഴുതിട്ട് പോയാൽ ഒരു ഗുണവുമില്ല. തിരുവനന്തപുരത്ത് ഗൗരീശപട്ടം ക്ഷേത്രം, പരമശിവനും പാർവതിയും ഒറ്റ കല്ലിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഒറ്റ കല്ലിൽ. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഡോറിൽ കൂടെ നോക്കിയാൽ പരമശിവൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അമ്പാടി വലതുവശത്ത് പോയി അതിലേക്കൂടെ നോക്കിയാൽ പാർവതിയെ മാത്രമേ കാണത്തുള്ളൂ, പരമശിവനെ കാണത്തില്ല. 1000 കൊല്ലത്തിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടുവന്ന കൃഷ്ണശിലയിൽ ഒരേ കല്ലിൽ പരമശിവനെയും പാർവതിയും കൊത്തിവെച്ച
മഹാനായ പേരറിയാൻ പറ്റാത്ത ആ ശില്പിക്ക് നമോവാകം എന്നേ പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ? അത് ശിവഗൗരി പട്ടമല്ല, ഗൗരി ശിവപട്ടമാണ്. പരമശിവൻ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം. നിങ്ങൾ ഞാനും കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബായി മാറി. എൻ്റെ ഭാര്യയുടെ പേരെന്തോ? അതറിഞ്ഞൂടാ. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാര്യ. ഇങ്ങനെ നമ്മളൊക്കെ കല്യാണം കഴിച്ച് ഭാര്യമാരെ മിസ്സസ് അലക്സാണ്ടർ ജേക്കബാക്കി മാറ്റി. പരമശിവനോ ചെയ്തോ? ഇല്ല. പരമശിവൻ സ്വയം വിളിച്ചു പങ്കജ വല്ലഭൻ, ഗൗരി വല്ലഭൻ, പാർവതി വല്ലഭൻ. പാർവതിയുടെ ഭർത്താവെന്ന് പരമശിവൻ സ്വയം വിളിച്ചു, ഗൗരിയുടെ ഭർത്താവെന്ന് സ്വയം വിളിച്ചു. ഇത് പരമശിവനിൽ നിന്ന് മനസ്സിലാക്കണം. അതിനാണ് ഗൗരി ശിവപട്ടത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ശിവക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പെങ്കോന്തൻ എന്ന് പറഞ്ഞാലായിരുന്നു. ഭാര്യയ്ക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താവാണ് ശരിയായ ഭർത്താവ്. തലകേറ്റി വെച്ചുള്ളതല്ലേ, അത് വേറെ കാര്യം. ഗൗരി ശിവപട്ടം എന്ന് പേരിട്ടു. ഇനി പാർവതി എങ്ങനെ ഗൗരിയായിരുന്നു? പാർവതി ഇച്ചിരി കറുത്ത നിറമായിരുന്നു. പാർവതി പരമശിവനോട് പറഞ്ഞു, പരമശിവ എനിക്കിച്ചിരി വെളുത്ത തൊലി തരണം. മദാമ്മമാരെ കാണാത്ത കാലത്ത് ഈ പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭാര്യ ഒരു കാര്യം പറഞ്ഞല്ലേ, പരമശിവൻ നോ പറയാൻ പറ്റുമോ? പരമശിവൻ പറഞ്ഞു നോക്കാം. പക്ഷെ പരമശിവൻ ആലോചിച്ച് നോക്കി, ഭാര്യ അങ്ങ് ഭയങ്കര സുന്ദരിയാക്കിയാലേ ഭർത്താവിൻ്റെ കഷ്ടകാലമാണ്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരുപാട് കൊലക്കേസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഭാര്യ സുന്ദരിയായതുകൊണ്ട് അവളെ കയ്യിലാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നിരിക്കുക. സീനിയർ ഉദ്യോഗസ്ഥന്മാർ ജൂൺ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ വലിയ സുന്ദരിയാണെങ്കിൽ അവളെ തട്ടിയെടുക്കാൻ വേണ്ടി സസ്പെൻഷനോ എന്തൊക്കെ ചെയ്തോളെ കീഴടക്കാൻ വേണ്ടി, ഭർത്താവിനെ കീഴടക്കാൻ വേണ്ടി. ഹെലൻ ട്രോയ് സുന്ദരിയായിരുന്നു, ഭർത്താവന്മാർ കഷ്ടപ്പെട്ടു പോയില്ലേ. സീതാദേവി സുന്ദരിയായിരുന്നു, രാമായണത്തിലെ കഷ്ടപ്പാട് കണ്ടില്ലേ, ശ്രീരാമനും ലക്ഷ്മണനൊക്കെ പോയിട്ടുള്ള കഷ്ടപ്പാട്. ഭാര്യ അതീവ സുന്ദരിയാണെങ്കിൽ കുഴപ്പമാണ്. എന്നാൽ ഭാര്യ പറഞ്ഞ് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പരമേശ്വരൻ ആലോചിച്ചിട്ട് തീരുമാനമെടുത്തു. പകുതി വഴിക്ക് പാർവതിയെ ഗൗരിയാക്കി മാറ്റുക. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ നിറമുള്ള, കോപ്പർ കളർ ചെമ്പിൻ്റെ നിറമുള്ള, പകുതി കൊണ്ടുവന്നു ചെമ്പിൻ്റെ നിറമുള്ളാക്കി മാറ്റി, ഗൗരിയാക്കി മാറ്റി. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ എടുത്തു പോകും. ഈ ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തൊട്ടപ്പൻ പരമശിവനാണ്. ഭാര്യ കിട്ടാണ് ആദ്യം പ്രയോഗിച്ചത്രേ ഉള്ളൂ. ബ്യൂട്ടീഷ്യൻ പ്രയോഗം ആദ്യം ഭാര്യ കിട്ടാണ്. അങ്ങനെ കറുത്തിരുന്ന പാർവതിയെ ഗൗരിയുടെ നിറമാക്കി കോപ്പർ കളറാക്കി മാറ്റി. ഇവിടെ എല്ലാ ഭർത്താക്കന്മാരും പരമശിവനൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഭാര്യയ്ക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ ഭർത്താക്കന്മാർ ചെയ്തു കൊടുത്തേക്കണം. ഭാര്യയെ കണ്ടാ ജനങ്ങൾ ഇച്ചിരി കൊള്ളാം, ഇവൻ ഭാഗ്യവാനാ ഈ പെണ്ണിനെ കെട്ടിയത് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണം. അതിന് എന്ത് ലിപ്സ്റ്റിക്കോ എന്ത് ചായമോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തേക്കണം. ഭാര്യയെ കണ്ട എല്ലാവരും ഒന്ന് സുന്ദരിയാണെന്നൊന്ന് പറയണം. പരമശിവൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ശ്രദ്ധേയമായി. തിരുവനന്തപുരത്തൊരു ഉമയന്നൂർ ക്ഷേത്രമുണ്ട്, ആറുകാട് സ്കൂളിന് തൊട്ട് താഴെ. അവിടെ പരമശിവന്റെ 2 വിഗ്രഹം ഉണ്ടാക്കി വെച്ചതായിട്ട് കേട്ടു. ഞാൻ വിളിച്ചോടാ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ പഠിച്ച ഹിന്ദു ശാസ്ത്രപ്രകാരം ഒരു ക്ഷേത്രത്തിലൊരു മെയിൻ ദേവനും പിന്നെ ഉപദേവതമാരോ ദേവനൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ ഒരേ ദേവന്റെ 2 പ്രതിഷ്ഠ പാടില്ല, ഞാൻ പഠിച്ച ശാസ്ത്രം. അപ്പം ഞാൻ നാരായണൻ നായരുടെ രസമുണ്ടായിരുന്നു. ഞാൻ നാരായണൻ നായരെ നീ തന്നെ എൻ്റെ വണ്ടിയൊക്കെ കയറി എനിക്കൊരു കാര്യം തന്നെ കൂടെ സഹായിക്കണമെന്ന്. ഞാൻ വണ്ടി അടിച്ചിട്ട് ഉമയന്നൂർ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഈ കുളത്തിനകത്തുനിന്ന് കയറി വരുമ്പോൾ ഒരു പരമശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. ഭയങ്കര രൗദ്രഭാവത്തിലാണ്. ഇപ്പം കണ്ട കൊല്ലു എന്നുള്ള ദേഷ്യത്തിലാണ് പരമശിവൻ നിൽക്കുന്നത്. അതാ ദേവൻ്റെ മുമ്പിൽ തൊഴുതിട്ട് വേണം അകത്തോട്ട് പോകാൻ. പക്ഷെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന പരമശിവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമശിവനാണെന്ന് കേട്ടിയാൽ ഞാൻ നാരായണനാർ അകത്ത് ചെന്ന് ആ തന്ത്രിയോട് ചോദിക്കണം, IG അലക്സാണ്ടർ ജേക്കബ് സാറിന് അകത്ത പ്രതിമയുടെ ഒരു ഫോട്ടോ വേണം, ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. തന്ത്രി പറഞ്ഞു എടുത്തോളാം മതി. അങ്ങനെ നാരായണൻ നായർ അകത്ത് ചെന്നിട്ട് ഈ അകത്തിരിക്കുന്ന പരമശിവൻ്റെ ഫോട്ടോ കൊണ്ടുവന്നപ്പം ചല്ല ചിരിച്ച് ഒരു 4 പല്ലിനെട്ടം പുറത്ത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമശിവൻ. ഞാൻ ചോദിച്ചോട്ടെ ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പം ഞാൻ അവിടെ വെയിറ്റ് ചെയ്താൽ പൂജാരി പൂജ കഴിഞ്ഞ് ഇറങ്ങി വിട്ടെന്ന് വിചാരിച്ചു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് പൂജാരി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ഈ നാരായണനോട് ഓടിച്ചെന്ന് എനിക്ക് അതേ പൂജാരിയോടൊന്ന് സംസാരിക്കണം. പൂജാരി ഇപ്പം എന്നെ കാറിനടുത്ത് വിടാൻ തുടങ്ങി. ഞാൻ ഇറങ്ങി ഓടി അവിടെ ചെന്നു. ഞാൻ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തെന്താണെന്ന് വെച്ചാലേ, ഞാൻ പഠിച്ച ഹിന്ദു ശാസ്ത്രപ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവൻ്റെ ഒരു പ്രതിഷ്ഠ പറ്റും, പക്ഷെ ഒന്നിലേറെ പ്രതിഷ്ഠ പാടില്ല. എന്താണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ? പൂജാരി എന്നോട് പറഞ്ഞു, സാറേ അതൊരു തത്വമാണ്.
ക്ഷേത്രത്തിൽ വരുന്നവരെ ദേഷ്യവും സങ്കടവും ഒരുപാട് വികാരങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവൻ ഈ രൗദ്രഭാവത്തിലുള്ള പരമശിവന് മുമ്പ് നിൽക്കുമ്പോൾ രൗദ്രഭാവമൊക്കെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലെ ആ രൗദ്രഭാവവും വിഷമവും ഒക്കെ പുറത്തു പോകും. നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസ് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ട്രാജഡീസാണ് മനുഷ്യന് കോമഡീസിനേക്കാൾ ഇഷ്ടം. കാര്യം എന്താണെന്നറിയാമോ? നമ്മളവിടെ ചെന്നിട്ട് ഈ ദേഷ്യവും കരച്ചിലും കാണുമ്പം നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് പുറത്തുപോയി നമ്മുടെ ഹൃദയം അങ്ങ് ക്ലീൻ ആവും. അതാണ് ഈ ട്രാജഡീസ് കാണുന്നതിൻ്റെ ഗുണം. ഞാൻ സിനിമ കാണാൻ ഒരിക്കലും പോവുകയില്ല. അപ്പോൾ ആര്യക്ക് വലിയ നിർബന്ധം, 15 കൊല്ലമായിട്ടൊരു സിനിമയ്ക്കും പോയിട്ടില്ല, എന്നെ തിയേറ്ററിൽ സിനിമയിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ശരി. ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം അവധിയൊക്കെ എടുത്ത ഭാര്യയും മൂത്ത മോളെയും ജോലിക്കാരെയും എല്ലാം കൂടെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞു, തിയേറ്ററിൻ്റെ ഏറ്റവും ബാക്കിൽ ഏറ്റവും കൂടിയ സീറ്റ് ഒരു 3 എണ്ണം ബുക്ക് ചെയ്ത് വെച്ച്. ഞാനവിടെ പോയി സിനിമ തുടങ്ങി ഞാനിവിടെ ഇരുന്ന് ഓരോ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഭാര്യ ഇരുന്ന് കരയുന്നു, മോളിരുന്ന് കരയുന്നു, വേലക്കാരിരുന്ന് കരയുന്നു. ഞാൻ ചോദിച്ചു 250 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് കരയാനോ? നീ വീട്ടിലിരുന്ന് കരഞ്ഞാൽ പോരെ? കാര്യം ഇവർ ഈ കഥാപാത്രമായിട്ട് ലയിച്ചു കഴിഞ്ഞപ്പം അറിയാതെ കരഞ്ഞു പോയി. അപ്പോൾ എന്തിനാണ് ഈ കരയിക്കുന്നത്? അത് സിനിമയുടെ ഒരു തന്ത്രമാണ്. കാര്യം നമ്മുടെ ഉള്ളിലുള്ള ദുഃഖവും ദേഷ്യമൊക്കെ മാറിപ്പോണം. ഇതാണ് ഈ അരിസ്റ്റോട്ടിൽ പറയുന്ന, അദ്ദേഹത്തിൻ്റെ പോയറ്റിക്സിൽ പറയുന്ന ഈ ഹമാർഷ്യ പ്രിൻസിപ്പിളാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ ദേഷ്യമുള്ള പരമേശ്വരനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യവും സങ്കടമൊക്കെ അങ്ങ് പോകും. അകത്ത് കയറി ചെല്ലുമ്പം പരമശിവനെല്ലാം ചിരിച്ച് 4 പല്ലിൻ്റെ അറ്റം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നമുക്ക് ഒരാൾ ചിരിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അറിയാതെ ചിരിച്ചു പോകും. അപ്പോൾ ഈ ഭക്തനകത്ത് കയറി പരമശിവൻ്റെ ചിരിക്കുന്ന പരമശിവനെ കണ്ടു കഴിയുമ്പോൾ ചിരിച്ചിറങ്ങി വരും. പിന്നെ ഇതുവഴി ഇറങ്ങാൻ പാടില്ല. അപ്പുറത്തൊരു വാതിലുണ്ട്, അതുവഴി ഇറങ്ങി ആൾ പൊക്കോണം. ഈ പഴയ രൗദ്രഭാവത്തിലെ പരമശിവനെ കാണാൻ പാടില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ ക്ഷേത്രത്തിനാണ് 2 പരമശിവന്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആ പ്രതിഷ്ഠ കാണുമ്പം ആ പ്രതിഷ്ഠ ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ തന്ത്രിയും ഇതുണ്ടാക്കിയ ശില്പിയും ചില തത്വങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട്. ആ തത്വം മനസ്സിലാക്കി വേണം ആ പ്രതിഷ്ഠയെ തൊഴാൻ. എന്താണോ തത്വം, ആ തത്വം മനസ്സിലാക്കി തൊഴുതോണം. എങ്കിലേ ഇന്നത്തെ പ്രതിഷ്ഠയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പം ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം ക്ഷേത്രങ്ങളുടെ ചരിത്രം മനസ്സിലാക്കണം. 6000 കൊല്ലം പഴക്കമുള്ള 46 രാജ്യങ്ങളിൽ പറയുന്ന ക്ഷേത്രസങ്കല്പം മനസ്സിലാക്കണം. രണ്ടാമത് ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. മൂന്നാമത് ഹിന്ദുക്കളുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. നാലാമത് നാം പ്രാർത്ഥിക്കുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സാരാംശം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി അഞ്ചാമതായി ക്ഷേത്രങ്ങളുടെ ആചാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഓരോ ക്ഷേത്രത്തിലും ആചാരമുണ്ട്. ആചാരം എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഉരുവായി വരുന്നതാണ്. മനുഷ്യൻ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പഠിച്ച 5 ഫോമിലാണ്. അതിലാദ്യത്തെ ഫോം വർഷിപ്പ് വിത്ത് ഫയർ. ദൈവത്തിന് ഹോമം നടത്തി, യജ്ഞം നടത്തി ദൈവത്തിന് ഹോമം കൊടുക്കുക. ദൈവത്തിന് കൊടുത്തിട്ട് ദൈവം അത് കൺസീവ് ചെയ്യാണ്. ഓരോ മന്ത്രം അവസാനിക്കുമ്പോഴും സ്വാഹ, അഗ്നിദേവൻ പറയാണ് ഞാൻ ഭക്ഷിച്ചു, തൃപ്തിയായി. അതാണ് വർഷിപ്പ് വിത്ത് ഫയർ. ആര്യന്മാരാണ് ഈ ആചാരത്തിൻ്റെ സാരാംശം. രണ്ടാമത്തേത് വർഷിപ്പ് വിത്ത് വാട്ടർ. വെള്ളം കൊണ്ട് പ്രാർത്ഥിക്കുക. നദീതട സംസ്കാരങ്ങളുള്ള സ്ഥലത്ത് ആ നദിയെ നമുക്ക് തന്ന ഈശ്വരനെ ആ നദിയിലെ വെള്ളമെടുത്ത് നമ്മൾ ആചമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് വിത്ത് വാട്ടർ. ഈജിപ്തുകാരെ നൈൽ നദിയെ വിളിച്ചു ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. ഇന്ത്യയിലെ ഹിന്ദുക്കൾ വിളിച്ചു ഗംഗാ നദി പുണ്യനദി. കേരളത്തിൽ ശബരിമല പോകുമ്പോൾ എല്ലാവരും പറയും തെന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. നദി പുണ്യമുള്ളതാണ്, അതില്ലെങ്കിൽ ആ സംസ്കാരം ഉണ്ടാവില്ല. വർഷിപ്പ് വിത്ത് വാട്ടർ. മൂന്നാമത്തെ വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്. ദ്രാവിഡ വർഗ്ഗക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പൂ കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കും. കല്യാണം കഴിക്കുമ്പോൾ പൂ കൊണ്ടൊരു ഹാരം ഉണ്ടാക്കി വരൻ വധുവിൻ്റെ കഴുത്തിടും, വധു വരൻ്റെ കഴുത്തിലിടും. ഭഗവാനെ നമ്മൾ ഹാരം അടിക്കും. അങ്ങനെ പൂവ്, ഫ്ലവർ, പൂവിൻ്റെയും ജപം, പ്രാർത്ഥന, രണ്ടിൻ്റെയും ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് നമ്മളൊരു വാക്കുണ്ടാക്കി മലയാളത്തിൽ, തമിഴിലും മലയാളത്തിലും. പൂജ. പൂ കൊണ്ട് ജപിക്കുക, പൂജ. നാലാമതായി വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഭൂമി തരുന്നതൊക്കെ അതിന് ആദ്യ ഫലം ഈശ്വരനുള്ളതാണ്. അപ്പോൾ ആദ്യ ഫലം കർഷകൻ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊടുക്കും. അത് വെച്ച് പ്രാർത്ഥന ഉണ്ടാവും, പൂജ. വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അഞ്ചാമത്തത് വർഷിപ്പ് വിത്ത് ഡാൻസ് ആൻഡ് മ്യൂസിക്. ദൈവത്തെ
പാടി സന്തോഷിപ്പിക്കുക. രാവിലെ നേരെ വെളുക്കുമ്പോൾ പത്മനാഭ കീർത്തനം, ഇരയമ്മൻ നമ്മുടെ പത്മനാഭ കീർത്തനം കേട്ടുകൊണ്ടാണ് പത്മനാഭസ്വാമി ഉണരുന്നത്. സന്ധ്യ ആവുമ്പോൾ ശബരിമല നടയടക്കുകയാണ്. ഹരിവരാസനം അങ്ങോട്ട് പാടും. അത് കേട്ടോണ്ട് ഭഗവാൻ ഉറങ്ങുകയാണ്. ഈശ്വരൻ ഈ പാട്ട് കേട്ടോണ്ട് ഉറങ്ങുന്നതല്ല, പക്ഷെ ഈശ്വരനെ ഉണർത്താനൊരു പാട്ട്, ഉറക്കാനൊരു പാട്ട്. സന്ധ്യ 6 മണിയാകുമ്പോൾ രാമ 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 പാഹി നമ്മൾ ചൊല്ലുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി, വീട്ടിലെ പ്രാർത്ഥന മുറിക്ക് വിഗ്രഹത്തിന് മുമ്പിൽ പോയി കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുരാഹര സ്തോത്രമാണ്. വർഷിപ്പ് വിത്ത് മ്യൂസിക്, പിന്നെ വർഷിപ്പ് വിത്ത് ഡാൻസ്, നൃത്തം ചവിട്ടി ദൈവത്തെ സന്തോഷിപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഭരതനാട്യം കണ്ടുപിടിച്ചു. ഓരോ പുരാണ കഥയെടുത്ത് ഭരതനാട്യം. കേരളത്തിൽ കഥകളി നടത്തി ആ പുരാണ കഥ അങ്ങോട്ട് പറഞ്ഞ് കിരാതവധം അല്ലെങ്കിൽ കീചകവധം എടുത്തിട്ട് കഥകളി ചൊല്ലുകയാണ്. മറ്റു സ്ഥലത്ത് നമ്മളിപ്പം ദാവീദ് രാജാവ് സമാപനോട് എഴുന്നേൽപ്പ് ഡാൻസ് ചെയ്ത് അവൻ്റെ ശരീരത്തിലെ പകുതി വസ്ത്രം അങ്ങ് മാറിപ്പോയി. ഭാര്യ മൈക്കിളി ചോദിച്ചു, എന്തോ നീ പെണ്ണുങ്ങളൊക്കെ ഉള്ള പകുതി മുണ്ട് എടുത്തുകൊണ്ട് ചാടിയത്? ദാവീദ് രാജാവ് പറഞ്ഞു, ദൈവത്തെ സന്തോഷിക്കാൻ വേണ്ടി നൃത്തം ചെയ്താണ്. നീ എന്നെ ഫലിച്ചതിനാൽ നിനക്ക് മക്കളുണ്ടാവാൻ പോട്ടെ എന്ന് പറഞ്ഞു. മൈക്കിളിന് മക്കളുണ്ടായില്ല. ദൈവത്തെ സമർപ്പിക്കാൻ ഡാൻസ് ചെയ്യുക. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട 5 ഫോം. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഈ 5-ൽ ഏതൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നോക്കണം. നദിയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളിൽ വെള്ളം കൊണ്ടുള്ള ആചരണം ഉണ്ടാവും. മലമുകളിൽ പൂക്കളും ഫലങ്ങളുള്ള ആചാരം ഉണ്ടാവും. മരുഭൂമിയിൽ അവിടെ അഗ്നി കൊണ്ടുള്ള ആരാധന ഉണ്ടാവും. കൃഷിഭൂമി ഇല്ലാത്ത സ്ഥലത്ത്. അപ്പോൾ ഒരാചാരം മറ്റൊരു ആചാരത്തെക്കാൾ നല്ലതാണോ? അല്ല. ആചാരത്തിൻ്റെ ആയിട്ട് മനസ്സിലായിക്കോ. 2ാം ലോകമഹായുദ്ധ കാലത്ത് മരിച്ചവരുടെ കല്ലറയിൽ സിംഗപ്പൂരിൽ വന്ന് പ്രാർത്ഥിക്കും ആ യുദ്ധത്തിൻ്റെ വാർഷികത്തിൽ. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നൊരു സായിപ്പ് വന്നു. അവൻ്റെ അപ്പൻ ചത്ത് കിടക്കുന്ന കല്ലറയിൽ വന്നിട്ട് അവൻ കുറേ പൂക്കൾ ആ കല്ലറയിൽ വിതറി വെച്ചു, റീത്തൊക്കെ വെച്ചു. അപ്പോൾ അവിടെ മരിച്ച ജപ്പാൻകാരനുണ്ടായിരുന്നു. അവനെന്ത് ചെയ്തു, അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ വന്നിട്ട് ബുദ്ധമത ആചാരപ്രകാരം കല്ലറയുടെ മുകളിൽ അരി വിതറണം. അതിൽ പക്ഷികൾ വന്ന് ഭക്ഷിക്കുമ്പോൾ ആത്മാവിന് ശാന്തി കിട്ടും. അതാണ് ബുദ്ധമതക്കാരുടെ വിശ്വാസം. സായിപ്പിന് ഇത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. സായിപ്പ് ഈ ബുദ്ധമതക്കാരൻ്റെ ജപ്പാൻകാരോട് ചോദിച്ചു, എപ്പോഴേ നിൻ്റെ അപ്പം വന്ന് ഈ അരി തിന്നുന്നത്? ജപ്പാൻകാരൻ പറഞ്ഞു, നിൻ്റെ അപ്പം പൂ മണപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പം വന്ന് അരി തിന്നുള്ളൂ എന്ന് പറഞ്ഞു. മതിയായില്ലേ? അപ്പോൾ ഒരാചാരത്തിൻ്റെ മഹത്വം വേറൊരു ആചാരത്തെ ആക്ഷേപിച്ചുകൊണ്ടാവരുത്. ഹിന്ദുമതമോ ക്രിസ്തുമതമോ ഇസ്ലാം മതമോ യുദ്ധമതമോ എല്ലാ മതത്തിനും അതിൻ്റെ അതുണ്ടായ രാജ്യത്തെ പ്രത്യേകിച്ച് ആചാരമാണ്. ഇന്ത്യയിൽ നദികളുണ്ടായിരുന്നു, താമര ഉണ്ടായിരുന്നു. നമ്മൾ താമര കൊണ്ട് ഈശ്വരനെ ആരാധിക്കും. സൗദി അറേബ്യയിൽ താമര കൊണ്ട് പൂജിക്കാൻ പറ്റുമോ? അവിടെ ഒന്നും നദിയില്ല, താമരയില്ല, ഒരു കുന്തവുമില്ല, അവിടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികൾ വെള്ളം കൊണ്ട് മാംസം വെക്കും. സഹാറ മരുഭൂമി മാംസം വെക്കാൻ പറ്റും, അവിടെ വെള്ളമില്ല. അന്റാർട്ടിക്കയെ മാംസം വെക്കാൻ പറ്റും, അവിടെ ഐസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മതം ഉണ്ടാകുന്ന ദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ആചാരം ഉണ്ടാകുന്നത്. ആ ആചാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ, കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, എന്താണ് ആചാരം? രാവിലെ 4 മണിക്ക് ഉണരണം. ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. എന്താണ് ബ്രഹ്മമുഹൂർത്തത്തിലുള്ള പ്രത്യേകത? ഡോക്ടർമാരെ കണ്ടുപിടിച്ചു, മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് 6 മണി വരെയാണ്. ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് A+ കിട്ടും. ആ സമയത്ത് തലച്ചോറുകൊണ്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരൻ്റെ ബിസിനസ് അന്ന് പകൽ വിജയിക്കും. എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടത് അവൻ വെളുപ്പാങ്കാലത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ് വിജയിക്കും. അതുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠ, വെളുപ്പിന് 4 മണിക്ക് ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലേ വാതിലോർന്ന് പുറത്തിറങ്ങും. ഹിന്ദുക്കളുടെ ആചാരമാണ്. ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാവും. എന്താ കാര്യം? വെളുപ്പിന് 5 മണിക്കെങ്കിലും വാതിലോർന്ന് പുറത്തിറങ്ങിയാൽ അവിടെ കള്ളൻ ഇരുമ്പോടിയും കൊണ്ട് നിൽപ്പുണ്ട്. ഒറ്റയടി തലയ്ക്ക് തരും, സ്വാഹ. അതോടെ ഇടപാട് കഴിയും. പിന്നെ വാനപ്രസ്ഥത്തിൻ്റെ കാലത്ത് നമ്മൾ പോയി കുടിൽ കിട്ടുന്നത് നദിയുടെയൊക്കെ തീരത്താണ്, വെള്ളം എടുക്കാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ട്. സന്യാസിമാരുടെ ആശ്രമങ്ങളൊക്കെ വനത്തിനകത്താണ്. അവിടെ ഈ വെളുപ്പങ്കാലമാകുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ വന്നിങ്ങനെ നിൽക്കും. ആ സമയത്ത് വാതിലോടോട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ ചക്കക്കൊമ്പൻ ഒരു പിടിയിഞ്ഞ് പിടിക്കും. അതോടെ നമ്മുടെ കാറ്റ് പോകും. കടുവ നിൽപ്പുണ്ട്, ഒരു കടി കടിക്കും, നമ്മുടെ കാറ്റ് പോകും. പക്ഷേ വെളുപ്പങ്കാലത്ത് 5:30 മണി കഴിയുമ്പോൾ കള്ളന്മാരെല്ലാം സ്ഥലം വിടും. സൂര്യനുദിച്ച ഒരു കള്ളനോടങ്ങ് നിൽക്കുകയില്ല. മൃഗങ്ങൾ 5:30 മണി 6 മണി ആകുമ്പം ആറ്റിലിറങ്ങി വെള്ളവും കുടിച്ചിട്ട് അവർ കാട് കയറി പോകും. അപ്പം നമ്മളെ മൃഗങ്ങളിൽ നിന്നും കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹിന്ദുമതം
വളരെ കൃത്യമായി പറയുന്നു, സൂര്യനുദിക്കുമ്പോഴേ പുറത്തിറങ്ങാവും. അപ്പോൾ നമ്മൾ ഉടനെ ഉടനെ നമ്മൾ പഞ്ചാംഗം നോക്കും. ഇന്ന് 6:10 സൂര്യോദയം, 6:10 ഇറങ്ങും. ഇറങ്ങിയാൽ നമ്മൾ നേരെ തുളസിത്തറയിൽ ചെല്ലും. കൃഷ്ണ തുളസിയുടെ ഇല 4 പറിച്ചങ്ങ് തിന്നും, ചവച്ചാലത്തങ്ങ് തിന്നും. എന്തോ കാര്യം? കൃഷ്ണ തുളസിക്ക് പനിയെ ഇല്ലാതാക്കാൻ, ഇൻഫെക്ഷൻ തടയാനുള്ള കഴിവുണ്ട്. നമുക്ക് പനിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൃഷ്ണ തുളസി കപ്സർപ്പ് 100 രൂപയ്ക്ക് വാങ്ങിച്ച് കുടിക്കും. എന്തിനാണ് ഈ കൃഷ്ണ തുളസി കപ്സർപ്പ് ഉണ്ടാക്കുന്നത്? ഈ കൃഷ്ണ തുളസി ഇല പിഴിഞ്ഞുണ്ടാക്കുന്ന സാധനത്തിന് പഞ്ചാശിവന്റെ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൂളത്തല. ഇവിടെ നിലമ്പൂരിലെ മഹാദേവ ക്ഷേത്രത്തിൽ പൂജ നടക്കണമെങ്കിൽ കൂളത്തല വേണം. എന്തുകൊണ്ട് ഈ കൂളത്തല? കൂളത്തല പരമശിവന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തോ ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ദേഷ്യം വരും, ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ ദേഷ്യം പോകും. അപ്പോൾ ഈ കൂളത്തലയ്ക്ക് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ 4 കൂളത്തലയൊക്കെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ BP എപ്പോഴേ കൺട്രോൾഡായി. ഓൾമോസ്റ്റ് 20 ഒന്നും വേണ്ട, BP കൺട്രോൾഡാവാൻ. അപ്പോൾ നമുക്ക് പനി വരാതിരിക്കാൻ, നമുക്ക് BP കുറയ്ക്കാൻ, നമുക്ക് ഡയബറ്റീസ് കുറയ്ക്കാനുള്ള ചികിത്സയാണ് ഹിന്ദുമതം പറയുന്നത്. 4 കൃഷ്ണതുളസി ഇലയും 4 കൂവളത്തലയും പറിച്ച് തിന്നാന്ന് പറയും. അത് കഴിഞ്ഞാൽ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യാം. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ 32 വ്യായാമങ്ങൾ ചെയ്യുന്നൊരു സാധനമാണ് ഈ സൂര്യ നമസ്കാരം. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലിനും, എല്ലാ ഞരമ്പിനും, എല്ലാ സന്ധിബന്ധങ്ങൾക്കും എക്സസൈസ് കിട്ടി പാർക്കിൻസണും മറ്റു രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ ബെസ്റ്റാണ്. അതാണ് സൂര്യ നമസ്കാരം. പിന്നെ ലോകത്തിലെ രോഗങ്ങളിൽ 5-1 വരുന്നത് വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജാണ്. അപ്പോൾ നമ്മൾ അർത്ഥനഗ്നമായി സൂര്യഭഗവാനെ നോക്കി ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലോട്ട് അടിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യും. 20 മിനിറ്റ് മതി. 20 മിനിറ്റ് നമ്മൾ സൂര്യനെ അഭിമുഖമായി നിന്നാൽ വൈറ്റമിൻ ഡി, അന്ന് പിന്നെ വൈറ്റമിൻ ഡി ഷോർട്ടാവുണ്ടല്ലോ, 5-1 രോഗങ്ങളില്ലാതാവും. പിന്നെ ഈ രാവിലെ വരുന്ന സൂര്യരശ്മികൾക്ക് രോഗാണുക്കളെ കൊല്ലാനുള്ള കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗാണു പറ്റി ഇരിപ്പുണ്ടെങ്കിൽ സൂര്യരശ്മി പതിച്ചു കഴിഞ്ഞാൽ രോഗാണു ചത്തുപോകും. നമുക്ക് ഒരുതപ്പെട്ട സ്കിൻ ഡിസീസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ സൂര്യ നമസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശീർഷാസനം ചെയ്യാൻ കഴിവുള്ളവർ ചെയ്യണം. ഉച്ചകുത്തിനെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഇരുകാലും മൃഗങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പം ഹൃദയം പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള രക്തം നമ്മുടെ ശരീരത്തിൽ താപ്പോട്ട് പോകും. എന്നിട്ട് ഗുരുത്വാകർഷണം നേരിട്ട് മേപ്പോട്ട് വന്നെങ്കിലേ ശരീരത്തിൽ കിട്ടുള്ളൂ. പക്ഷേ ശീർഷാസനം ചെയ്യുമ്പോൾ തലച്ചോറ് താഴെയും ഹാർട്ട് മേളിലുമാണ്. പമ്പ് ചെയ്യുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ തലച്ചോറ് കയറും. ആ മനുഷ്യന് അപാര ബുദ്ധിശക്തിയായി. അതിനാണ് ശീർഷാസനം. സ്ത്രീകൾ മാത്രം ടൈറ്റ് വേഷത്തോടെ ചെയ്യാവും. സാരി എടുത്തുകൊണ്ട് ശീർഷാസനം ചെയ്താൽ അയലോകത്തുള്ള ആളുകൾക്ക് നല്ല കാഴ്ചയായിപ്പോൾ. അത്രയും മാത്രം ശ്രദ്ധിച്ചോളൂ. ശീർഷാസനം കഴിഞ്ഞാൽ നമ്മൾ നേരെ എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, പൂജിക്കാൻ പോവുകയാണ്. ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ ആൽമരത്തിന് 7 തവണ പ്രദക്ഷിണം ചെയ്യണം, കമ്പൽസറി. എന്താണ് ഈ സംഭവം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് വേപ്പമരം. മൂന്നാമത്തെ കൃഷ്ണതുളസി. മുറ്റത്ത് കൃഷ്ണതുളസി വെച്ചുപിടിപ്പിച്ചാൽ മുറ്റത്തിന് ഈ ഓക്സിജൻ കൂടും. പക്ഷേ കുട്ടികൾ പഠിക്കുന്ന പഠനമുറിക്ക് അടുത്തെങ്ങാണോ ആൽമരവും വേപ്പമരവും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് A+ ഉറപ്പാണ്. കാരണം ഇഷ്ടംപോലെ ഓക്സിജൻ ആ കുട്ടിക്ക് സപ്ലൈ കിട്ടും. അപ്പോൾ ആൽമരത്തിന് ചൂട്ടിയിരുന്ന് ധ്യാനിച്ചപ്പോഴാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായത്. അറിയാം, ബുദ്ധനോടൊന്നിരുന്നപ്പോൾ ഈ കംപ്ലീറ്റ് ഓക്സിജൻ നിറഞ്ഞിരിക്കുകയാണ്. അതങ്ങോട്ട് സ്വച്ഛം ബുദ്ധൻ്റെ തലച്ചോറി ബോധോദയം ഉണ്ടായി. ഭർത്താവും ഭാര്യയും കിടന്നിറങ്ങുന്ന മുറി ഒരു 12 അടി നീളവും വീതിയും ഉള്ളെങ്കിൽ വെളുപ്പങ്ങളത്തെ 2 മണിയാകുമ്പോഴേ മുറിയിൽ ഓക്സിജൻ തീർന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വച്ഛം കിടക്കുകയാണ്. ഇല്ലാത്ത രോഗം എല്ലാവർക്കും ഉണ്ടാവും. നേരം വിളക്കുന്നൊരു ഓക്സിജൻ കിട്ടണമെങ്കിൽ 20 അടി നീളവും വീതിയുള്ള മുറി വേണം. അത്രയുള്ള മുറി ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ? ആരെ കൊണ്ട് പറ്റും? സാധാരണക്കാരൻ കൊണ്ട് പറ്റുമോ? ജനലൂർന്ന് ഇറങ്ങാൻ പറ്റുമോ? കള്ളനെ അഴിയടിച്ച് അകത്ത് കയറും. ഇല്ലെങ്കിൽ അയലോക്കത്തുള്ള കോളേജിൽ പഠിക്കുന്ന പിള്ളേരുള്ളവനെ അവൻ ക്യാമറയും കൊണ്ടുവരും. ഗംഗാരൻ നായരും ലക്ഷ്മി അമ്മയും കിടന്ന് ഉറങ്ങുന്ന മുഴുവൻ പിടിച്ചിട്ട് നേരം 10 മണിയാകുമ്പോൾ യൂട്യൂബ് ലോകം മുഴുവൻ കാണാം. ഗംഗാരൻ നായരും ലക്ഷ്മി അമ്മയും പകുതി വസ്ത്രവുമായി കിടന്ന് ഉറങ്ങുന്നു. പറ്റുമോ? പറ്റിയാൽ അപ്പോൾ കഥ അടച്ച് കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പത്തിന് ഈ ഓക്സിജൻ തീർന്ന് ശരീരത്തിൽ ഇച്ചിരി കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയതാണ്. ആ ഭക്തൻ നടന്ന് ഇവിടെ വന്നിട്ട് ഈ ആൽമരത്തിന് 7 വലം വെക്കും. അതിന് ചുറ്റും ഈ ഓക്സിജൻ ഇങ്ങനെ ആൽമരം ഉണ്ടാക്കുന്ന ഓക്സിജൻ നിറഞ്ഞിരിക്കുക. ആ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോയി ശരീരത്തിൽ ഓക്സിജൻ നിറയും. അതാണ് ഈ ആൽമന് ചുറ്റുമുള്ള നടപ്പ്. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഓരോ ദേവനെയും എത്ര തവണ പ്രദക്ഷിണം ചെയ്യണം കൃത്യമായി ഹിന്ദുമതം കണക്ക് പറയുന്നുണ്ട്. പരമേശ്വരനെ 3 തവണ പ്രദക്ഷിണം ചെയ്യണം. മഹാവിഷ്ണുവിനെ 4 തവണ പ്രദക്ഷിണം ചെയ്യണം. പാർവതിയെ ഭഗവതിയെ 4 തവണ പ്രദക്ഷിണം ചെയ്യണം. ഗണപതി ഭഗവാനെ ഒറ്റ തവണ പ്രദക്ഷിണം ചെയ്യാവും. രണ്ടാമത് പ്രദക്ഷിണം ചെയ്താൽ ഗണപതി ദേഷ്യപ്പെടും.
ഗണപതി ഭഗവാൻ ഒറ്റ ചാട്ടത്തിന് പരമശിവനെയും പാർവതിയും ചുറ്റി താഴെ വന്നു. ഒരു തവണ ചുറ്റുന്ന ഗണപതിക്ക് സന്തോഷം. ആരുടെ ഈ ശല്യം? ഗണപതി ആരെ പിണക്കാലും ഗണപതിയെ പിണക്കല്ലേ, എൻ്റെ അപ്പോൾ വിഘ്നേശ്വരനാണ്. അതുകൊണ്ട് ഗണപതി ഒരു തവണ പ്രശ്നം ചെയ്യാം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആകെ പ്രശ്നം 24 ദിവസം ചെയ്യാൻ പാടില്ല. ആൽമരത്തിൻ്റെ എണ്ണം കമ്പൽസറി, ബാക്കി 17 പാടുള്ളൂ. അപ്പം ആ ക്ഷേത്രത്തിലുള്ള ഏത് ദേവനെയും ദേവിയൊക്കെ തൊഴുതാൽ ഈ 17 ഒക്കും കണക്കാക്കിയിട്ട് വേണം പ്രശ്നം ചെയ്യാൻ. എന്തോ ഈ സംഭവം? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം കിട്ടണമെങ്കിൽ 300 മീറ്റർ ഒരു മനുഷ്യൻ നടക്കണം. വീട്ടിൽ നമ്മൾ ഇറങ്ങി ക്ഷേത്രത്തിൽ പോയി ഈ ആൽമരത്തിൻ്റെ 7 ബാക്കി 17 പ്രദക്ഷിണവും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആ ഭക്തന് 500 മീറ്റർ നടന്നു കഴിഞ്ഞു. ഒരു ദിവസം വേണ്ട ആരോഗ്യത്തിനുള്ള മുഴുവൻ എക്സസൈസായി. അല്ല റോഡിൽ കൂടെ ഇറങ്ങണം, വല്ല പേപ്പട്ടയുടെയും കടി കൊള്ളേണ്ട വല്ല ആവശ്യമുണ്ട്. റോഡിൽ കൂടെ ഇറങ്ങി നടന്നു വല്ല സ്കൂട്ടറുകാരൻ കൊണ്ട് പുറത്ത് കടിച്ച് ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ട്? സുഖമായി നടന്ന് ക്ഷേത്രത്തിൽ പോവുക, 24 ദിവസം കൊണ്ട് തിരിച്ച് നടന്നു വരിക. ഒരു ദിവസം വേണ്ട മുഴുവൻ എക്സസൈസും കംപ്ലീറ്റ് ആയി. അതിനാണ് ഈ പ്രദർശനമൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ദേവൻ്റെ മുമ്പിൽ ചെന്നിട്ട് തൊഴും. ദേവാ ദേവി, എന്താണ് ഈ തൊഴല്? ഭഗവാനെ, ഈശ്വരനാകുന്ന വലതുകൈയാകുന്ന നീയും ഞാനാകുന്ന ഇടതുകൈയും ഒന്ന് ചേർന്നാണ്. ഞാനും നീയും ഒന്നാണ്. അദ്വൈതമാണ് നമ്മൾ കാണിക്കുന്നത്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ കുരിശ് വരയ്ക്കും, മുസ്ലിങ്ങൾ തറയെ നിസ്കരിക്കും. ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ നമസ്കാരം, അദ്വൈതം. ഭഗവാനെ, വലതുകൈയാവും നീയും ഇടതുകൈയാവും ഞാനും ഒന്നാണേ. എന്നിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന അവിടെ ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞാൽ ഇറങ്ങിയാൽ പൂജാരി നമുക്ക് അവിടുത്തെ പ്രാർത്ഥനയുടെ ദക്ഷിണ കൊണ്ടുവരും. അതിൽ മലര്, കൂളത്തല ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അമ്പലപ്പുഴ പോവും, പാൽപ്പായസം കൊണ്ടുവരും. പാൽപ്പായസത്തിനകത്ത് എല്ലാ വൈറ്റമിനും ഉണ്ട്, എല്ലാ പ്രോട്ടീനും ഉണ്ട്, എല്ലാ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, എല്ലാ ഫാറ്റും ഉണ്ട്. ഓരോരുത്തർക്കും 200 രൂപയുടെ മരുന്നാണ് വൈറ്റമിൻ, ന്യൂട്രിയൻ. 200 രൂപ ചിലക്കേണ്ട ഒരാവശ്യമില്ല. ആ ഒരു ഗ്ലാസ് പാൽപ്പായസം കുടിച്ചാൽ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ആയി, വൈറ്റമിൻ എല്ലാമായി, പ്രോട്ടീൻ എല്ലാമായി, കാർബോഹൈഡ്രേറ്റ് എല്ലാമായി, ഫാറ്റ് എല്ലാമായി. നമ്മളൊരു ഗണപതി മിക്ക ശിവക്ഷേത്രത്തിലും ചെന്നാൽ ഉണ്ണിയപ്പം കിട്ടും, ചിലയിടത്ത് നെയ്യപ്പം. 2 ഉണ്ണിയപ്പം അടിച്ചാൽ ഒരു ദിവസം വേണ്ട കംപ്ലീറ്റ് വൈറ്റമിനും കംപ്ലീറ്റ് പ്രോട്ടീനും കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റും കംപ്ലീറ്റ് ഫാറ്റുമായി. ഒരു ബെക്കഡക്സനും കഴിക്കേണ്ട ആവശ്യമില്ല, ഒരു മെറ്റിക്കോപാലും കഴിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്. അതാണ് അവിടെ. ഹിന്ദു ക്ഷേത്രത്തിൽ പോയാൽ ഒരു ഭക്തനും പട്ടിണി കിടന്ന് പോകാൻ പാടില്ല. ഏതെങ്കിലും ഭക്തൻ പട്ടിണി കിടന്ന് പോയാൽ ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ബാക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. ഹിന്ദുമതം പഠിപ്പിക്കുകയാണ്, അർത്ഥമില്ല. ഭാഗവതത്തിലെ ഭഗവാൻ കൃഷ്ണൻ ആഹാരം വാങ്ങിക്കാൻ വിട്ട് മുനികുമാരന്മാരെ കൊടുത്തില്ല, ഭാര്യമാർ കൊടുത്തു. യജ്ഞാചാര്യൻ കഥ പറഞ്ഞാണ്. ആഹാരം കൊടുത്തതിന് മഹത്വം ഭഗവാൻ വിവരിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ ആ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രോസസ്സിൽ അവിടെ വെജിറ്റബിൾസും അരിയും കൊടുക്കുന്ന ഭക്തന് പുണ്യം, അത് കുക്ക് ചെയ്യുന്ന ഭക്തന് പുണ്യം, അത് വിളമ്പുന്ന ഭക്തന് പുണ്യം, ഭക്തർ കഴിച്ചിട്ട് പോയി നമ്മുടെ വൃത്തിയാക്കുന്ന ഭക്തന് പുണ്യം. ഭക്തർക്ക് 4 പുണ്യം കിട്ടി. വിശന്ന് വരുന്നവനോ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ വിശക്കുന്നതിന് മുമ്പിൽ ഈശ്വരൻ വരുന്നത് ഭക്ഷണമായിട്ടാണ്. അവൻ ഭക്ഷണം കഴിച്ചു, അവൻ തൃപ്തിയോട് ദൈവത്തെ സ്തുതിക്കും. അതിൻ്റെ അനുഗ്രഹം അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തരും കിട്ടും. അതിനാണ് ഈ സദ്യ. ലോകത്തിൽ എല്ലായിടത്തും പട്ടിണികളുണ്ടാവില്ല. എത്യോപ്യ പട്ടിണികളുണ്ടാവും, നൈജീരിയയിലുണ്ടാവും, ശ്രീലങ്കയിലുണ്ടാവും. ഇന്ത്യയിൽ എന്താ പട്ടിണികളുണ്ടാവാത്തത്? ഇന്ത്യയിൽ 95 ലക്ഷം ക്ഷേത്രം. ആ ക്ഷേത്രങ്ങളിൽ സൗജന്യ ഭക്ഷണം കിട്ടുന്നതാണ്. ഇന്ത്യ ഒരു ദരിദ്രരാഷ്ട്രമാണ്, പക്ഷെ ഇവിടെ ആരും പട്ടിണിയൊന്നും മരിക്കാത്തത്. ക്ഷേത്രത്തിൽ ഒന്ന് ഭക്ഷിച്ചിട്ട് പോവാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി ഭക്ഷണവും കഴിച്ച് നമ്മൾ തിരിച്ച് വരും. ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ എബൌട്ട് അടിച്ച് കാർ കയറി അങ്ങ് പോകും. ഹിന്ദുവിന് പറ്റുമോ? ഹിന്ദുവിന് പറ്റില്ല. ഹിന്ദു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് സദ്യ ഇതൊക്കെ വാങ്ങിച്ച് ബാക്കിയുള്ള പട്ടിണി കിടക്കുന്ന ആഹാരമെല്ലാം കൊടുത്ത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തിരിച്ച് ക്ഷേത്രത്തിന് മുമ്പ് വരും. വിടവാങ്ങൽ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായി സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ്. ഞാൻ പള്ളിയിൽ പോകും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ പള്ളിയിൽ ചൊല്ലും. നിങ്ങൾ ദേവാന്ന് വിളിക്കും, ഞാൻ യേശുവെന്ന് വിളിക്കും. അത്രയുള്ള പ്രത്യേകതയുള്ളൂ. എന്താണ് ഹിന്ദു എന്ന വിടവാങ്ങൽ പ്രാർത്ഥന? ഭഗവാനെ, ഭഗവതിയെ, ഞാൻ പോവാണ്. ഇനി ഈ ക്ഷേത്രത്തിൽ തിരിച്ചു വരാമെന്നോ തൊഴാമെന്നോ ഒരുറപ്പും എനിക്കില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ തിരിച്ചു വരുന്നതിന് മുമ്പ്
എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ 3 കാര്യം ഭഗവതി ചോദിക്കുകയാണ്. തന്നേ പറ്റൂ. തരണോ വേണ്ടേ എന്ന് ഭഗവാന് ചിന്തിക്കാൻ ഇല്ല, നോട്ട് നെഗോഷ്യബിൾ. എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന 3 പ്രാർത്ഥന. അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തതാക്കണം. പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കിടന്ന് പടച്ച് ചാവരുത്. ക്യാൻസർ ഒന്ന് കട്ടിക്കുഴി കിടന്ന് അയ്യോ 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 എന്ന് വിളിച്ചോണ്ട് എനിക്ക് ചാവരുത്. അനായാസേന മരണം. ഞങ്ങളുടെ വേദോസ്തത്തിൽ പറയും, നീതിമാന്റെ മരണം ഉറക്കം പോലെ. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ ചത്ത് കിടന്നാൽ സ്വർഗം ഉറപ്പാണ് ക്രിസ്ത്യാനിക്ക്. ഞങ്ങളുടെ വേദോസ്തം ഇത് തന്നെയാണ് ഇന്നും പ്രാർത്ഥിക്കുന്നത്. അനായാസേന മരണം. അസുഖമായി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവനൊരു 22 കുഴലെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് എൻ്റെ അമ്മോ ഭയങ്കര ഗതികേടാണ്. എന്നിട്ട് അവസാനം 22 ലക്ഷം രൂപ 50 ലക്ഷം രൂപയുടെ ബില്ലടിച്ച് വീട്ടുകാർ കൊടുക്കും. ആ മനുഷ്യൻ ഭൂമിയിലുണ്ടാക്കിയ മുഴുവൻ സ്വത്തും ആ ചികിത്സ തീരും. മക്കള് അനാഥരായി മാറും, പട്ടിണി പാവങ്ങളായി മാറും. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അനായാസേന മരണം. ഈ കുഴലെല്ലാം ഫിറ്റ് ചെയ്ത് ICUവിനകത്ത് കിടന്ന് ചാവല്ലേ ഭഗവാനെ, അനായാസേന മരണം. രണ്ടാമത് ഹിന്ദു പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിനാ ദൈന്യതേ ജീവിതം. മരണം വരെ എനിക്ക് ദയനീയ അവസ്ഥ ഉണ്ടാകും. നടക്കാൻ വയ്യ, 2 പേര് പിടിക്കണം. ആഹാരം വിളമ്പി തിന്നാൻ വയ്യ. കൊച്ചുമക്കളൊന്നും വിളമ്പി വല്യപ്പൻ്റെ വായിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക തിന്നാൻ. എന്തൊരു ഗതികേടാ. പിന്നെ മോൻ്റെയോ മരുമോടെയോ ശമ്പളത്തിൽ ജീവിക്കാൻ എൻ്റെ അമ്മോ ഇതുപോലൊരു ഗതികേട് ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ വിനാ ദൈന്യതേ ജീവിതം. മരണം വരെ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ എന്നെ ദീനാവസ്ഥയിൽ എത്തിക്കരുത്. മൂന്നാമത് പ്രാർത്ഥിക്കുന്നത്, ദേഹീമേം കൃപയാം വിഷ്ണു ത്വയി ഭക്തി അചഞ്ചലം. ഭഗവാനെ ഞാൻ കൃപയാ ചോദിക്കുകയാണ്, എൻ്റെ ദേഹി എൻ്റെ ആത്മാവ് എന്നും അങ്ങയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കണം. മരിക്കുന്നവർ ഞാൻ തന്നെ വന്നോളാം. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങയുടെ അടുത്തെത്തി ത്വയി ഭക്തി അചഞ്ചലമായി നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്തുവാ? മോക്ഷം കിട്ടുക. ബാക്കിയുള്ളവനൊക്കെ ടെമ്പററി നരകത്തിൽ പോകും. അവിടുന്ന് അവൻ പുനർജന്മം എടുക്കും. ഇവിടെ കിടന്ന് പട്ടിയും കഴുതയൊക്കെ ആയിട്ട് നടക്കും. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ്, ദേഹീമേം കൃപയാം വിഷ്ണു ത്വയി ഭക്തി അചഞ്ചലം. എന്തൊരുഗ്രം പ്രാർത്ഥനയപ്പാ. മക്കളെ IAS ആക്കാൻ പറഞ്ഞോ? കാഞ്ഞിരപ്പള്ളി 500 ഏക്കർ എസ്റ്റേറ്റ് തരാൻ പറഞ്ഞോ? എന്നെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാക്കണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ 3 കാര്യം കിട്ടിയാൽ മനുഷ്യ ജീവിതം സാർത്ഥകമായി. അനായാസേന മരിക്കുക, മരണം വരെ ആരുടെ മുമ്പ് ദയനീയാവസ്ഥ ഇല്ലാതിരിക്കുക, മരിച്ചു കഴിഞ്ഞ ഉടനെ മോക്ഷം കിട്ടുക. എന്തൊരു അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥന. അത് പ്രാർത്ഥിച്ച് ഭഗവാനോടും ഭഗവോടും യാത്ര വെച്ച് നമ്മളങ്ങ് പോവുകയാണ്. ഹിന്ദുക്കൾക്ക് 1000 ആചാരമുണ്ട്. ഇവിടുന്ന് പ്രതിഷ്ഠാദിനം ആയതുകൊണ്ട് ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം ആ ഓരോ ആചാരവും വളരെ സയൻറ്റിഫിക്കാണ്. ശാസ്ത്രം മെഡിക്കൽ സയൻസ് അപ്ലൈ ചെയ്താണ് ഓരോ ആചാരവും. അപ്പം ഈ ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ ക്ഷേത്രത്തിൽ എന്താണോ ആചാരം അതിൻ്റെ സയൻറ്റിഫിക് നേച്ചർ മനസ്സിലാക്കണം. എന്നിട്ട് വേണം തൊഴാൻ. ഓരോ ആരാധനയുടെയും ആചാരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരാഴ്ചത്തെ സപ്താഹത്തിൽ യജ്ഞാചാര്യർ ഒരുപക്ഷെ നാഗാരാധനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവന്മാരെ കാണാൻ പോയി വനത്തിൽ. വിദുഷനും പാണ്ഡവനോട് എന്തോ വർത്താനം പറഞ്ഞെന്തോ കുറച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ ചോദിച്ചു, എന്തോ വിദുഷൻ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം നിനക്ക് അറിഞ്ഞൂടെ? വിദുഷൻ എന്താ പ്രാധാന്യം? ഇന്ന് നാഗപഞ്ചമിയാണ്. നിനക്ക് നാഗം എന്താണെന്നറിയാമോ? നാഗാരാധന എങ്ങനെയാണെന്നറിയാമോ? ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനൊരു ക്ലാസ് എടുക്കുകയാണ്, നാഗാരാധന എങ്ങനെ ചെയ്യണം. ഭഗവാൻ കൃഷ്ണ ക്ലാസ്സാണ്. ഞാൻ നാഗക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ക്ലാസ് എടുത്ത് പ്രസംഗിക്കും. എന്തൊരു അർത്ഥസംസ്കൃതം അറിയോ? മഹാഭാരതത്തിൽ രാമായണം എഴുതിയ വാൽമീകി മഹർഷി യുധിഷ്ഠിരനെ കാണാൻ വന്നു. യുധിഷ്ഠിരൻ എന്തോ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കപ്പലട്ടി ഒന്നുമില്ല, വേറെ എന്തോ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണിയായി. വാൽമീകി ചോദിച്ചു, എന്താ യുധിഷ്ഠിരൻ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ദിവസം നിനക്ക് അറിഞ്ഞൂടെ? നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ? യുധിഷ്ഠിരൻ ചോദിച്ചു, എന്തോ ഇന്ന് ശിവരാത്രിയാണ് യുധിഷ്ഠിര. ആരാണ് പരമശിവൻ നിനക്കറിയാമോ? ശൈവാരാധന എങ്ങനെ ചെയ്യണമെന്നറിയാമോ? ശിവരാത്രിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ഇവിടെ പരമശിവന്റെ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുകയാണ്. വാൽമീകിയുടെ ക്ലാസ്
ഇവിടുത്തെ ഓരോ ഭക്തനും മനസ്സിലാക്കിയിരിക്കണം. മഹാഭാരതം അനുശാസന പർവ്വം 112 അധ്യായമാണ്. പരമശിവൻ ആരാണ്, പരമശിവനെ പൂജിക്കേണ്ടത് എങ്ങനെയാണ്? ആ അനുശാസന പർവ്വം 112 അധ്യായത്തിലെ 8ാം ശ്ലോകം പരമശിവൻ ആരാണെന്നുള്ള ഡെഫിനിഷൻ വാത്മീകി മഹർഷി തരാണ്. ആരാണ് പരമശിവൻ? ഡെഫിനിഷനാണ്. അനുശാസന പർവ്വം 112 അധ്യായം 8ാം ശ്ലോകം. ശിവരാത്രിക്ക് പ്രാർത്ഥിക്കുകയാണ്. ശിവരാത്രിക്ക് പ്രാർത്ഥിക്കുന്നത് 8 മന്ത്രങ്ങളാണ്. ശിവരാത്രിക്ക് എല്ലാവരും ഒരേ മന്ത്രമല്ലോ ചൊല്ലുന്നത്. ശിവരാത്രിക്ക് ഓരോരുത്തരും ചൊല്ലുന്ന മന്ത്രം വ്യത്യാസമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ ചൊല്ലുന്നത് ഒരു മന്ത്രം, മക്കളില്ലാത്തവൻ ചൊല്ലുന്നത് സന്താനഗോപാല മന്ത്രം, മരണഭയമുള്ളവൻ, രോഗം വന്ന് മരണഭയമുള്ളവൻ മൃത്യുഞ്ജയ സ്തോത്രം. പിന്നെ കല്യാണം നടക്കാത്തവർ അവർ ചൊല്ലുന്ന മന്ത്രം വേറെ. ജ്ഞാനം പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അവർ ചൊല്ലുന്ന മന്ത്രം ശിവഗായത്രി. ഗായത്രി മന്ത്രമുണ്ട്, ഓം ഭൂർഭുവസ്സു, അതല്ല. ശിവരാത്രി ചൊല്ലുന്ന മന്ത്രം ശിവഗായത്രി എന്ന് പറഞ്ഞ മന്ത്രമാണ്. അത് ചൊല്ലിയാലാണ് കുട്ടിക്ക് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ശിവരാത്രി ഒന്നാണ്, പക്ഷെ ഭക്തർ ചൊല്ലുന്നത് 8 ഡിഫറെൻറ്റ് പ്രാർത്ഥനകളാണ്. വൈകിട്ട് 6 മണി തൊട്ട് ഭക്ഷണം കഴിക്കാതെ ഉപവാസം അനുഭവിച്ച് രാവിലെ എഴുന്നേറ്റ് ഘട്ടം ഘട്ടമായി ഒരു രാത്രി 4 മണി തൊട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 4 മണി വരെ 24 മണിക്കൂർ ഒരു ശിവരാത്രി ആഘോഷിക്കുന്നത് എത്ര ശാസ്ത്രീയമാണെന്നറിയാമോ? ഞാൻ പല ശിവക്ഷേത്രങ്ങളിലും പോയി ശിവരാത്രിക്ക് പ്രസംഗിക്കും. ഈ വാത്മീകി മഹർഷി യുധിഷ്ഠിരനെടുത്ത ക്ലാസ്സാണ്, ആ അധ്യായമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരു ശിവക്ഷേത്രത്തിലെ പരമശിവൻ ആരാണ്, എന്താണ് അതിൻ്റെ മഹത്വം, എന്താണ് ശിവരാത്രിക്ക് ചെയ്യേണ്ടത്? മഹാഭാരത അനുശാസന പർവ്വം 112 അധ്യായം. അപ്പോൾ ഈ ഓരോ ക്ഷേത്രത്തിൽ പൂജിക്കാൻ പോകുമ്പോൾ ആ ആചാരത്തിൻ്റെ സാരാംശം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് ജനറൽ നോളജ് മാത്രമേ ഉള്ളൂ. നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ ആചാരം ഉണ്ടാക്കുമ്പോൾ ഓരോ ക്ഷേത്രത്തിന് അതിൻ്റെതായ ആചാരമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രം പ്രസിദ്ധമായ ക്ഷേത്രമാണ്. നിങ്ങൾ സിനിമ കേട്ടില്ലേ, ചെട്ടികുളങ്ങര ഭരണി നാളിൽ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വെടിക്കെട്ട്, 21 ആന എഴുന്നള്ളിക്കുക. അപ്പം എന്നെ ഇവിടെ ഉത്സവത്തിന് പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞ ഈ ആന എഴുന്നള്ളിച്ചുകൊണ്ടോ ഈ വെടിക്കെട്ട് എടുത്തുകൊണ്ടോ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ മക്കൾക്ക് ഒരു 3 ദിവസം ക്യാമ്പ് നടത്തണം. ആദ്യത്തെ ദിവസം ഫുള്ള് ഞാൻ വരാം. ഞാനിവിടെ പോയിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കിട്ടേണ്ട 62 സ്കോളർഷിപ്പ്, കുറേ എണ്ണം ഇവിടെ സംസ്ഥാന ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ പരീക്ഷകൾ പാസ്സായി. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ 8 കൊല്ലം കൊണ്ട് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ഭക്തരുടെ മക്കൾ വലിയ വലിയ നിലകളിലെത്തി. ഇതല്ലേ ഒരു ക്ഷേത്രം ചെയ്യേണ്ടത്? അതായത് വെടിക്കെട്ട് നടത്തി, ആന എഴുന്നള്ളിച്ച്, ലോകം മുഴുവൻ പുകയുണ്ടാക്കി, അതിനിടയ്ക്ക് വെടിക്കെട്ട ബോർഡ് ഉണ്ടാക്കി, വല്ല കാര്യമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിലമ്പൂർ ദേശത്ത് ഇവിടുത്തെ ഭക്തരുടെ മക്കൾക്ക് ജീവിതത്തിൽ ഉയരാനുള്ള ക്ലാസ് നടത്തണം. ഇപ്പോൾ 8 കൊല്ലം ക്ലാസ് നടത്തിയപ്പോൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് കുട്ടികൾ അടച്ച ചെറിയ തുകയിൽ നിന്ന് മിച്ചം കിട്ടിയിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ കോഴ്സ് നടത്തി കുട്ടികൾ രക്ഷപ്പെട്ടു. ആ കോഴ്സ് നടത്തിയതിനകത്തുനിന്ന് രക്ഷകർത്താക്കൾക്കുള്ള സംഭാവന എല്ലാം കൂടെ 4 ലക്ഷം രൂപ മിച്ചം ഇപ്പോൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ. ആന എഴുന്നള്ളിക്കും. ആന ക്ഷേത്രത്തിന് മുറ്റം മുഴുവൻ ചാണകം ഇട്ട്, ഇടയ്ക്ക് ആന വരണ്ട് സ്ത്രീകളും കുട്ടികളും ഓടി, ചിലപ്പോൾ ആന ചവിട്ടി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് 2-3 പേര് മരിച്ച്. ക്ഷേത്രം മനുഷ്യനെ കൊള്ളാനുള്ള സ്ഥലമാണ്. ഈ ആന എഴുന്നള്ളിച്ചാൽ വല്ല ഗുണമുണ്ടോ ഈ ഭൂമിയിൽ? യാതൊരു ഗുണവും. അപ്പോൾ തൃശ്ശൂർ ഇലക്ട്രോണിക് എൻജിനീയേഴ്സ് ചേർന്നിട്ട് ഇലക്ട്രോണിക് ആനയുണ്ടാക്കി. നമ്മുടെ ആനയെക്കാളും വളരെ സുന്ദരമായ ആന. നമ്മുടെ ആന കാണിക്കുന്ന എല്ലാ പണിയും ആന കാണിക്കും. പിന്നെ ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു പാപ്പാൻ, മറ്റൊരു പാപ്പാൻ, വടിയും കൊണ്ട് വേറൊരുത്തൻ, ചാണകം കോരാൻ വേറൊരുത്തൻ, ഒന്നും വേണ്ട. ഇലക്ട്രോണിക് ആന ചാണകം കിടത്തില്ലല്ലോ. ആന എവിടെ സുഖമായിട്ട് വരും. ആനയ്ക്ക് ഈ ആനയെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണിക് അറിയാവുന്നൊരു പയ്യൻ മാത്രം ആനയുടെ സൈഡിൽ നിൽക്കും. അവൻ ഏത് കമ്പി കുത്തുവോ ആന തുമ്പിക്ക് വെക്കും, വണങ്ങും, ആന തലകുലുക്കി കാണിക്കും. ഇതെല്ലാം അവിടുത്തെ സ്വിച്ച് ബോർഡാണ്. ആനയുടെ വലത്തെ കാലുള്ള സ്വിച്ച് ബോർഡ്. അത് തൊടാനൊരാളെ നിൽപ്പുണ്ട്, അത്രേ ഉള്ളൂ. വല്ല നഷ്ടമുണ്ട്. 15,000 രൂപ ഒരു ആനയ്ക്ക്. സാധാരണ ക്ഷേത്രത്തിൽ ആനയെ കൊണ്ടുവരാൻ 30,000 രൂപ കൊടുക്കണം. 10 ആനയെ കൊണ്ടുവന്ന് 3 ലക്ഷം രൂപ കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാവുമ്പോൾ ഇലക്ട്രോണിക് ആനയെ മാറ്റുന്ന എഞ്ചിനീയർ ഒരു ജോലിയില്ലാത്തൊരു പയ്യൻ ജോലിയായി. അമ്പലമുറ്റത്ത് ചാണകം ഇട്ട് ദുർഗന്ധം ഉണ്ടാക്കണ്ട. ആന മൂത്രം ഒഴിച്ചിട്ട് വാലുകൊണ്ട് തെറിപ്പിക്കും. ചുറ്റും നിൽക്കുന്ന എല്ലാ സ്ത്രീകളുടെ പുരുഷന്മാരുടെ സ്ഥലത്ത് ആനയുടെ മൂത്രം വന്ന് വീഴുകയാണ്.
ആന മൂത്രം ഒഴിക്കുമ്പോൾ അത് വാലിട്ട് കലക്കാതെ ആനയുടെ സ്വഭാവം. ആ വാലിട്ട് കലക്കുമ്പോൾ ഈ മൂത്രം എങ്ങോട്ടാണ് പോകുന്നത്? ചുറ്റും നിൽക്കുന്ന ഭക്തരുടെ ശരീരത്തിലോട്ടൊന്ന് വീഴുകയാണ്. പിന്നെ ആ നാറ്റം സഹിച്ചുകൊണ്ട് ഉത്സവം കണ്ടുകൊണ്ടിരിക്കുക നേരം വിളക്കുന്നവരെ. വല്ല ആവശ്യമുണ്ട്? ഇലക്ട്രോണിക് ആനയെ കൊണ്ട് നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? വെടിക്കെട്ട് അപകടം 100 പേര് 80 പേർക്ക് ചാവുക. മള്ളനട ദുരന്തം 32 ചത്ത് 100 ജീവിച്ചവങ്ങളായി മാറി. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാനൊക്കത്തില്ല. തിരുവനന്തപുരത്ത് വെടിക്കെട്ട് അപകടം 110 പേര് ചത്തു. തലശ്ശേരിയിൽ വെടിക്കെട്ട് അപകടം 28 ചത്ത്. ബാക്കിയുള്ളവർ 10 ജീവിച്ചവങ്ങളായി. വല്ല ആവശ്യമുണ്ട്? ഇപ്പോൾ ഇലക്ട്രോണിക് വെടിക്കെട്ടാണ്. നമ്മൾ ഫീസ് അടച്ചാൽ അവർ വന്ന് ഇലക്ട്രോണിക് വെടിക്കെട്ട് ആകാശത്ത് ഇങ്ങനെ എല്ലാ ഈ വെടിക്കെട്ട് നടക്കുന്ന എല്ലാ സാധനവും കാണിക്കാം. ഒരപകടം ഉണ്ടാവില്ല. കണ്ടാൽ നല്ല രസം. ദുബായിലെ വെടിക്കെട്ട് നിങ്ങൾ ടെലിവിഷൻ കണ്ടില്ലേ? കുവൈറ്റിലെ പ്രസിദ്ധമായ വെടിക്കെട്ട്. അവിടെ ഒന്നും വെടിമരുന്നുമില്ല, ഒരു പൊട്ടലും ഇല്ല, ഒന്നുമില്ല. യന്ത്രമാണ് ഈ കാണിക്കുന്നത്, ഈ ആകാശത്ത് കാണിക്കുന്ന മുഴുവൻ വേലയും. അങ്ങനെ വേണം കാണിക്കാൻ. അല്ലാതെ വെടിക്കെട്ട് അപകടമുണ്ടാക്കി മനുഷ്യരെ കൊള്ളണോ? ഈശ്വരനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രസന്നദ്ധി മനുഷ്യനെ കൊല്ലാനുള്ള സ്ഥലമല്ല. അവനെ രസിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇലക്ട്രോണിക്കലായിട്ട് ഇപ്പം നമുക്ക് ചെയ്യാം. അത് ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഞാൻ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോയി, കണ്ണൂർ പ്രസംഗിക്കാൻ പോയതാണ്. ഭയങ്കര നാറ്റം. ഞാൻ ഇറങ്ങി അന്വേഷിച്ച് എന്തോ കാര്യമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ആളുകൾ പൂവ് കൊണ്ടുവരും, ഫലങ്ങൾ കൊണ്ടുവരും, എല്ലാം പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരും. എന്നിട്ട് ആ പ്ലാസ്റ്റിക് സൈഡിലോട്ട് ഇടുക. ഒരു 18 അടി പൊക്കത്തിൽ പ്ലാസ്റ്റിക് കൂന. പിന്നെ ആഹാരം വിളമ്പി കഴിച്ചു, അതിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുവന്നൊരു സ്ഥലത്തിട്ടിരിക്കുക. അതെല്ലാം കൊണ്ട് ഒരു 12 അടി പൊക്കമുള്ള കൂന. ഞാൻ പറഞ്ഞു, ഇത് രാജരാജേശ്വരി ക്ഷേത്രമാണ്, ഇത് നാറ്റം ഉണ്ടാക്കുന്ന ക്ഷേത്രമായി മാറാൻ പാടില്ല. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വാങ്ങിച്ചു വെച്ച 8 യന്ത്രമുണ്ട്, പ്ലാസ്റ്റിക് പൊടിക്കുന്ന യന്ത്രം. അതിലൊരെണ്ണം വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ പ്ലാസ്റ്റിക് പൊടിക്കുന്ന യന്ത്രം കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരുന്ന ആളുകൾ ഒരു നിവേദ്യം, ഒരു നേർച്ചയായിട്ട് ഈ യന്ത്രം കുറച്ചു നേരം കറക്കും. അപ്പോൾ അവിടെ വരുന്ന മുഴുവൻ പ്ലാസ്റ്റിക്കും പൊടിച്ച് പ്ലാസ്റ്റിക് കമ്പനി കൊടുക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു മാസം 3 ലക്ഷം രൂപയുടെ വരുമാനം. കാരണം കണ്ണൂർ ടൗണിലെ മുഴുവൻ പ്ലാസ്റ്റിക് ഞങ്ങൾ കൊണ്ടുവന്ന് പൊടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആഹാരത്തിൻ്റെ വേസ്റ്റ് എല്ലാ ക്ഷേത്രത്തിലും 1000 പേർക്ക് ആഹാരമാണ്. ഓച്ചർ ക്ഷേത്രത്തിൽ 24,000 പേർക്ക് ആഹാരമാണ്. 24,000 പേര് ആഹാരം കഴിയുമ്പോൾ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണ്ടേ? രാജരാജേശ്വരി ക്ഷേത്രത്തിലെ വേസ്റ്റ് മുഴുവൻ ഞാനെന്ത് ചെയ്തു, തളിപ്പുറം മലപ്പുറത്തെ കുറേ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അവരോട് പറഞ്ഞു 1 ലോറി വേസ്റ്റിന് വളമായിട്ട് കൊണ്ടുപോകും 6,000 രൂപ എന്ന് പറഞ്ഞു. അവർ മറ്റേ നൈട്രേറ്റ് മറ്റേ വാങ്ങിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാണ്. അവർ ലോറി കൊണ്ടുവന്നു 1 ലോറി വേസ്റ്റിന് 6,000 രൂപ. അമ്പലത്തിൽ ഒരു ദിവസം 24,000 രൂപ വരുമാനമായി ഈ വേസ്റ്റ്. ആ വേസ്റ്റ് പോയിട്ട് റബ്ബർ എസ്റ്റേറ്റിലെ റബ്ബർ പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ ഒരു ക്ഷേത്രം ഒരു സ്ഥലത്ത് വന്നുണ്ട്, ചുറ്റുമുള്ള ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, രോഗം പരത്തുന്ന സെൻ്റർ ആവരുത്, ഈച്ചവളത്തിൽ കേന്ദ്രമായ ഒരു ക്ഷേത്രം മാറരുത്. പ്ലാസ്റ്റിക് കുമ്പാരം ഉണ്ടാക്കി അതിനെങ്ങാനും തീ പിടിച്ചാൽ നമ്മുടെ എറണാകുളത്ത് പറ്റിയ പോലെ തീ പിടിച്ച് പൊള്ളലേക്കുക, ഭക്തർക്ക് പൊള്ളലേക്കുക. ആരാണ്ട് സിഗരറ്റ് വലിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, പ്ലാസ്റ്റിക്കിനെ തീ കത്തി, അമ്പലത്തിലെ വന്ന ഭക്തർക്ക് കുറച്ചവർക്ക് പൊള്ളലേറ്റു. വല്ല ആവശ്യമുണ്ട്? അമ്പലത്തിൽ വരുന്ന പ്ലാസ്റ്റിക് നിങ്ങളൊരു പ്ലാസ്റ്റിക് പൊടിക്കുന്ന യന്ത്രം വാങ്ങിച്ച് വെച്ച് പ്ലാസ്റ്റിക് പൊടിച്ച് പ്ലാസ്റ്റിക് മണി കൊടുക്കുക. അവിടെ വരുന്ന ബയോളജിക്കൽ വേസ്റ്റ് കൃഷിക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കുക. 1 ലോറിക്ക് 6,000 രൂപ വെച്ച് കൊടുക്കുക. ക്ഷേത്രത്തിന് വരുമാനമായി, ക്ഷേത്രത്തിന് ആ ദുർഗന്ധം ഒഴിവായി, സംഗതി മാർക്കറ്റി. അതായത് ഒരു ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രം ഇനി വലിയ ക്ഷേത്രമായി മാറാൻ പോവാണ്. ആ ക്ഷേത്രത്തിൽ കൃത്യമായി വേസ്റ്റ് ഡിസ്പോസൽ സംഭവമാണ്. അത് ക്ഷേത്രത്തിന് വരുമാനമാവും, ആ ക്ഷേത്രം രക്ഷിക്കപ്പെടും. ഒരെണ്ണപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കണ്ട അത്ഭുതങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. സ്വർണ്ണ നിറമുള്ള വിശ്വേശ്വരനിൻ കനക കളയബര ദർശനമേ ശങ്കരാചാര്യർ പാടിയ സ്വർണ്ണ നിറത്തിലുള്ള സുന്ദരിയായ കാളി ഭഗവതി ക്ഷേത്രമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യം ഭൂമിയിലില്ല. ഞാൻ എൻ്റെ ടെലിവിഷൻ പ്രസംഗത്തിൽ അവിടെ വന്നൊരു 5-8 അത്ഭുതത്തെ പറ്റി പറഞ്ഞു. 3 തവണ വിഗ്രഹം മോഷണം പോയി, 2 കോടി രൂപ വിലയുള്ള വിഗ്രഹമാണ്. പോലീസിനൊരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. കാളി ഭഗവതി സ്വന്തം ശക്തിയിൽ ഓരോ തവണയും തിരിച്ചു വരും അവിടെ മൃദംഗശൈല ക്ഷേത്രം. പക്ഷേ ആയിരക്കണക്കിന് അത്ഭുതം നടക്കുന്ന ക്ഷേത്രത്തിൽ യാതൊരു റെക്കോർഡും ഇല്ല, യാതൊരു റെക്കോർഡും. ഞങ്ങളുടെയൊക്കെ പള്ളിയുടെ അത്ഭുതം നടന്ന അപ്പോഴേ മൈക്ക് കൊണ്ടുവച്ച് സാക്ഷി പറയൽ, റെക്കോർഡിങ്, അതിൻ്റെ സംഭവങ്ങളൊക്കെ അടിച്ച് പാർത്തി അങ്ങ് പോകും. വേളാങ്കണ്ണി ക്ഷേത്രത്തിൽ ഭക്തർക്ക് താങ്ക്സ് ഗിവിങ് എഴുതാനൊരു ബുക്കുണ്ടോ, 1000 പേജുള്ള 6 ബുക്ക് നിറഞ്ഞിപ്പോൾ
ഓരോരുത്തരവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുമ്പോൾ അവിടെ ഒന്ന് എഴുതി വെക്കും. തെലുങ്കും തമിഴും മലയാളവും ഒക്കെ എഴുതി വെക്കും. പക്ഷെ ഇത്രയും അത്ഭുതം നടക്കുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തിൽ യാതൊരു റെക്കോർഡുമില്ല. ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അവിടെ പോയി പ്രാർത്ഥിച്ച് എന്തെല്ലോ അത്ഭുതം നടക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വല്ല റെക്കോർഡും ഉണ്ടോ? ഒരു റെക്കോർഡും ഇല്ല. അത്ഭുതം എന്തൊക്കെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. അത് പാടില്ല. ഈ ക്ഷേത്രത്തിൽ ഇനി പൂജ ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർക്ക് രോഗസുഖവും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, കല്യാണം നടക്കാത്ത കുട്ടികൾക്ക് കല്യാണം നടക്കും, ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടും, പരീക്ഷ എഴുതാൻ പോയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരു ഭക്തന് ഇവിടെ പ്രാർത്ഥിച്ചൊരു ഗുണം കിട്ടിയാൽ ഇവിടെ ഒരു രജിസ്റ്റർ വെച്ചേക്കണം. താങ്ക്സ് ഗിവിങ്, ഭഗവാനോട് നന്ദി പറയാനുള്ള രജിസ്റ്റർ. അത്ഭുതം നടക്കുന്നവരോടെ ഒന്ന് എഴുതി വെക്കും, ഇന്ന അത്ഭുതം എനിക്ക് നടന്നിരിക്കുന്നു. അതൊരു മാസ്റ്റർ റെക്കോർഡാണ്. ചിലപ്പോൾ ക്ഷേത്രത്തിൽ ആദ്യമായി പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ ഈ ബുക്ക് തുറന്നു നോക്കും, ഇവിടെ എന്തൊക്കെ അത്ഭുതം നടന്നു. അവൻ ഈ ക്ഷേത്രത്തിൽ വീണ്ടും വരാനും ഈ ഭക്തർക്ക് കിട്ടിയ അനുഗ്രഹം പോലെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടാനും അവന് കാരണഭൂതമാവും. ഇത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ വലിയൊരു കുഴപ്പമാണ്. ക്രിസ്ത്യാനിക്ക് അത്ഭുതം ഉണ്ടാകാനും മയക്ക് വെച്ച് സാക്ഷി പറച്ചിൽ അടിച്ച് ടെലിവിഷനിൽ യൂട്യൂബിലും കൊടുത്ത് എന്തെല്ലാം ബഹളം ഉണ്ടാക്കുന്നറിയോ. പക്ഷെ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലോ ബദംഗശ്രീ ക്ഷേത്രത്തിലോ ഒറ്റ റെക്കോർഡുമില്ല എന്തെല്ലാം അത്ഭുതം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ സംഭവിക്കരുത്. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് മഹാദേവന്റെ കൃപ കൊണ്ട്, ഭഗവതിയുടെ കൃപ കൊണ്ട്, ഗണപതി ഭഗവാന്റെ കൃപ കൊണ്ട്, അയ്യപ്പ ഭഗവാന്റെ കൃപ കൊണ്ട് എന്തൊക്കെ അത്ഭുതം, ഏതൊക്കെ രോഗശാന്തി ഉണ്ടായി, കല്യാണം നടന്ന എവിടെയൊക്കെ, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ച എവിടെയൊക്കെ, ജോലി കിട്ടിയത് എവിടെയൊക്കെ, ആ രജിസ്റ്റർ വെക്കണം. 50 കൊല്ലം കഴിഞ്ഞാലും 60 കൊല്ലം കഴിഞ്ഞാലും അന്ന് വരുന്ന ഭക്തന് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഭക്തർ എഴുതി വെക്കും, മക്കളില്ലായിരുന്ന എനിക്ക് ഒരു കുട്ടി ഉണ്ടായി, ഇന്ന വീട്ടിൽ ഇന്നാരെ. 30 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഭക്തനെ രജിസ്റ്റർ നോക്കുമ്പോൾ അവൻ കാണുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ കളക്ടർ, അന്നത്തെ കളക്ടർ, അല്ലെങ്കിൽ അവൻ പ്രസിദ്ധനായ ഡോക്ടറായി. ഈ മാറ്റം മനസ്സിലാക്കണം. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പൊതുവെ ഇല്ലാത്തൊരു സംഭവം ഈ ക്ഷേത്രത്തിൽ തുടങ്ങണം. ഇങ്ങനെ ഞാൻ 4 സജഷൻ വെച്ചാണ് ക്ഷേത്രത്തിലെ മഹത്തായ ആ ക്ഷേത്ര സങ്കല്പത്തിൽ ആ രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ശരി, നിലമ്പൂർ ദേശത്ത് ആ പേര് കൊടുത്ത നീലൻ അല്ലെങ്കിൽ നീലകണ്ഠനായ ഭഗവാന്റെ പേരിലുള്ള പ്രതിഷ്ഠ നടന്ന ഈ ക്ഷേത്രത്തിലെ പ്രാർത്ഥന നിങ്ങൾക്കേവർക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹാനായ ദേവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിത്തരുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷഭരിതമാക്കുന്ന വലിയൊരു ക്ഷേത്രമായി തീരട്ടെ എന്നും എല്ലാ ഭക്തരുടെയും ജീവിതത്തിൽ ഭഗവാൻ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനിടയാവട്ടെ, അതിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.